السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. ഈ മഹാസമ്മേളനത്തിന്റെ ആദരണീയ അധ്യക്ഷരെ, എന്റെ മുമ്പ് പ്രൗഢമായ വിഷയം അവതരിപ്പിച്ച സഹപ്രവർത്തകനും ആത്മമിത്രങ്ങളിൽ ഒരാളുമായ അബ്ദുൽ മജീദ് സ്വലാഹി, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സംഘടനയുടെ നേതൃത്വത്തിലുള്ള മഹാവ്യക്തിത്വങ്ങളെ, കായംകുളത്തിന്റെ ഹൃദയഭാഗത്ത് സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ള ഈ സമ്മേളനത്തെ ശ്രദ്ധിക്കുവാൻ ഈ മഹാസംഗമത്തിലേക്ക് വന്നു ചേർന്നിട്ടുള്ള സഹൃദയരെ, സഹോദരന്മാരെ, സഹോദരികളെ, ടൗണിന്റെ വിശാലമായ മേഖലകളിൽ ഉച്ചഭാഷണി വെച്ചു, അതുകൊണ്ട് തന്നെ ദൂരദിക്കുകളിൽ ഈ പ്രസംഗത്തെ സാഗൂതം കാതോർക്കുന്ന ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹൃദയരെ, ഇവിടെ ഒരു വിഷയം അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ആഗോള ഇസ്ലാമിക സമൂഹത്തിന്റെ ചലനങ്ങളും ജൂത ക്രൈസ്തവ ലോബികളും അവരുടെ ഇഷ്ടങ്ങളെ സാധൂകരിച്ചു കൊടുക്കുന്ന ഷിയായിസത്തിന്റെ പ്രവർത്തനങ്ങളും പ്രൗഢമായി തന്നെ ഒരു മലയുടെ ചെരുവിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തെ പോലെ സുന്ദരമായി ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. കായംകുളത്തിന്റെ മണ്ണിൽ പലതവണ പ്രസംഗിച്ചിട്ടുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ. ഈ നാട്ടിൽ തടിച്ചുകൂടിയവരോട് ഹൃദയത്തിന്റെ അഗാധതകളിൽ നിന്ന് അല്പം ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇന്ന് രാത്രി വീടുകളിലേക്ക് നിങ്ങൾ മടങ്ങുന്നത് ഇന്നലകളിലൊന്നുമില്ലാത്ത ഒരു ചിന്തയുമായിട്ടായിരിക്കണം എന്നതാണ് ഈ പ്രസംഗം ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ട്രെയിനിലെ യാത്രയിൽ SBTയുടെ കേരളത്തിൽ അറിയപ്പെട്ട ഒരു ബാങ്കിന്റെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉണ്ടായിരുന്നു. കുറേയേറെ സമയം
ഞങ്ങൾക്ക് അദ്ദേഹവുമായി സംസാരിക്കാൻ അവസരമുണ്ടായി. മതത്തെ സംബന്ധിച്ച് അഗാധമായ തെറ്റിദ്ധാരണയിലാണ് ആ സഹോദരൻ. ഉന്നത വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ മതം പഠിച്ചില്ല. ലോകത്തുനിന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ദുരന്തം, പ്രാണവായു പോലെ, ജീവവായു പോലെ, മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരമായ പടച്ചതമ്പുരാൻ അവതരിപ്പിച്ച മതം, അതറിയാത്ത വലിയ പ്രശ്നമുണ്ട് നമ്മുടെ നാടുകളിൽ. ജീവിതത്തിന്റെ ഏതേത് മേഖലകൾ നമ്മൾ പരിശോധിക്കുമ്പോഴും അപഗ്രഥന സ്വഭാവത്തോടുകൂടി കാര്യങ്ങളെ നോക്കിക്കണ്ടില്ല എന്നുള്ളത് ഒരു വലിയ ദുരന്തമാണ്. നമ്മൾ ഇന്ത്യയെക്കുറിച്ച് വളരെ മനോഹരമായി സംസാരിക്കാറുണ്ട്. വ്യത്യസ്ത മതങ്ങളുടെ നാട്, ധാരാളം ദർശനങ്ങളുടെ നാട്. ഇന്ന് സ്വാമി വിവേകാനന്ദനെ ലോകമോർക്കുന്ന ഒരു ദിവസം കൂടിയാണല്ലോ ഇന്ന്. സ്വാമി വിവേകാനന്ദൻ ഭാരതീയ ദർശനങ്ങൾക്ക് പുതിയ വ്യാഖ്യാനം നൽകിയ മഹാപണ്ഡിത കേസരിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ. അമേരിക്കയിലെ ലോക മതമഹാസമ്മേളനത്തിന് സ്വാമി വിവേകാനന്ദൻ ഒരു നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് പങ്കെടുക്കുകയുണ്ടായി. കാഷായ വസ്ത്രം ധരിച്ച് തലമുണ്ടനം ചെയ്ത 30-കാരനായിരുന്നു അന്ന് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദന്റെ പ്രായം നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ ഇന്ന് കേരളത്തിലെ 30 വയസ്സുകാർ ചെയ്തു കൂട്ടുന്ന പരാക്രമങ്ങൾ ഓർക്കുമ്പോൾ 30-കാരനായ സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ ലോക മത മഹാസമ്മേളനത്തിന് പങ്കെടുക്കുമ്പോ കോട്ടും സൂട്ടുമുട്ട സായി പെണ്ണാർ സ്വാമി വിവേകാനന്ദനെ നോക്കി. കാഷായ വസ്ത്രം ധരിച്ച 30-കാരൻ, തലമുണ്ടനം ചെയ്ത ഒരു സ്വാമിജി ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയില്ല. അദ്ദേഹം പരിഹാസ കഥാപാത്രമായി തുടക്കത്തിൽ. പക്ഷെ വിവേകാനന്ദന്റെ സമയമായപ്പോ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. അരയാലില പോലെ അവരെ സ്പന്ദനം ചെയ്ത ആ ജനമനസ്സുകളിലേക്ക് വിവേകാനന്ദൻ കടന്നു ചെല്ലുകയായി. സ്വാമി വിവേകാനന്ദൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓൾ അമേരിക്ക, അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ, അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ. അമേരിക്ക അതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു അഭിസംബോധന രീതി. കാരണം അമേരിക്കയിലെ കറുത്ത വർഗക്കാരന് ഒരു ചർച്ച്, വെളുത്ത വർഗക്കാരന് വേറൊരു ചർച്ച്. ഉച്ചനീചത്വങ്ങളുടെ കരാളഹസ്തങ്ങളിൽ ഞെരിഞ്ഞമർന്ന അമേരിക്ക മനുഷ്യരെ വ്യത്യസ്ത തട്ടുകളായ കാലഘട്ടത്തിലും തിരിച്ചു പോരടിച്ചിട്ടുള്ള അമേരിക്ക സ്തബ്ധമായി നിൽക്കുകയായിരുന്നു വിവേകാനന്ദന്റെ തുടക്കത്തിന്റെ മുമ്പിൽ. അദ്ദേഹം അമേരിക്കയിൽ ചെന്ന് പറഞ്ഞ വാചകം ഇന്ത്യയുടെ ആത്മാവിനെ ദ്യോതിപ്പിക്കുന്ന വാചകമാണ്. അദ്ദേഹം പറഞ്ഞത്, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓൾ അമേരിക്ക, അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ. സ്വാമി വിവേകാനന്ദനെ ഇന്ന് ഓർക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, അയൽവാസി, എറോനോട്ടിക് എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉക്രൈനിലെ എന്റെ സഹോദരൻ, ഹിന്ദു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, മാമ, സ്വാമി വിവേകാനന്ദനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണം. സ്വാമി വിവേകാനന്ദനുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ. സ്വാമി വിവേകാനന്ദനെ ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത് വിവേകാനന്ദൻ നമുക്ക് പൂർണ്ണമായി സ്വീകാര്യനാണ് എന്ന അർത്ഥത്തിലില്ല. വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തെ കുറിച്ചുള്ള പഠനങ്ങളുണ്ട് ഇന്നത്തെ പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ. വിവേകാനന്ദൻ തന്റെ പ്രസംഗത്തിന്റെ മധ്യത്തിൽ പറഞ്ഞ ഒരു വാചകം, ഞാൻ വരുന്ന രാജ്യം വിവിധ മതങ്ങൾക്ക് അഭയം നൽകിയ സംഗമസ്ഥാനമാണ്. ലോക മതങ്ങളും ലോക ദർശനങ്ങളും വിവിധ വീക്ഷണങ്ങളും ഒന്നിച്ചു മേളിച്ചിട്ടുള്ള ഒരു രാജ്യത്തു നിന്നാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. അതാണ് ഇന്ത്യയുടെ അന്തസ്സായിട്ടുള്ള ഒരു ആശയം. രവീന്ദ്രനാഥ ടാഗോറിനെ പോലെ ഗീതാഞ്ജലിയിലൂടെ നെഞ്ചകം വരെ നീണ്ടുകിടന്ന സമൃദ്ധമായ വെള്ള നിറച്ചിലുള്ള താടി ഉണ്ടായിരുന്ന രവീന്ദ്രനാഥ ടാഗോർ, വസുദൈവ കുടുംബകം എന്നൊരു സങ്കല്പമുണ്ടായിരുന്നു. ലോകം മുഴുവനും ഒന്നാണ്, ലോകത്തുള്ള മനുഷ്യരൊക്കെ ദൈവത്തിന്റെ അടിമകളാണ്. ബാന്ധവ മാനവ സർവേ സ്വദേശാഭവനത്രയും, ലോകമാണ് തറവാട്. ഭാരതീയ ദർശനങ്ങളുടെ അകക്കാമ്പതായിരുന്നു. ലോകത്ത് മതങ്ങൾ മനുഷ്യനിർമ്മിതമാണ്, മതം ദൈവികമാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്നലെ
വളാഞ്ചേരിക്കടുത്ത് 2 ടീച്ചർമാരുടെ ഭർത്താവ്, അച്ഛനും അമ്മയും സ്കൂളിലെ ടീച്ചർമാരാണ്. ഹിന്ദു കുടുംബത്തിൽപ്പെട്ട പെരുമ്പാവൂരിനടുത്ത് ജീവിക്കുന്ന ഒരു പയ്യൻ. അവൻ എന്റെ വീട് കാണുവാനും എന്നെ കാണുവാനും ഇസ്ലാമിനെ സംബന്ധിച്ച് തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും മെനയാന്നവൻ എന്റെ വീട്ടിൽ വന്നു. അപ്പൊ അവൻ എന്നോട് ദൈവത്തെ സംബന്ധിച്ച് ചോദിച്ച ചോദ്യത്തിൽ ഞാൻ അവനോട് ചോദിച്ചു, സൂര്യൻ ആരുടേതാ മോനെ? മോനെ, ആകാശത്തുദിച്ചുയരുന്ന സൂര്യന്റെ കിരണങ്ങളേറ്റ് ഹരിതാപമായ ഈ ഭൂമിയെ ആ ഉടയാട അണിയിച്ച ആ സൂര്യൻ എന്ന മഹാപ്രതിഭാസമില്ലേ മോനെ, അത് ആരുടേതാണ്? അപ്പൊ അവനോട് പറഞ്ഞു, അങ്കിൾ, അത് മനുഷ്യരുടേതാണ്. സൂര്യൻ അതിന്റെ നിലാവ് നൽകുന്നത് ഇവിടുത്തെ ഹിന്ദുവിനാണോ മോനെ? അവൻ പറഞ്ഞു അല്ല. ഹിന്ദു സൂര്യനാണോ മോനെ അത്? അവൻ പറഞ്ഞു അല്ല. ചന്ദ്രൻ ഇതാ ആകാശത്ത് ഉദിച്ചുയർന്നു നിൽക്കുന്നു. ഇന്നലെയൊക്കെ ചന്ദ്രനിൽ കുളിച്ചു നിൽക്കുന്ന നിലാവുകൾ കുളിച്ചു നിൽക്കുന്ന ഒരവസ്ഥാവിശേഷം നമ്മൾ കാണുകയുണ്ടായി. മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി ആലോചിക്കണം, സൂര്യൻ അതിന്റെ നിലാവലകൾ നൽകുന്നത് ഒരു മുസ്ലിം ചന്ദ്രൻ എന്ന നിലയിലാണ് എന്ന് നമ്മൾ ആരും പറയുന്നില്ല. സൂര്യൻ മനുഷ്യരുടേതാണെങ്കിൽ, ചന്ദ്രൻ മനുഷ്യരുടേതാണെങ്കിൽ, സാഗരത്തിലെ തിരമാലകൾ മനുഷ്യരുടേതാണെങ്കിൽ, കാട്ടാറുകളും കാനനങ്ങളും മനുഷ്യരുടേതാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടേത് എന്ന് പറയാൻ ഒരു മതം, ഹിന്ദുവിന്റെ മതം, ക്രിസ്ത്യാനിയുടെ മതം, ജൈനന്റെ മതം, ബുദ്ധന്റെ മതം, കൺഫ്യൂഷ്യാനിസം, അങ്ങനെ കുറെ ഇസങ്ങളുണ്ടല്ലോ ലോകത്ത്. എവിടെ മനുഷ്യന്റെ മതം? മനുഷ്യർക്കൊന്നടങ്കം സ്വീകരിക്കാൻ പറ്റുന്നതാണ് സൂര്യനെങ്കിൽ അത് ഹിന്ദുവിൻ്റെതല്ലെങ്കിൽ, മുസ്ലിമിൻ്റെതല്ലെങ്കിൽ, ക്രിസ്ത്യാനിയുടേതല്ലെങ്കിൽ, അത് മാനവകുലത്തിന് മുഴുവനുമുള്ളതാണെങ്കിൽ. നിങ്ങൾക്കറിയാം, മഹാത്മാഗാന്ധി, സബർമതിയുടെ പരിസരത്ത് ജീവിച്ച മഹാത്മാഗാന്ധി, നിങ്ങൾക്കറിയാം, സബർമതി ഒഴുകിയ ഗുജറാത്തിന്റെ മണ്ണ്, നല്ല സുരക്ഷിതമായി ഒഴുകിയ സ്വച്ഛന്തം കളകളാരം പുഴച്ചൊഴുക്കിയ സബർമതി ഗുജറാത്തിന്റെ കലാപത്തിന് ശേഷം രക്തപങ്കിലമായി എന്ന് ചരിത്രകാരന്മാർ എഴുതി വെക്കുന്നുണ്ട്. റമീല താപ്പറ പോലെ ഇന്ത്യയിൽ അറിയപ്പെട്ട ചരിത്രകാരന്മാർ, സബർമതിക്ക് ഒരു ചരിത്രമുണ്ട്, ഗുജറാത്തിന്റെ സബർമതി. ആ സബർമതിയുടെ പരിസരത്ത് ജീവിച്ച മഹാത്മാഗാന്ധിയോട് മോഹൻലാൽ പാണ്ഡെ എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ ആത്മമിത്രൻ ചോദിച്ചു അത്രേ, അദ്ദേഹത്തിന്റെ ചൂടി കൊണ്ട് മെനഞ്ഞ കട്ടിലിൽ രാവിലെ എഴുന്നേറ്റ് ഒരു മൺകുടത്തിൽ വെള്ളം കൊണ്ടുവച്ച് അതുകൊണ്ട് പല്ല് തേച്ച് അതുകൊണ്ട് മുഖം കഴുകി ആ മൺകുടത്തിലെ വെള്ളം കൊണ്ട് കുളിച്ച മഹാത്മാഗാന്ധിയോട് മോഹൻലാൽ പാണ്ഡെ ചോദിച്ചു അത്രേ, മഹാത്മാഗാന്ധി, സ്വച്ഛന്തം ഒഴുകുന്ന സബർമതി നിങ്ങളുടെ മുമ്പിലൂടെയല്ലേ ഒഴുകിപ്പോകുന്നത്? സബർമതിയിൽ എത്ര ഗ്യാലൻ കണക്കിന് വെള്ളമുണ്ട്? ആ വെള്ളത്തിൽ നിന്ന് മുങ്ങിക്കുടിക്കേണ്ടതിന് പകരം ഒരു ചെറിയ മൺകുടം വെള്ളം കൊണ്ട് പല്ല് തേക്കുകയും കുളിക്കുകയും ചെയ്യുമ്പോ ശരിക്കും ശരീരം നിറയുമോ എന്ന് മഹാത്മാഗാന്ധിയോട് ചോദിച്ചു. അന്ന് മഹാത്മാഗാന്ധി, പ്രവാചകനെ പഠിച്ച മഹാത്മാഗാന്ധി, ഓർക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിച്ച ഒരു വാചകം പഠിപ്പിച്ചു കൊടുക്കുകയാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി ആരാ? സ്വാതന്ത്ര്യ ഭാരതത്തിൽ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മയ്ക്ക് ശേഷം ഇന്ത്യയിൽ ഒരു ഭരണമുണ്ടെങ്കിൽ അത് ഖലീഫ ഉമറിനെ പോലെയുള്ള ആളുകൾ ഭരിക്കണമെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി. ഇസ്ലാമിനെ കുറിച്ച് ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ ഗാന്ധിജിയുടെ മനസ്സിൽ സംശയങ്ങൾ നിഴലിട്ടിരുന്ന ഘട്ടമുണ്ടായിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടന്നു പോകുന്നില്ല. സബർമതിയിൽ എന്തുകൊണ്ട് ധാരാളം വെള്ളമുണ്ടായിട്ട് അങ്ങ് ഉപയോഗിക്കുന്നില്ല എന്ന ചോദ്യത്തിന് മഹാത്മാഗാന്ധി പറഞ്ഞ മറുപടി, സബർമതി എന്റേതല്ല. സബർമതി മനുഷ്യരുടേത് മാത്രമല്ല, സബർമതി ലോകത്തെ സകല ജീവജാലങ്ങളുടേതുമാണ്. ജന്തുക്കൾ കാട്ടിൽ നിന്ന് വന്ന് ജന്തുക്കൾ അതിൽ വെള്ളം കുടിക്കുന്നു. അതുപോലെ തന്നെ അതിൽ പിന്നെ പക്ഷികൾ വന്ന് വെള്ളം കുടിക്കുന്നു. ആ സബർമതി എന്റെ സ്വകാര്യമല്ല, അതൊരു പൊതുസ്വത്താണ്. അതുകൊണ്ട് തന്നെ എത്ര വെള്ളമുണ്ടെങ്കിലും പരിമിതമായി ഉപയോഗിക്കാനാണ് ലോകാചാര്യന്മാർ പഠിപ്പിച്ചത്. പ്രവാചക തിരുമേനി മഹാദായ സഅദേ, തന്റെ പൈപ്പിൽ തന്നെ സഅദ് എന്ന് പറയുന്നത് അത്യാവശ്യം സമ്പന്ന ജീവിതം നയിച്ച ഒരാളാണ്. ആ സമ്പന്നനായ സഅദ് വുളൂ ചെയ്യുമ്പോൾ വെള്ളം അമിതമായി ഉപയോഗിച്ചപ്പോ, മഹാദായ സഅദേ, ഇതെന്താണ് സഅദേ, വെള്ളം അമിതമായി ഉപയോഗിക്കുകയോ? അപ്പൊ അദ്ദേഹം ചോദിച്ചു, നബിയെ, അല്പം ചൂടുള്ള കാലത്ത് ഒരു ഇത്തിരി വെള്ളം അമിതമായി ഉപയോഗിച്ചാൽ ഞാൻ അതിന് ദൈവസന്നിധിയിൽ മറുപടി പറയേണ്ടി വരുമോ എന്ന സഅദിന്റെ ചോദ്യത്തിന് പ്രവാചക തിരുമേനി പഠിപ്പിച്ച മൂല്യവത്തായ ഒരു കാര്യം മഹാത്മാഗാന്ധി മോഹൻലാൽ പാണ്ഡെയെ ഓർമ്മപ്പെടുത്തി. വായിക്കണം ചരിത്രത്തിന്റെ താളുകൾ, സുവ്യക്തതകളുടെ താളുകൾ വായിക്കണം. സുവ്യക്തതകളുടെ പടവുകളിൽ തീർത്ത സംസ്കാരം എന്ത് എന്ന് വായിച്ചു തീർക്കണം. പ്രവാചക തിരുമേനി പറഞ്ഞു, വെള്ളം അമൂല്യമാണ്. ഇന്ന് സ്കൂളുകളുടെ
ഭിത്തികളിൽ എഴുതി വെച്ചൊരു വാചകമാണ്, ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. അതാര് പഠിപ്പിച്ചതാ? മുഹമ്മദ് നബി പഠിപ്പിച്ചതാണ്. ആരെ? സയദിനെ വിളിച്ചൊരു ചോദിച്ചു, മഹാദായ സയദേ, ഇതെന്താ സയദേ? വെള്ളം തോന്നിയതുപോലെ കിണർ നിന്റേതാണ്, സംവിധാനം നിന്റേതാണ്, വാട്ടർ സപ്ലൈ നിന്റേതാണ്. എങ്കിൽ പോലും അമിതമായി എന്നിട്ട് പ്രവാചകൻ പറഞ്ഞത്, നിന്റെ മുമ്പിലൂടെ സ്വച്ഛന്തം ഒഴുകിപ്പോകുന്ന ഒരു പുഴയുണ്ട് എന്ന് നീ സങ്കല്പിക്ക്. ആ പുഴയിൽ വെള്ളം ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും അതുപോലും അമിതമായി ഉപയോഗിക്കരുത് എന്ന് പഠിപ്പിച്ച പ്രവാചക തിരുമേനിയുടെ വാക്കുകൾ മഹാത്മാഗാന്ധി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറയുന്നത്, ലോകത്ത് പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്, ലോകത്ത് പല കാര്യങ്ങളും നമുക്ക് അറിയാനുണ്ട്. എന്താണ് മതം? എന്തല്ല മതം? എന്താണ് പ്രവാചകന്മാർ? ആരല്ല പ്രവാചകന്മാർ? ദൈവം എന്ന് പറഞ്ഞാൽ ആരാണ്? ലോകത്തിന്റെ സിട്ടാവ് ആരാണ്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇസ്ലാം ഭീകരവാദമാണ്, ഇസ്ലാം തീവ്രവാദമാണ്. ഇന്ന് ഞാൻ SBTയുടെ ഉന്നതനായ ആ ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചപ്പോ താടിയെ കുറിച്ചുള്ള പരാമർശത്തിൽ അദ്ദേഹം പറഞ്ഞു, എന്ത് ചെയ്യാന്, തോക്കുപയോഗിച്ചവരും അതുപോലെ തന്നെ ബോംബ് ഉപയോഗിച്ചവരും ഒക്കെ താടിയുള്ളവരായി പോയി എന്നാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വീക്ഷണം ശരിയല്ല, ആ വീക്ഷണം ശരിയല്ല. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ബൈബിളിൽ നിന്ന് 2 വാചകങ്ങൾ ഉദ്ധരിച്ചു കൊടുത്തു. അപ്പൊ ആ മനുഷ്യൻ എന്നോട് പറയാൻ, ലേവ്യ പുസ്തകത്തിൽ താടി നീട്ടണം, അത് കത്രിക കൊണ്ട് കട്ട് ചെയ്യരുത് എന്നുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് ക്രിസ്ത്യാനി പറയും. ലേവ്യ പുസ്തകത്തിൽ അങ്ങനെ ഒരു വാചകമുണ്ട്, താടി കത്രിക കൊണ്ട് പോലും കട്ട് ചെയ്യരുത് എന്ന് ബൈബിൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പ്രവാചകന്മാരുടെ പാരമ്പര്യമാണ്, അത് ഭീകരവാദത്തിന്റെ പാരമ്പര്യമല്ല. പൗരുഷത്തിന്റെ സ്വച്ഛന്തമായ പ്രകൃതിയാണ് താടി വെക്കുക എന്നത്. ഞാൻ പറയുന്നത്, അനവധി സംശയങ്ങൾ. ആരാണ് കാഫിർ? അത് ഹിന്ദുക്കളാണ് എന്ന പ്രചരണം. ആരാണ് കാഫിർ? അത് തെറിയാണ്, മുസ്ലിങ്ങൾ പറയുന്ന തെറിയാണ്. ഹിന്ദുക്കളോട് മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന തെറിപ്പാട്ടിന്റെ രൂപമാണ് കാഫിർ എന്ന പദം എന്ന തെറ്റായ ധാരണകൾ. ജിഹാദ് എന്ന് പറഞ്ഞാൽ അമുസ്ലിങ്ങളെ കൊന്നൊടുക്കാനുള്ള ഏകപക്ഷീയമായ യുദ്ധത്തിന്റെ ആഹ്വാനത്തിന്റെ പര്യായമാണ് ജിഹാദ് എന്ന പദം എന്ന തെറ്റിദ്ധാരണ ലോകത്ത് നിലനിൽക്കുന്നു. മുസ്ലിങ്ങൾ അവരുടെ വേദഗ്രന്ഥത്തെ സ്വന്തമാക്കി വെച്ചിരിക്കുന്നു. ലോകത്തിന്റെ വേദഗ്രന്ഥം, അവന് സിട്ടാവ് അവതരിപ്പിച്ച വേദഗ്രന്ഥം, ഹിന്ദുവിന്റെ, മുസ്ലിമിന്റെ, ക്രിസ്ത്യാനിയുടെ, ജൈനന്റെ, ബൗദ്ധന്റെ, മതമുള്ളവന്റെ, ഇല്ലാത്തവന്റെ, നിരീശ്വരവാദിയുടെ, സകല മനുഷ്യരുടെയും വിമോചനത്തിന് വേണ്ടി അവരുടെ സിട്ടാവ് ഏതൊരു സൂര്യനെ, ഏതൊരു ചന്ദ്രനെ, ഏതൊരു നക്ഷത്ര വ്യൂഹത്തെ ആർക്ക് വേണ്ടി സംവിധാനിച്ചുവോ ആ സംവിധായകൻ അവതരിപ്പിച്ച ദൈവിക ഗ്രന്ഥം. ഞാൻ വളരെ കൃത്യമായി പറയുന്നു, ഈ പ്രസംഗം അവസാനിക്കുന്നതിന് മുമ്പ് ഈ സദസ്സിൽ പങ്കെടുത്തവരും പ്രസംഗം കേൾക്കുന്നവരും ആയിരക്കണക്കിന് തടിച്ചുകൂടിയ ഈ കായംകുളത്തിന്റെ മണ്ണിൽ എന്റെ പ്രസംഗം കേൾക്കുന്നവരോട് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇതേ ശരിക്ക് ശ്രദ്ധിക്കണം. ആധികാരികമായ ശബ്ദമാണ് ഇത്, വെറുമൊരു ഭീരുത്വത്തിന്റെ ശബ്ദമല്ല. വേദഗ്രന്ഥങ്ങളെ കൃത്യമായി പഠിച്ചപഗ്രഥിച്ചു മനസ്സിലാക്കിയ നേതാക്കന്മാരാൽ നയിക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധനത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ട് യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ പറയുകയല്ല, ഉത്തരവാദിത്വത്തോടെ നല്ല ബോധ്യത്തോടെ പറയാൻ, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതെങ്കിലും ഒരു വാചകം മാനവ സമൂഹത്തിന്റെ പുരോഗതിക്ക് എതിരായി ഒരു വാചകമുണ്ട് എന്ന് എഴുതി രേഖാമൂലം നിങ്ങൾ എന്റെ കയ്യിൽ സമർപ്പിച്ചാൽ ദൈവത്തിന്റെ പാതയിലെ ഈ യൗവന സേവനം ഇവിടെ വെച്ച് അവസാനിപ്പിക്കും, ഫുൾ സ്റ്റോപ്പിടും എന്ന് ഞാൻ നിങ്ങളോട് പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ ഈ ചാർട്ടുകളിലൂടെ നിങ്ങൾ വായിച്ചത് എന്റെ പോക്കറ്റിലിരിക്കുന്ന ഹൈന്ദവരുടെ, ക്രൈസ്തവരുടെ, മതവിശ്വാസത്തിലും ഇല്ലാത്തവരുടെയും അഭിപ്രായങ്ങളുടെ ഒരു വലിയ പേപ്പർ കട്ടിംഗ് ആണ് എന്റെ കയ്യിലുള്ളത്. ഈ വാചകങ്ങളിൽ മുഴുവനും ഈ എക്സിബിഷനിൽ വന്നിട്ട് ഞങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ വാചകങ്ങൾ കണ്ടിട്ടില്ല, ഖുർആൻ ഇത്ര മഹാത്മ്യമാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, ഇസ്ലാം ഇത്ര ശ്രേയസ്കരമാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ ഇത് വായിച്ചു പൂർത്തിയായപ്പോ ഇപ്പൊ തന്നെ ഇസ്ലാം സ്വീകരിച്ചാൽ എന്ത് എന്ന് അജിതക്ക് തോന്നുകയാണ്, എന്ന് സുരേഷിന് തോന്നുകയാണ്, അതുപോലെ ഓരോരുത്തർക്ക് തോന്നുകയാണ്. ഞാൻ അതിന്റെ ഓരോ പേപ്പർ കട്ടിങ്ങുകളിലേക്ക് വായിച്ചു പോകുന്നില്ല. ഇത് യാതൊരു നിലക്കുമുള്ള അവ്യക്തതകളില്ലാതെ സുവ്യക്തതകളുടെ പടുവുകളിൽ കെട്ടിപ്പടുത്ത ഒരു മഹാപ്രസ്ഥാനമാണ്. വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ കൈകളിൽ തരുന്നത് ഈ ആശയത്തിന്റെ പൂർണ്ണരൂപമാണ്. അഥവാ കേരളത്തിന്റെ 100 കേന്ദ്രങ്ങളിൽ ഇതുപോലെ എക്സിബിഷൻ ആളുകൾ ഒരുക്കി അവിടെ വെച്ചിട്ടുള്ള ചാർട്ടുകളിൽ, പവനിയലിൽ, ആ പവനിയലുകളിൽ ഒരുക്കി വെച്ചിട്ടുള്ള ചാർട്ടുകളിൽ എഴുതിയ വചനങ്ങൾ അത് നിങ്ങൾക്ക് യോജിക്കാമെങ്കിൽ അത് മാത്രമാണ് വിശുദ്ധ ഖുർആനിൽ. ഖുർആനിന്റെ 1-ാം അധ്യായം മുതൽ 114 അധ്യായം അൽ ഫാത്തിഹ അത് മുതൽ ആരംഭിച്ച് അന്നാസ് വരെ
മനുഷ്യരെന്ന് പറയുന്ന 114-ാമത്തെ അധ്യായം വരെ ഒരൊറ്റ അധ്യായത്തിലും മാനവിക വിരുദ്ധമായ, ഹിന്ദു വിരുദ്ധമായ, ക്രൈസ്തവ വിരുദ്ധമായ അഥവാ ഒരു മതസമൂഹത്തെ എതിർക്കാൻ വേണ്ടി പറഞ്ഞ കേവല വാക്കുകൾ ആ വേദഗ്രന്ഥത്തിലില്ല. മറിച്ച് ആ വേദഗ്രന്ഥം ഏകദൈവ വിശ്വാസം എന്താണെന്ന് പഠിപ്പിച്ചു. ആരാണ് പ്രപഞ്ചത്തിന്റെ നാഥനെന്ന് കൃത്യമായി പഠിപ്പിച്ചു. യേശുക്രിസ്തു ദൈവമല്ലെന്ന് പഠിപ്പിച്ചു. യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനല്ലെന്ന് പഠിപ്പിച്ചു. യേശുക്രിസ്തുവിനെ 81 തവണ മനുഷ്യപുത്രൻ എന്ന് വിശേഷിപ്പിച്ച ബൈബിളിലെ അതേ വാചകം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ എടുത്തു ധരിച്ചു. പൂർവ്വവേദങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന മുഹൈമിനായി, മോഡറേറ്ററായി ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ ഒടുവിലത്തെ ഗ്രന്ഥമായി മാറി. ഏത് ഖുർആൻ? ഇന്ത്യയുടെ പാർലമെന്റിൽ വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് റഅദിന്റെ 11-ാമത്തെ വചനം ഇന്ത്യയുടെ പാർലമെന്റിൽ ഓഫ് ദ പീപ്പിൾ, ഓൺ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യ സഭ, ജനങ്ങളുടെ സഭ, അതാണല്ലോ ഇന്ത്യയുടെ ഡെമോക്രസി. ആ ഇന്ത്യയുടെ പാർലമെന്റിൽ വിശുദ്ധ ഖുർആനിന്റെ വാചകം എഴുതി വെച്ചിരിക്കുന്നു. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത ഓർക്കണം ബാല, സുരേന്ദ്ര ദേവദാസെ ഓർക്ക്, ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം ദൈവം അവരിൽ ഇടപെടുകയില്ല. നിങ്ങൾ വേണം നിങ്ങളെ തിരുത്താൻ, നിങ്ങൾ വേണം നിങ്ങളെ മാറ്റാൻ. നിങ്ങൾ മദ്യപാനം നിർത്താൻ തയ്യാറുണ്ടോ? ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങൾ വ്യഭിചാരം ഒഴിവാക്കാൻ തയ്യാറുണ്ടോ? ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങൾ വിഗ്രഹാരാധന ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ? ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങൾ വർഗീയത ഒഴിവാക്കാൻ തയ്യാറുണ്ടോ? നിങ്ങളിൽ ഐക്യമുണ്ടാകും. നിങ്ങൾ സാമ്പത്തിക രംഗത്തെ അരാജകത്വങ്ങളെ ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? സാമ്പത്തിക രംഗത്ത് നിങ്ങൾക്ക് ഭദ്രതയുണ്ടാകും. നിങ്ങൾ പലിശ ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് എക്കണോമിക്കൽ ക്രൈസിസ് ഉണ്ടാവില്ല. അവിടെ ദൈവത്തിന്റെ സഹായം ഉണ്ടാകും. ഇങ്ങനെ മനുഷ്യരോട് ജീവിതത്തെ കുറിച്ച് വിലയിരുത്താൻ നാക്കാലികളെ പോലെ ചത്തൊടുങ്ങുക. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നതാണ്. ജന്തുക്കളെ പോലെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഏതെങ്കിലും ഒരു മൃഗം യൂണിവേഴ്സിറ്റി നടത്തിയിട്ടുണ്ടോ സർ? ഏതെങ്കിലും ഒരു മൃഗം യൂണിവേഴ്സിറ്റി നടത്തിയിട്ടുണ്ടോ? കേരളത്തിൽ അറിയപ്പെട്ട ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഒരു പോത്തായിട്ടുണ്ടോ സാർ? ഇല്ല. ലോകത്തൊരു ജന്തുവും എഞ്ചിനീയറിംഗ് കോളേജ് നടത്തിയിട്ടില്ല. ലോകത്തൊരു ജന്തുവും ഹോസ്പിറ്റൽ നടത്തിയിട്ടില്ല. ലോകത്തൊരു ജന്തുവും എന്തുണ്ടാക്കിയിട്ടില്ല. ലോകത്തൊരു ജന്തുവും വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കിയിട്ടില്ല. ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ മക്കളെ പോറ്റാൻ ഏതെങ്കിലും ഒരു പോത്ത് പാസ്പോർട്ടുമായി വന്നിട്ടുണ്ടോ? എങ്കിൽ ലോകത്തെ മനുഷ്യരല്ലാത്ത ഏതെങ്കിലും ഒരു ജീവവർഗം സോമാലിയയിലെ എല്ലൊട്ടിയ മാംസമില്ലാത്ത കഴുകൻ റാഞ്ചി എടുക്കാൻ പാകതയിൽ, ജീവ് പോയാൽ റാഞ്ചി എടുക്കാൻ പാകതയിൽ കഴുകന്മാർ റാഞ്ചി എടുക്കുന്ന സോമാലിയയിലെ മക്കളെ കുറിച്ച് ഓർക്കുമ്പോ ഓർത്തു നോക്കിയേ, ഒരു മൃഗവും ലോകത്തെ പ്രകാരമില്ല. അത് തിന്നുന്നു, കുടിക്കുന്നു, ഭോഗിക്കുന്നു, അതിനാവശ്യമായ കെട്ടിടങ്ങൾ, അതിനാവശ്യമായ കൂട് നിർമ്മിക്കുന്നു, അതും ഇവിടെ ജീവിക്കുന്നു. മനുഷ്യനും അതുപോലെ തന്നെ. എന്നിട്ടും മനുഷ്യൻ മരണത്തോടുകൂടി ഈ ജീവിതം അവസാനിക്കുമെങ്കിൽ എന്തിന് LKG, എന്തിന് UKG, എന്തിന് വിദ്യാഭ്യാസം? ജന്തുക്കൾക്ക് വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടാണോ അവ ജീവിക്കുന്നത്? ബീവർ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടാണോ അത് കൂട് നിർമ്മിക്കുന്നത്? അത് കഷ്ടപ്പെട്ടിട്ടാണോ അത് നിർമ്മിക്കുന്നത്? ജന്തുക്കൾ തിന്നുന്നു, നമ്മളും തിന്നുന്നു. ജന്തുക്കൾ പ്രജനനം നടത്തുന്നു, നമ്മളും നടത്തുന്നു. ജന്തുക്കൾ കൂട് നിർമ്മിക്കുന്നു, നമ്മളും നിർമ്മിക്കുന്നു. അങ്ങനെ നിർമ്മിച്ച് ജീവിതം അങ്ങ് അവസാനിച്ചു പോകുന്നതാണ് ജീവിതമെങ്കിൽ മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി എന്തിന് ഇതര ജീവവർഗങ്ങളിൽ നിന്ന് വേർപെട്ടു നിൽക്കുന്നു എന്നത് അടിസ്ഥാനപരമായ പഠനമാണ്. അവിടെ മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവിയെ പുരസ്കരിച്ചുകൊണ്ട് വേദഗ്രന്ഥം, മാനവകുലത്തിന്റെ വേദഗ്രന്ഥം, മനുഷ്യരാശിയുടെ വേദഗ്രന്ഥം, ലോക ചരിത്രത്തിന്റെ അസാംസ്കാരികമായി ജീവിച്ച ഒരു ജനതയെ, സംസ്കാരത്തിന്റെ പൂജണ്ഡിഗിരിയിൽ നിന്ന ഒരു ജനതയെ സംസ്കാര സമ്പന്നതയുടെ ഉന്നത സോപാനങ്ങളിൽ കൊണ്ടുവച്ച അള്ളാഹുവിന്റെ ഗ്രന്ഥം. ആ ഗ്രന്ഥം മനുഷ്യനോട് പറയാ, വലക്കത് കറംന ബനി ആദം, വലക്കത് കറംന ബനി ആദം. ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു, നാം ബഹുമാനിച്ചിരിക്കുന്നു. ആദം സന്തതികളാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും. ഈ ഒരു അതിമനസ് ഇവിടെ ജീവിക്കുന്ന ഹിന്ദുവിനോട്, ഇവിടെ ജീവിക്കുന്ന മുസ്ലിമിനോട്, ഇവിടെ ജീവിക്കുന്ന ഏതേത് മതവിഭാഗത്തിൽപ്പെട്ടവനോടും മതമില്ലാത്തവനോടും ഇസ്ലാമിന്റെ സമീപനം എന്താണ്? അവൻ അള്ളാഹുവിന്റെ അടിമയാണ്. അള്ളാഹുവിന്റെ വായു ശ്വസിച്ച്, അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച്, അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്ന മനുഷ്യൻ. ആ മനുഷ്യനെ ഇസ്ലാം എങ്ങനെ നോക്കിക്കാണുന്നു? അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്റെ പൊന്നു മക്കളെ എന്നൊരമ്മ വിളിക്കുക.
മക്കളെല്ലാം ഒരേ സ്വരത്തിൽ എന്താണ് അമ്മേ എന്ന് ചോദിക്കുക. അതിനൊരു സുഖമുണ്ട്. എന്റെ പൊന്നുമോൻ ദേവാ എന്ന് മാത്രം, ആ ദേവനെ മാത്രം സ്നേഹിച്ച് ആ എന്റെ പൊന്നുമോൻ ദേവാ എന്ന് വിളിക്കുമ്പോൾ ബാക്കി മക്കൾക്കിടയിൽ എന്താ ഇവൻ അമ്മയുടെ അടുത്ത ഒരു പ്രത്യേകത, എന്താ അവനെ മാത്രം പൊന്നുമോനെ എന്ന് വിളിക്കാൻ? അതൊരു വർഗീയ ചിന്തയുടെ, മക്കൾക്കിടയിലുള്ള അസ്വാരസ്യങ്ങളുടെ കവാടമാണ്. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കൂ. ആർക്കെതിരെ? ആർക്കെതിരെ? സർവരാജ്യ മുതലാളിമാർക്കെതിരെ. സർവരാജ്യ മുതലാളിമാരെ സംഘടിക്കൂ. ആർക്കെതിരെ? സർവരാജ്യ തൊഴിലാളികൾക്കെതിരെ. വിശ്വ ഹിന്ദുക്കളെ നിങ്ങൾ ഒന്നാകൂ, വിശ്വ മുസ്ലിങ്ങളെ നിങ്ങൾ ഒന്നാകൂ. ആർക്കെതിരെ? ആർക്കെതിരെ? അവിടെയാണ് വിശുദ്ധ ഖുർആൻ, പടച്ചോന്റെ ഗ്രന്ഥം, പടപ്പുകൾക്ക് വേണ്ടി അവൻ നൽകിയ ഗ്രന്ഥം, 714 കോടി മനുഷ്യർക്കും അവൻ നൽകിയ ഗ്രന്ഥം അവരെ വിളിക്കുകയാണ്. കേട്ടോളൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ സർവരാജ്യ തൊഴിലാളികളെ എന്നല്ല, പാശ്ചാത്യരെ എന്നല്ല, പൗരസ്ത്യരെ എന്നല്ല, കമ്മ്യൂണിസ്റ്റുകാരെ എന്നല്ല, ലീഗുകാരെ എന്നല്ല, സുന്നി മുജാഹിദെ എന്നല്ല, മനുഷ്യരെ ആ വിളി. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ് വഅബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 21-ാമത്തെ വചനം. യാ അയ്യുഹന്നാസ് ഖുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ. 2-ാം അധ്യായം 168-ാമത്തെ വചനം. നോക്കൂ, വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായത്തിലെ 213-ൽ പറയാൻ കാനന്നാസു ഉമ്മത്തൻ വാഹിദ, മനുഷ്യ സമുദായം ഒരേക സമുദായമായിരുന്നു. യാ അയ്യുഹന്നാസ്, വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം 1-ാമത്തെ വചനം. അല്ലയോ മനുഷ്യരെ, അല്ലയോ മനുഷ്യരെ എന്ന ഈ വിളി കാതോർക്കേണ്ടവരാണ് ഇവിടെയുള്ള മനുഷ്യർ. തീർന്നില്ല. യാ അയ്യുഹന്നാസ് മാ ഖുർറക ബിറബ്ബിക്കൽ കരീം, 82-ാം അധ്യായം 6-ാമത്തെ വചനം. തീർന്നില്ല. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ഖുർആനിലെ 49-ാം അധ്യായം 13-ാമത്തെ വചനം. തീർന്നില്ല. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, വിശുദ്ധ ഖുർആൻ വീണ്ടും വിളിക്കുകയാണ്. 82-ാം അധ്യായം 85-ാം അധ്യായം 6-7 വചനങ്ങളിൽ. 84-ാം അധ്യായത്തിൽ വീണ്ടും വിളിക്കുകയാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ. അങ്ങനെ ആവർത്തിച്ച് 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 മനുഷ്യരെ മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് ഖുർആൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ആ കാര്യം? ദി ലൈറ്റ്, ഈ പ്രകാശം എന്താണ്? മുട്ടുപിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ, കണ്ടെത്തും, ചോദിപ്പിൻ, നൽകപ്പെടും എന്ന് പറയുന്ന പ്രഖ്യാപനം ബൈബിളിൽ കാണാം. ഓം അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. വേദത്തിന്റെ അന്തസാരമായി നമ്മൾ കേട്ടിട്ടുള്ള വാചകം ഓം അസതോമാ സദ്ഗമയ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, നശ്വരമായ ഈ ജീവിതത്തിൽ നിന്ന് അനശ്വരമായ ഒരു ജീവിതത്തിലേക്ക്. അദോവ പ്രാപ്സസി സ്വർഗം ജിദോവ മോക്ഷസി മഹിം തസ്മാ ദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിക്ഷയ. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം 37-ാമത്തെ വചനം. അങ്ങനെ മരണത്തിനു ശേഷമുള്ള ഒരു ജീവിതത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കാൻ ആളുകൾ പലപ്പോഴും ചോദിക്കുന്നു, മരണത്തിന് ശേഷം ഒരു ജീവിതമോ? എന്നോട് എന്നെ സംസാരിച്ച സാറും ചോദിച്ചു, മരണത്തോടുകൂടി അവസാനിക്കുന്ന ഈ ജീവിതമല്ലേ? പിന്നെ എന്ത് മിത്തുകൾ, പിന്നെ എന്ത് മതം? എത്ര എളുപ്പത്തിൽ കഴിഞ്ഞു മനുഷ്യൻ എന്ന് പറയുന്ന. അപ്പൊ എന്റെ കൂട്ടുകാരൻ കരീമി ചോദിച്ചു, അല്ല സർ, 5 പേരെ കൊന്ന ഒരുത്തന് ഇന്ത്യൻ ഭരണകൂടം എങ്ങനെ ശിക്ഷ നൽകുക? ഒറ്റ പ്രാവശ്യം കൊന്നുകൊണ്ട്. അപ്പൊ 5 പേരെ കൊന്നവനെ ഒരു പ്രാവശ്യം കൊന്നാൽ അത് നീതിയാകുമോ സാർ? അപ്പൊ സാറ് പറയുന്നില്ല. അപ്പൊ 5 പേരെ കൊന്നവനെ 5 തവണ കൊല്ലുന്ന ഒരു പ്രക്രിയ ലോകത്തുണ്ടെങ്കിൽ അത് വരാൻ ആരും ആഗ്രഹിക്കില്ലേ സാർ? അയാൾ പറഞ്ഞു അതെ. അങ്ങനെ ഒരു ലോകത്തെ കുറിച്ചുള്ള പഠനം അതെന്തേ നടക്കാത്തത്? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാനും നിങ്ങളും ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ. 39 വയസ്സെനിക്കായി. 39 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനില്ല, എന്റെ ഈ രൂപമില്ല, എന്റെ ഈ മുഖഭാവമില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വ്യത്യസ്ത ടൈപ്പല്ലേ? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മളില്ലാത്തൊരു കാലത്തിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ച ശുദ്ധ ശൂന്യതയിൽ നിന്ന് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചവൻ വീണ്ടും നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവില്ലാത്തവനാണ് എന്ന് പറയലാണോ ബുദ്ധി? അല്ല, വീണ്ടും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കലാണോ ബുദ്ധി? എല്ലാരോടും പ്രസംഗിക്കാൻ വേണ്ടി പ്രസംഗിച്ചിട്ടില്ല, ഒരു കാലത്തും പ്രസംഗിക്കാൻ വേണ്ടി ചിന്തിച്ചിട്ടില്ല. പരിവർത്തനദായകമായ ചിന്താബന്ധുരമായ ഇസ്ലാമിക പ്രബോധന കർമ്മപാതയിൽ ജീവിതത്തിൽ വെട്ടിത്തുറന്ന ഹൃച്ചുവായ പാത തുറന്ന പ്രവാചകന്മാരുടെ പ്രബോധന ശൃംഖലയിൽ നിന്നുകൊണ്ടാണ്, പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാർ വെട്ടിത്തുറന്ന പാതയിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. മരണത്തോടുകൂടി അവസാനിക്കുന്നതല്ല ഈ ജീവിതം. ഇത് ചുമ്മാ പറയുന്നതല്ല. ഇത് നമ്മളൊക്കെ ആലോചിച്ച്, ഏതൊരു സ്ത്രീയും ഏതൊരു പുരുഷനും അവർ ജനിക്കുന്നതിന് മുമ്പ് ഒരു കാലം ആരവരെ സൃഷ്ടിച്ചു?
അവൻ വീണ്ടും സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ കഴിയും? ഈ സ്പീച്ചിങ് സ്റ്റാൻഡിന്റെ വ്യത്യസ്ത ദിക്കുകളിൽ ആണിയിട്ടുറപ്പിച്ചിരിക്കുകയാണിത്. ഇതിന്റെ ആണികൾ ഓരോന്ന് നമ്മൾ വലിച്ചെടുത്താൽ ഇതിനെ നമുക്ക് വേർപെടുത്താം. ഒരു മരമായിരുന്ന ആ മരത്തെ വെട്ടിമുറിച്ച് പലകകളാക്കി ഈർച്ചമില്ലിൽ കൊണ്ടുപോയി പലകകളാക്കി ആശാരിയുടെ കരവിരുതിന് വിധേയമായി കാർപ്പൻറ്റർ രൂപപ്പെടുത്തി ഇതൊരു ഇളകാത്ത സ്പീച്ചിങ് സ്റ്റാൻഡാക്കി നമ്മുടെ മുമ്പിൽ വെച്ചതെന്ന് ഇതിന്റെ ആണിയൂരി ഇതിനെ റീഫിറ്റ് ചെയ്യാൻ പിന്നെ കഴിയില്ല എന്ന് പറയാൻ ഏത് ബടയനാ സാധിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഗൗരവമായ ഒരു ജീവിതം നിങ്ങളുടെ മുമ്പിൽ ഇട്ടു തരാനാണ് ഞാൻ ഈ പ്രസംഗത്തെ രൂപപ്പെടുത്തിയത്. നമുക്ക് മരിക്കണം. മരിച്ചതിന് ശേഷം എന്ത്? കഴിഞ്ഞ ദിവസം ഏനപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന, മംഗലാപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ചിത്ര എന്ന് പറയുന്ന പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്ക എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന ചിത്ര എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ്. എനിക്കറിയില്ല ആ കുട്ടിയെ. ഞാനിത് പച്ചയായി പറയും. ആ കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സർ, ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണം. രാത്രി എന്റെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് വിളിച്ചതാണ്. എന്റെ മെസ്സേജ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകില്ലെങ്കിൽ എനിക്കൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല സർ. എനിക്ക് ജീവിതത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് എനിക്ക് സമാധാനമില്ല. കാരണം ഞാൻ ഏറെ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചൊരു കുട്ടിയാണ്. എനിക്ക് നീതി നേടിത്തരാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് സാധിക്കില്ല. എന്റെ മനസ്സിനൊരു സ്വസ്ഥതയില്ല. അങ്ങനോടൊന്ന് സംസാരിക്കണം പ്ലീസ് എന്ന് പറഞ്ഞവളുടെ മെസ്സേജ് കണ്ട രാത്രിയിൽ ഞാൻ അവളെ വിളിച്ചു സംസാരിച്ചു. ചിത്ര, എന്താ നിന്റെ പ്രയാസം? എന്താ നിന്റെ പ്രശ്നം? മനുഷ്യരിൽ ഇടപെട്ട മതം. ഞാൻ അതുകൊണ്ടാണ് പരസ്യമായി പറയുന്നത്. ഈ നാട്ടിലെ ആത്മഹത്യ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് ഹൈന്ദവരാണ്. അവരെ രക്ഷപ്പെടുത്താൻ ഇനി ഒരു പ്രവാചകൻ വരാനില്ല, ഇനി ഒരു വാൽമീകി മഹർഷിയില്ല, ഇനി ഒരു ഋഷീശ്വരന്മാർ വരാനില്ല. ചൂഷകരായ, വഞ്ചകരായ, മതത്തെ വിറ്റ് കാശുണ്ടാക്കുന്ന ആളുകളാണ് ഇനി ഹിന്ദു മതത്തിലും ഇസ്ലാമിക സമൂഹത്തിലുമൊക്കെ പൗരോഹിത്യമായി കടന്നു വരുന്നത്. നാം കാണുന്നത് അവിടെ രക്ഷപ്പെടുത്തണം. ഒരു ചിത്രയും ആത്മഹത്യ ചെയ്യരുത്, ഒരു ദേവിയും ആത്മഹത്യ ചെയ്യരുത്, ഒരു വനിതയും ആത്മഹത്യ ചെയ്യരുത്, ഒരു പുരുഷനും ആത്മഹത്യ ചെയ്യരുത്. മദ്യപിച്ച് ഈ കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ നാടിന്റെ തൊട്ടടുത്ത് മദ്യപിച്ച് പരസ്പരം വാക്കേറ്റമുണ്ടായി. കത്തി കൊണ്ട് കുത്തി മലർത്തിയിട്ട് അവനെ കെട്ടിത്തൂക്കി. അവൻ തൂങ്ങി മരിച്ചതാണ് വരുത്തി തീർക്കാൻ. ഇങ്ങനെയുള്ള ഒരു ലോകം, ഈ ലോകത്തെ മാറ്റാൻ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഈ ചോദ്യമാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. ഈ സമൂഹം നന്നാകണം, മദ്യമില്ലാത്തൊരു രാജ്യമുണ്ടാകണം. അങ്ങനെ ഉണ്ടായി, അങ്ങനെ ഒരു രാഷ്ട്രം ഭരിച്ച പ്രവാചകൻ അനുയായികളായ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു രാഷ്ട്രമുണ്ടോ? നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു രാഷ്ട്രമുണ്ടോ? വേശ്യാലയമില്ലാത്ത, പലിശാലയമില്ലാത്ത ഒരു രാജ്യത്തെ രൂപപ്പെടുത്തിയ ഒരു ഭരണാധികാരിയെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ? പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയല്ലാതെ കഴിയുമോ? എന്റെ ചോദ്യത്തിന് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് ദാർശനികന് ഇതാ കാർൽ മാർക്സിന്റെ രാജ്യം എന്ന് പറയാൻ, ഇതാ ചൈന, റഷ്യ എന്ന് പറയാൻ, ക്യൂബ എന്ന് പറയാൻ? ഇല്ല, ഇല്ല, ഇല്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അവിടെ വേശ്യാലയങ്ങൾ വർദ്ധിതമായ തോതിൽ വർദ്ധിച്ചത് എപ്പോഴാണെന്നറിയോ? കമ്മ്യൂണിസ്റ്റ് റഷ്യ പരാജയപ്പെട്ട് അവിടുത്തെ പെണ്ണുങ്ങൾ ഉടുതുണി ഉരിയാൻ ആരുടെ മുമ്പിലും മടിക്കെട്ട് ഉരിഞ്ഞു കൊടുക്കാൻ മടിയില്ലാത്ത റഷ്യയിലെ ആളുകൾ UAE-യിലേക്ക് പ്രവേശിച്ചപ്പോഴാണ്, ബഹ്റൈനിലേക്ക് പ്രവേശിച്ചപ്പോഴാണ്. ഞാനിത് വെറുതെ പറയുകയല്ല. എന്തേ? അവരുടെ മുമ്പിൽ ഒരു ജീവിത മാതൃകയില്ല. അവർക്ക് മാതൃക കാണിക്കാൻ ഒരാളില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മദ്യമുക്തമായ ഒരു ലോകത്തിന് വേണ്ടി ചിന്തിച്ചാൽ കാർൽ മാർക്സിൽ അതിന് മാതൃകയില്ല. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. കാർൽ മാർക്സിന്റെ ആത്മഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന വാചകമുണ്ട്. അതെന്താണ്? ഞാൻ എന്റെ സർവകലാശാലയിൽ ഞങ്ങൾ മുഴുകുടിയന്മാരായിരുന്നു. മൂക്കറ്റം കുടിച്ച എന്നെ എന്റെ സർവകലാശാല പുറത്താക്കി. എന്റെ സർവകലാശാല ഒരു സർവകലാശാലയായിരുന്നു, അതോടൊപ്പം ഒരു മദ്യശാല കൂടിയായിരുന്നു. കാർൽ മാർക്സിന്റെ വാക്കുകളാണ്. കാർൽ മാർക്സ് പറഞ്ഞു, ഞങ്ങളെ തുറങ്കലിൽ അടച്ചു മദ്യപിച്ചതിന്റെ പേരിൽ യൂണിവേഴ്സിറ്റിയിൽ. ആ തുറങ്കലിൽ എന്റെ കൂട്ടുകാരൊക്കെ മദ്യപാനികളായിരുന്നു. തീർന്നില്ല, കള്ളുഷാപ്പിൽ കയറി മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിന്റെ പേരിൽ പോലീസ് എന്നെ ഓടിച്ചിട്ടിടിച്ചു എന്ന് കാർൽ മാർക്സ് പറയും. അദ്ദേഹത്തെ കണ്ടിട്ട് മദ്യമുക്തമായ ഒരു രാജ്യം ലോകത്തുണ്ടാവോ?
ആവട്ടെ പോകട്ടെ, കുടിക്കട്ടെ, എന്തുമാകട്ടെ എന്നതായിരുന്നല്ലോ മാറി മാറി വന്ന നമ്മുടെ സർക്കാരുകളുടെ അവസ്ഥാവിശേഷം. മദ്യത്തിൽ നിന്നുള്ള കോടികൾ കൊണ്ടാണ് നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? മഹാത്മാഗാന്ധി ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ആഘോഷിക്കുമ്പോ മദ്യമുക്തമായ ഒരു ലോകം മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടു. നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? മദ്യമില്ലാത്ത ഒരു രാജ്യം ഭരിച്ച ഏക ഭരണാധികാരിയുടെ പേര് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലം, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി. ഏതസ്മിന്നന്തരേ മ്ലേച്ഛാചാര്യണ സമുന്നിത മഹാമതിദിഖ്യാത ശിഷ്യശാഖ സമുന്നിതം എന്ന് പറഞ്ഞ ആ പ്രവാചക തിരുമേനിക്കല്ലാതെ ഒരൊറ്റ കുട്ടി മദ്യപിക്കാത്ത ഒരു രാഷ്ട്രം, ചാരായ ഷാപ്പില്ലാത്ത ഒരു രാഷ്ട്രം മദീന. മദീന ആലോചിച്ചിട്ടുണ്ടോ? മുഹമ്മദ് നബിയുടെ മൂക്കിനതായ മദ്യപിക്കാത്ത മനുഷ്യകുലത്തെ വാർത്തത് എങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ നിരീശ്വരവാദികളോടും യുക്തിവാദികളോടുമാണ് ചോദ്യം. നിങ്ങൾ നെടുവീർപ്പിട്ടത് കേൾക്കണം. നിങ്ങളുടെ രക്ഷ, നിങ്ങൾ നശിച്ചുപോകരുത്, നിങ്ങളും രക്ഷപ്പെടണം. അത് ഞങ്ങള് ഇസ്ലാഹി പ്രസ്ഥാനം എന്തിന്? ഇസ്ലാഹി പ്രസ്ഥാനം എന്തിന്? ഇസ്ലാഹി പ്രസ്ഥാനം ഇല്ലായിരുന്നെങ്കിൽ എന്നതാ 14-ാം തീയതി വിഷയം. എന്തിനാ തെരഞ്ഞെടുത്തത്? കേരളക്കരയിൽ ഇസ്ലാഹി പ്രസ്ഥാനം ഇല്ലായിരുന്നെങ്കിൽ. എന്തേ ഇല്ലാത്തത്? ഇസ്ലാഹി പ്രസ്ഥാനം നിങ്ങൾക്കറിയോ? ആരാ നമ്മുടെ ഫയാസ്, ആരാ സഫാസ്, ആരാ തടിയന്റെ ഇവിടെ നസീർ? മാനവികത ഉണർത്തുക എന്നുള്ള ഒരു ബോർഡ് കാണില്ലേ ഇവിടെ? ആ ഉസ്താദിന്റെ ശിഷ്യനായിരുന്നു തടിയന്റെ ഇവിടെ നസീർ. ആ ഉസ്താദിന്റെ മാനവികത ഉണർത്തിയ ഉസ്താദിന്റെ ടൈഗർ സുന്നി നയിച്ച നേതാവായിരുന്നു തടിയന്റെ ഇവിടെ നസീർ. മനസ്സിലായോ? ഞാൻ ആ ഭാഗത്തേക്കൊക്കെ പിന്നീട് വരുന്നുണ്ട്, സമയമുണ്ടെങ്കിൽ. ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്ന് ദാ ഒരു ജില്ലാ സെക്രട്ടറി, ഒരു മണ്ഡലം പ്രസിഡന്റ് തീവ്രവാദിയായിട്ട് വിയ്യൂർ ജയിലിൽ കിടക്കണില്ല. ഇല്ല. ഒരു കർണാടകയിലും കിടന്നിട്ടില്ല, ഒരു കോയമ്പത്തൂരും കിടന്നിട്ടില്ല, ഒരു യൂണിറ്റിലെ ചെറു മെമ്പർ പോലും കിടന്നിട്ടില്ല. എന്തല്ലാത്തത്? അതോ ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം അവർക്ക് കൊടുത്ത ടീച്ചിങ് എന്താ? ടീച്ചിങ് മോനെ അത് സുബ്രഹ്മണ്യൻ RSS കാരനാ, പക്ഷേ ആദമിന്റെ മോനാ, നബി കുടുംബത്തിൽ ജനിച്ച ആളാ, നബീന്റെ മക്കളാ, സഹോദരങ്ങളാ. ഓന്റെ ആദർശത്തിൽ ചില തകരാറുണ്ട്, ദാറ്റ്സ് ഓൾ. പക്ഷേ ഓ മനുഷ്യനാണ്. മനുഷ്യ സമുദായം ഒരു ഏക സമുദായമായിരുന്നു. വർഗീയതയുടെ തത്വശാസ്ത്രം വേരോടെ പെയ്തെറിഞ്ഞ പ്രസ്ഥാനം വാക്കുകളിലല്ല, സ്റ്റേജുകളിൽ, പേജുകളിലല്ല, നെഞ്ചകത്താണ് കുത്തിവെച്ചിരിക്കുന്നത്. അറിയോ എന്തേതുണ്ടായത്? ഖുർആൻ വായിച്ചു, പഠിച്ചു, ലോകത്തിനു മുമ്പിൽ ഒരു വലിയ മുസ്ലിയർ ഈ എക്സിബിഷൻ കണ്ടു. അയാൾ മുജാഹിദല്ല, സുന്നി കുടുംബത്തിൽ ഒരു വലിയ മുസ്ലിയർ. അയാൾ ഇത് കണ്ടിട്ട് എഴുതി വെച്ചു, ഇതൊരു അത്ഭുതമായിരിക്കുന്നു, എന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു, ഞാനിതാ ഈ സമ്മേളനത്തെ, ഈ എക്സിബിഷനെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഇவ்விധത്തിൽ സംഘടിപ്പിക്കാൻ നിങ്ങൾക്കല്ലാതെ വേറൊരു സമൂഹത്തിനും ആവില്ല എന്ന് അയാൾ എഴുതി വെച്ചിരിക്കുന്നു. എന്റെ കൈകളിലുള്ള ചാർട്ടുകളിലൂടെ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചാൽ എന്തിന്? നിങ്ങൾക്കറിയാം, കോഴിക്കോട് ജില്ലയിലെ തടമ്പാട്ടുതായത്താണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ സാൽവേഷൻ നടന്നത്. മാനവ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇത്ര സംഘടിതമായ ഒരു മതത്തിന്റെ പ്രബോധനം, ഇത്ര ഉജ്ജ്വലമായ ഒരു പ്രബോധനം വേറെ നടന്നിട്ടുണ്ടാവില്ല കാലഘട്ടത്തിൽ. ആ തടമ്പാട്ടുതായ സാൽവേഷനിൽ പങ്കെടുത്ത BJPയുടെ മുൻ പ്രസിഡന്റ് ശ്രീധരൻ പിള്ള ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. സഹയാത്രികനായി പലപ്പോഴും ഞങ്ങളുടെ വേദിയിൽ വരാറുള്ള ശ്രീധരൻ പിള്ള എഴുതി വെച്ചു. ശ്രീധരൻ പിള്ള മുക്തകണ്ഠം പറഞ്ഞു, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടായി. എന്റെ തെറ്റിദ്ധാരണകളുടെ ഭണ്ഡാരം കെട്ട് ഒന്നൊന്നായി പൊട്ടിപ്പോയി. ഈ സാൽവേഷൻ നഗരിയിലെ ചാർട്ടുകളിലൂടെ ഞാൻ വായിച്ചപ്പോ എനിക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികളിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തീർന്നുകൊണ്ടേയിരുന്നു. എറണാകുളം സ്റ്റേറ്റ് സമ്മേളനം നെഹ്റു സ്റ്റേഡിയം പല തോന്നിയാസങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു. 2 മഹാസമ്മേളനങ്ങൾ, ഒന്നൊരു സാൽവേഷനാണ്, ഒന്ന് മുജാഹിദ് സമ്മേളനമാണ്. ആ 2 സമ്മേളനങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീധരൻപിള്ള വീണ്ടും എഴുതി വെച്ചു, ഞാന് ഇതാണ് ഇസ്ലാമെങ്കിൽ ആ ഇസ്ലാമിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അത് പറയുന്നതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പില്ല. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നിയമസഭയിലെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത തോമസ് ഐസക് അദ്ദേഹം എഴുതി വെച്ചു, സാൽവേഷൻ നഗരിയിൽ ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ കുറിച്ച്. നേരത്തെ മജീദ് സ്വലാഹി പറഞ്ഞല്ലോ, ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥ ലോകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ ലോകാടിസ്ഥാനത്തിൽ എക്കണോമിക്കൽ ക്രൈസിസ് നേരിട്ടപ്പോ സൗദി മാത്രമാണ് പിടിച്ചു നിന്നത്. എന്തുകൊണ്ട്? ഇസ്ലാമിന്റെ നിയമങ്ങൾ ഒരു പരിധിവരെ നടപ്പാക്കാൻ ആഗ്രഹമുള്ള പണ്ഡിതന്മാരാൽ നയിക്കപ്പെട്ട ഒരു സൊസൈറ്റി, തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു രാജ്യം, ഖുർആനിന്റെ സുന്നത്തിന്റെ സുന്ദരമായ വചനങ്ങൾ അനുസരിച്ച് ശിക്ഷാമുറകൾ നടപ്പാക്കുന്ന സൗദി അറേബ്യ ലോകത്ത് താരതമ്യേന എല്ലാ തിന്മകളിലും ഏറ്റവും താഴെ നിൽക്കുകയാണ്. അഥവാ നന്മ പ്രോജ്വലിച്ചു നിൽക്കുകയും തിന്മ ഏറ്റവും കുറവുള്ള രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സൗദി അറേബ്യയാണ് എന്ന വസ്തുത നിങ്ങൾക്ക് മനസ്സിലാകണം. സ്വർണ്ണപ്പീടി അടക്കാതെ, മാർക്കറ്റുകൾ അടക്കാതെ, കോടികളുടെ ഖജനാവുകളുള്ള കടകൾ ഷട്ടറിടാതെ, പൂട്ടാതെ, കാവലുകാരെ നിർത്താതെ, ആ ഹറമിലെ ബാങ്കൊലി കേട്ട് നമസ്കരിക്കാൻ പോകുന്ന സുരക്ഷിതത്വം, ബലതന്നാമിന, ആ നിർഭയത്വത്തിന്റെ പട്ടണം, അതുണ്ടാക്കിയ യുദ്ധക്കെടുതികളില്ലാത്ത, ഒരു ചെടിയുടെ ഇതൾ പോലും പറിക്കാത്ത, ഒരു പൂച്ചയെ ആട്ടി ഓടിക്കാത്ത ആ ഹറമിന്റെ നിർഭയത്വമുണ്ടല്ലോ, ആ നിർഭയത്വമാണ് മതം ലോകത്തിന് സമ്മാനിച്ചത്. കൊല്ലാനല്ല, തല്ലാനല്ല, കത്തിയെടുക്കാനല്ല, പിച്ചാത്തിയെടുക്കാനല്ല, സ്നേഹത്തിന്റെ, ആർദ്രതയുടെ, അലിവിന്റെ ഒരു പുതിയ ലോകം. അതാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെ നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുത്തി. പ്രതിഷേധങ്ങൾ ഉണ്ടാവാം, എതിർപ്പുകൾ ഉണ്ടാവാം, പരിഹാസങ്ങൾ ഉണ്ടാവാം, എല്ലാവർക്കും ഉണ്ടാവാം, എല്ലാവർക്കും. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനം നടത്തിയിട്ടുള്ള ഏതേത്, ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, ബാബരി മസ്ജിദ് പൊളിച്ചു. ബാബരി മസ്ജിദ് പൊളിച്ച അതേ മാസം ലോകത്തിന്റെ ചരിത്രത്തിൽ ഇത്ര സംഘടിതമായ ഒരു സമ്മേളനം മുജാഹിദുകളല്ലാതെ ആരാ വെച്ചത്? ബാബരി മസ്ജിദ് പൊളിച്ച 992. ആ ഡിസംബർ 6 ശേഷം 24, 25, 26, 27 ദിവസം മുജാഹിദ് പ്രസ്ഥാനം സമ്മേളനം നടത്തി. എവിടെ? പാലക്കാട് കോട്ടമൈതാനിയിൽ. ആ സമ്മേളനത്തിൽ അത് നടക്കരുത് എന്ന് തീരുമാനിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായി. കേന്ദ്ര ഗവൺമെന്റ് വരെ ആ സമ്മേളനം പക്ഷേ കുഴപ്പമുണ്ടാക്കുക. കാരണം മുസ്ലിം ഭൂരിപക്ഷം ഒന്നിക്കുന്നിടത്ത് അതൊരു വലിയ വിഷയമാവും എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ അതുവരെ, അതായത് ബാബരി മസ്ജിദ് പൊളിക്കുന്നതിന്റെ 6 മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനം മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്നൊരു ഒരു സമ്മേളനത്തിന്റെ പ്രമേയം സ്വീകരിച്ചിട്ട്. ഞാൻ പറയുന്നത് മതം മനുഷ്യ സൗഹാർദ്ദത്തിന് ഈ പ്രമേയം കേട്ടവരൊക്കെ മനസ്സിലാക്കി കേരളത്തിൽ ഈ സമ്മേളനം നടക്കലാ ഉപകാരം, നടക്കാതെ പോകലല്ല, അത് നടക്കലാണ്. എന്നിട്ട് എന്തുണ്ടായി? കേന്ദ്ര ഗവൺമെന്റുമായി സ്റ്റേറ്റ് ഗവൺമെന്റ് ബന്ധപ്പെട്ടു. ഈ സമ്മേളനം നടക്കണം. ആരുടെ സമ്മേളനം? മുജാഹിദുകളുടെ സമ്മേളനം. ഏത് മുജാഹിദ്? ജമാഅത്തെ ഇസ്ലാമി പോറ്റി വളർത്തിയ ഹിസ്ബുൽ മുജാഹിദീൻ എന്ന കാശ്മീർ തായ്വരയിലെ യുദ്ധക്കൊതിയന്മാരായ ആളുകളാണോ? അല്ല. മുജാഹിദ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണയാണ്. ഡക്കാൻ മുജാഹിദ് ഇപ്പൊ തുടങ്ങിയാണ്. എന്താ ഈ മുജാഹിദ്? നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനം, ഞങ്ങളുടെ പ്രസ്ഥാനം. മുജാഹിദ് എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ പേര് എന്നെ മുജാഹിദ്. എന്റെ ബാപ്പ എനിക്ക് മുജാഹിദ് എന്ന് പേരിട്ട് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? എന്റെ കയ്യിൽ AK-47 എടുത്ത് തന്നിട്ടല്ല. എന്റെ ബാപ്പ എന്നെ ആദ്യം പഠിപ്പിച്ചത് ഒരു പിച്ചാത്തി ഒരു മനുഷ്യന്റെ നേരെ നീട്ടിയാൽ ആകാശത്തിലെ മുഴുവൻ പട്ടാളവും മോനെ നിന്നെ ശപിക്കുന്നുള്ള വാചകം പഠിപ്പിച്ചു. ഞാൻ പറയുന്നത് മുജാഹിദ് എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താ അറിയോ? ധർമ്മസമരം ചെയ്യുന്നവൻ, ധർമ്മത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവൻ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. അല്ലാതെ ഹിന്ദുവിന്റെ പണ്ടത്ത് കത്തി കയറ്റിയവനല്ല. അല്ല, മുജാഹിദ് എന്ന് പറഞ്ഞാൽ ധർമ്മസമരം ചെയ്യുക, ധർമ്മത്തിന് വേണ്ടി നിലനിൽക്കുക, നവോത്ഥാനത്തിന് വേണ്ടി നിലനിൽക്കുക, അതാണ് മുജാഹിദ്. എന്നാൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന യുദ്ധ പോരാളികളെയും അറബിയിൽ മുജാഹിദുകൾ എന്നാ പറയാ, യോദ്ധാക്കൾ. മനസ്സിലായോ? ആ സന്ദർഭത്തിൽ അത് ഫിറ്റാണ്. ഏത് കാര്യം അങ്ങനെയാണ്, എന്തൊരു സംഗതി. അല്ലാതെ മുജാഹിദ് എന്ന് പറഞ്ഞാൽ ആളുകളെ കൊല്ലുന്ന ആളുകൾ, ബോംബിടുന്ന ആളുകൾ എന്നല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പാലക്കാട് കോട്ട മൈതാനിയിൽ 4 ദിവസം സമ്മേളനം നടന്നു. ആ സമ്മേളനം കലക്കാൻ മുസ്ലിങ്ങൾ ഒരു വിഭാഗം തീരുമാനിച്ചു. നിങ്ങൾ ആലോചിക്കണം, ആ സമ്മേളനം സമാധാനപരമായി നീങ്ങാൻ അന്ന് കെ കരുണാകരൻ ജീവിച്ചിരിക്കുന്ന കാലം, അദ്ദേഹം മുഖ്യമന്ത്രിയായ കാലം അദ്ദേഹം വന്നു. അതുപോലെ വീരേന്ദ്രകുമാർ മന്ത്രിയായ കാലം ഒരുപാട് ആളുകൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരുപാട് രാഷ്ട്ര നായകന്മാർ വന്നു, ഓൾ ഇന്ത്യ ലെവലിലെ നേതാക്കന്മാർ വന്നു, അവിടെ പങ്കെടുത്തു. ആ ജനങ്ങൾ ഒരു പിൻ ഡ്രോപ്പ് സൈലൻസിൽ. എന്നിട്ട് ഏറ്റവും അത്ഭുതകരമായ 2 കാര്യം ഞാൻ നിങ്ങളോട് പറയാം. പാലക്കാട് കോട്ട മൈതാനിയുടെ ചുറ്റുവട്ടത്തുള്ള ടൗണുകളിലെ കടയിലുള്ള ആളുകൾ എന്നോട് അക്കാലഘട്ടത്തിൽ ചോദിച്ച ചോദ്യങ്ങളിലൊന്ന്, എപ്പോഴാ നിങ്ങളുടെ പ്രകടനം?
എപ്പോഴാണ് നിങ്ങളുടെ പ്രകടനം? കാരണം ഞങ്ങൾക്കൊക്കെ ഒന്ന് സ്വസ്ഥാകണം, കടയൊക്കെ അടച്ചൊന്ന് പോകണം, ഞങ്ങൾക്കൊക്കെ ഒന്ന് ഒതുങ്ങണം. കാരണം ഇത്ര ലക്ഷം ആളുകൾ പങ്കെടുക്കുന്നത് ഒരു പ്രകടനം നടത്തിയാൽ ഈ ടൗൺ ബ്ലോക്ക് ആവും, ഒരുപാട് മണിക്കൂർ ബുദ്ധിമുട്ടും. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഒട്ടും ബുദ്ധിമുട്ടില്ല. അതെന്തെന്ന് ചോദിച്ചു, നിങ്ങളെ പ്രകടനം ആകാശത്തിലാണോ എന്ന് ചോദിച്ചു. അല്ല, ഞങ്ങൾക്ക് പ്രകടനം തന്നെ അല്ല. പിന്നല്ലേ പ്രശ്നം, നാഗത്തിങ്ങലാന എന്നെ കുത്തൂലാർ. അപ്പൊ ചോദിച്ചു അതെന്താ മൂപ്പിലാലേ? ഒന്നുമില്ല, നാഗത്തിങ്ങലാന ഉള്ളിടത്തിലേക്ക് ഞാൻ പോവില്ല. പിന്നല്ലേ കുത്തുന്ന പ്രശ്നം. പിന്നെയല്ലേ കുത്തുന്ന പ്രശ്നം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് ചങ്ങരംകുളത്തെ സമ്മേളനം കഴിഞ്ഞ് എറണാകുളത്തെ സമ്മേളനം, അന്ന് ഈ ട്രാഫിക് ഉദ്യോഗസ്ഥന്മാരിലെ ഏറ്റവും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ AP അബ്ദുൽ ഖാദർ മൗലവിനോട് ചോദിച്ചു, മൗലവി ഒന്നുമില്ലേ, ഒരു അറിവിന് വേണ്ടി ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെ ഈ ജനതയെ മെരുക്കി? അപ്പൊ AP അബ്ദുൽ ഖാദർ മൗലവി ചോദിച്ചു, അതെന്തേ? ഒന്നില്ല, ഒരു 10 മിനിറ്റ് പോലും ഞങ്ങൾക്കാർക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല, എല്ലാം നിങ്ങളെ കുട്ടികൾ ചെയ്തു. ഒരു 10 മിനിറ്റ് പോലും ഒരു വാഹനം ഇവിടെ ബ്ലോക്ക് ആയില്ല. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകളും പങ്കെടുത്തു, ആയിരക്കണക്കിന് വാഹനങ്ങളും പങ്കെടുത്തു. ഇതെങ്ങനെ സാധിച്ചു എന്ന് AP അബ്ദുൽ ഖാദർ മൗലവിനോട് ചോദിച്ചു. മൗലവി സാധാരണ ചിരിച്ച് തമാശയിടും. മൗലവി ഒറ്റ കാര്യം പറഞ്ഞു, അതെ, ഞങ്ങൾ അവരെ നേതാക്കന്മാര്, ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് നബിയുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റോഡ് ബ്ലോക്ക് ചെയ്യൽ വിശ്വാസിക്ക് പാടില്ലാത്തതാണ് എന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് മുജാഹിദുകൾക്ക് മാത്രം പ്രകടനമില്ല ഇന്ത്യയിൽ. എന്നാലേ ഈ പാലക്കാട് കോട്ട മൈതാനി നിശ്ചലായത് എപ്പോഴറിയോ? സോളിഡാരിറ്റി രൂപീകരിച്ച ആദ്യത്തെ സ്റ്റേറ്റ് സമ്മേളനത്തിന്റെ പ്രകടനത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന സമഗ്ര ദീന് പറഞ്ഞ സോളിഡാരിറ്റിയുടെ ആദ്യത്തെ സ്റ്റേറ്റ് പ്രകടനം പാലക്കാടായിരുന്നു. എന്താ അവിടെ നടന്നത്? ജനങ്ങളോട് ചോദിച്ചേ. പാലക്കാട് ഹോട്ടലുകളിൽ 1992 കഥയെ പറയും. ഹോട്ടലുകളിൽ നിന്ന് കിട്ടിയ പ്രതികരണം എന്തറിയോ? ഞങ്ങൾ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് മുജാഹിദുകളെ. അതെന്താ? ആയിരക്കണക്കിന് ആളുകൾ വലിയ വലിയ ഹോട്ടലിൽ കയറും. ഒരു കട്ടൻ ചായ, സുലൈമാനിയില്ലേ, ബ്ലാക്ക് ടീ, അത് കുടിച്ചിട്ട് വരെ ഞങ്ങൾ അവർക്ക് ബില്ല് എഴുതി കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഒരു ബ്ലാക്ക് ടീ കുടിച്ചവൻ വരെ പൈസ തന്നിട്ടാ പോയത്. ഞങ്ങളുടെ കണ്ണപ്പെടാത്ത ആയിരങ്ങൾ ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. എല്ലാരെയും കൺട്രോൾ ചെയ്യാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ചരിത്രത്തിൽ പാലക്കാട് ഒരുപാട് സമ്മേളനങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളെ സമ്പത്ത് തിന്നുമുടിച്ച് ബില്ല് തരാതെ ഇറങ്ങിപ്പോയവരായിരുന്നു എല്ലാവരും. പക്ഷെ മുജാഹിദുകളെ, നിങ്ങൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. എന്തേ കാരണം? അതിനൊരു കാരണമുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കപ്പെട്ടത് സാക്ഷാൽ മതമാണ്. ഞാനിത് എന്തിന് കായംകുളത്ത് പറയുന്നു? പാലക്കാട് കോട്ട മൈതാനിയിലെ സമ്മേളനത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി, വമ്പിച്ച ഭീതി പരത്തുന്ന ഒരു പ്രശ്നം. അതെന്താ? പാലക്കാട് കോട്ട മൈതാനിയിൽ ഒരു പ്രഭാതത്തിൽ, സമ്മേളനത്തിന്റെ ഒരു പ്രഭാതത്തിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു നോട്ടീസ്, ഒരു വലിയ പോസ്റ്റർ അതിങ്ങനെ ഒട്ടിച്ചിരിക്കുകയാണ്. ആ പോസ്റ്റർ നിറയെ ഒരു ഭീകരത പരത്തുന്ന എഴുത്തുകളാണ് ഇതിലുള്ളത്. അതെന്തായിരുന്നു? രാമനും സീതയും ദൈവമല്ല, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, ദൈവത്തിന്റെ മണ്ണിൽ വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടുകൂടാ, മുജാഹിദ് സമ്മേളനം എന്നൊരു ബോർഡ്. ഈ ബോർഡ് പോലീസുകാരുടെ ശ്രദ്ധയപ്പെട്ടു, മുജാഹിദ് പ്രവർത്തകരുടെ ശ്രദ്ധയപ്പെട്ടു. എന്തിനാ ഈ ബോർഡ് ഒട്ടിച്ചത്? അതറിയണ്ടേ? പാലക്കാട് നടക്കുന്ന മഹാസമ്മേളനത്തിൽ ഹിന്ദു മുസ്ലിം വർഗീയത ഉണ്ടാകാൻ, ലക്ഷക്കണക്കിന് ആളുകൾ നമസ്കരിക്കുന്ന വെള്ളിയാഴ്ച ജുമാ, കേരള നദുവത്തുൽ മുജാഹിദീനെ കാലഘട്ടത്തിലും ആദരിച്ച മർഹൂം കെ ഉമർ മൗലവി സാഹിബാണ് പാലക്കാട് സമ്മേളനത്തിൽ ഇമാമ നിന്നത് വെള്ളിയാഴ്ച. ഓർക്കുന്നുണ്ടോ? അന്ന് അദ്ദേഹം ഓതിയ ആയത്ത് പോലും ഇന്നെന്റെ മനസ്സിലുണ്ട്. 34-ാം അധ്യായത്തിലെ വചനം അദ്ദേഹം ഓതി. സഹോദരങ്ങളെ, ആ വെള്ളിയാഴ്ച ഒരു ബോംബിട്ടാൽ, ഒരു കലാപമുണ്ടായാൽ, എന്തെങ്കിലും ഒരു സ്ഫോടനമുണ്ടായാൽ വമ്പിച്ച പ്രശ്നങ്ങൾ. കാരണം എന്താ? ആ മാസം ഗുജറാത്ത് കത്തിയമരുകയാണ്, ആ ഉത്തർപ്രദേശ് കത്തിയമരുകയാണ്, ബോംബെയുടെ തെരുവീതികളിൽ അടി നടക്കുകയാണ്. കാരണം 400 കൊല്ലത്തിന്റെ പാരമ്പര്യമുള്ള ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ ഭാഗമായ ഒരു നമസ്കാര പള്ളി കത്തിച്ച് ചാമ്പലാക്കി, തല്ലി തകർത്തു തരിപ്പണമാക്കി, ഇന്ത്യൻ മനസാക്ഷിക്ക് വിള്ളല് വീണ വല്ലാത്തൊരു മാസത്തിലാണ് ഈ ബോർഡ് പ്രത്യക്ഷപ്പെടുന്നത്. നിങ്ങൾ ഓർക്കണം, ഈ ബോർഡ് എഴുതിയ ആശയം കണ്ട് ഹിന്ദുക്കൾ വികാരം കൊള്ളണം, അവർ മുജാഹിദ് സമ്മേളനത്തെ തകർക്കണം, അത് കണ്ട് ചിരിക്കണം. ആരാ അത് ചെയ്തത്? മാനവികത ഉണർത്തുന്നു എന്ന ബോർഡ് വെച്ചിട്ടൊരു നേതാവ് ഈ കേരളം ഇറങ്ങാൻ പോകുന്നില്ലേ? ആ നേതാവിന്റെ അനുയായികൾ അവരെഴുതി വെച്ച ബോർഡ് AP സുന്നികൾ, എനിക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ കേട്ടോ, AP സുന്നികൾ എഴുതി ഒട്ടിച്ച ബോർഡ്. എവിടുന്ന്?
1994 റിപ്പോർട്ട്, പോലീസുകാരുടെ കേസിന്റെ വിലയിരുത്തൽ, അതിൽ 6 പേരെ പിടിച്ചു. അതിലൊന്ന് മുഹമ്മദ് രാമന്തളി എന്ന് പറയുന്ന യൗവനം മുഴുവനും തിന്മയ്ക്ക് വേണ്ടി ഏൽപ്പിച്ച, ഒരു നന്മയും ജീവിതത്തിൽ ചെയ്ത് ശീലിച്ചിട്ടില്ലാത്ത മനുഷ്യന്റെ സ്വകാര്യങ്ങളിലേക്ക് കടന്നു എന്ന് അവരുടെ ജീവിതം ക്യാമറയിൽ പകർത്തി പബ്ലിക്ക് കൊടുത്ത് ചിരിക്കാൻ കാരണമായ മുഹമ്മദ് രാമന്തളി എന്ന് പറയുന്ന മനുഷ്യൻ. നിങ്ങൾ ആലോചിച്ചു നോക്കി, അവരുടെ നേതൃത്വത്തിൽ കാരന്തൂർ മർക്കസിന്റെ മുമ്പിൽ നിന്ന് ഇവരാണ് മാനവികത ഉണർത്തുന്ന ബോർഡ് വെച്ചത് എന്ന വസ്തുത നിങ്ങളൊന്ന് തിരിച്ചറിയണം. നിങ്ങൾ തിരിച്ചറിയണം. പക്ഷേ അവിടുത്തെ ഹിന്ദുക്കൾക്ക് മുഴുവൻ മനസ്സിലായി ഇത് മുജാഹിദുകൾ വെച്ചതല്ല. അവരെങ്ങനെ പറയില്ല, രാമനും സീതയും ദൈവമല്ല എന്ന് മുജാഹിദുകൾ പറയും, അതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ യേശുക്രിസ്തുവും മുഹമ്മദ് നബിയും ദൈവമല്ല എന്നും ഞങ്ങൾ പറയും. അതുപോലെ ഉള്ളാളം നിങ്ങളോ ഭീമാപള്ളി ഉമ്മിച്ചയോ അല്ലെങ്കിൽ രവിശങ്കറോ, ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആചാര്യൻ രവിശങ്കറോ, കോഴിക്കോട് നമ്മുടെ കരുനാഗപ്പള്ളി കോഴിക്കോട് അമ്മയോ, അവരൊന്നും ദൈവമല്ല എന്ന് മുജാഹിദുകൾ പറയുന്നു. അതൊക്കെ സത്യമാണ്. പക്ഷേ ഇന്ത്യയുടെ ഇന്ന് വരെ കാത്തു സൂക്ഷിച്ച മതേതരത്വത്തിന് ഭംഗം വരുന്ന ഒരു പ്രവൃത്തിയും മുജാഹിദുകളുടെ ഭാഗത്ത് നിന്ന് വരെ ഉണ്ടായിട്ടില്ല. ഉണ്ടോ? ഏതെങ്കിലും ഒരു സ്റ്റേജ് കയ്യേറൽ, കൂക്ക് വിളിക്കൽ, കല്ലെറിയൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇതാ എന്റെ കോഴിക്കോട് ജില്ലയിലെ കടിയങ്ങാട് എന്ന് പറയുന്ന സ്ഥലം ഏറ്റവും അത്ഭുതം എന്താണെന്നറിയോ? മാനവികതയുടെ പോസ്റ്റർ ഇങ്ങനെ ഒട്ടിച്ചിട്ട് തിരിച്ചു വരുന്ന AP സുന്നികൾ മുജാഹിദിന്റെ സ്റ്റേജ് കയ്യേറി. എന്താ രംഗം! അപ്പൊ കുട്ടികളെ വിചാരം എന്താ അറിയോ? ഈ AP സുന്നി കുട്ടികൾക്ക് ഒരു തരാറുണ്ട്. എന്താന്ന് വെച്ചാൽ മാനവികത ഉണർത്തുന്നു ഉസ്താദ് എന്ന് കേട്ടപ്പോ ഇവര് വിചാരിച്ചെന്തറിയോ? ആപ്പിള് കൊല ഉയർത്തുന്നു, മുന്തിരി കൊല ഉയർത്തുന്നു എന്നാ. മാനവികത മക്കളെ തിന്നാൻ പറ്റിയ ഒരു സാധനമല്ല, അതൊരു മൂല്യമാണ്, അതൊരു ആശയമാണ്. അത് മാനവകുലത്തെ, മാനവികത എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം, ചുരുക്കി പറഞ്ഞ മനുഷ്യരെ പരസ്പരം തിരിച്ചറിയാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, മാനവികത ഉണർത്തുന്നു എന്നുള്ള ബോർഡ് കെട്ടിയിട്ട് തിരിച്ചു വരുന്ന AP സുന്നികൾ മുജാഹിദുകളുടെ സ്റ്റേജ് കയ്യേറി പേരാമ്പ്രക്ക് കടിയങ്ങാട് പാലം എന്ന് പറയുന്ന സ്ഥലത്ത് 250 കസേര പെട്രോൾ ഒഴിച്ച് ചുട്ട് ചാമ്പലാക്കി 8 ടാറപ്പായ കത്തിച്ചു കളഞ്ഞു. മനസ്സിലാക്കണങ്ങളെ, ഇവർ മാനവികത പറയും. മഞ്ചേരിക്കടുത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉന്നതനായ ഒരു പ്രഭാഷകന്റെ വേദിയിലേക്ക് കരിങ്കല്ലെറിയുകയാണ്. എറിഞ്ഞിട്ട് തല പൊട്ടി രക്തം ചീറ്റി ഒലിക്കുകയാണ്. അവർ മാനവികത ഉണർത്തുന്ന ഒരു ലോകം. ഇവിടെ വളരെ ഗൗരവമായി ഈ കായംകുളത്തിന്റെ മണ്ണിലെ മുസ്ലിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളാരാ? നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ് വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈർ യഅമുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലൻ നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ മില്ലത അബീക്കും ഇബ്രാഹിം ഹുവ സമ്മാകുൽ മുസ്ലിമീൻ النبي سعيد الخدري رضي الله عنه سمعت رسول الله صلى الله عليه وسلم يقول من رأى منكم منكرا فليغيره بيده فإن لم يستطع فبلسانه فإن لم يستطع فبقلبه وذلك أضعف الإيمان متفق عليه صحيح البخاري صحيح مسلم. എന്താ ഈ പറഞ്ഞ ആശയം? ഖുർആനിലെ 3-ാം അധ്യായം 104, ഖുർആനിലെ 3-ാം അധ്യായം 110, ഖുർആനിലെ 2-ാം അധ്യായം 143, ഖുർആനിലെ 22-ാം അധ്യായം 78-ാമത്തെ വചനം. ആ വചനത്തിൽ എന്താ പറഞ്ഞു? നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഉത്തമ സമുദായം. എങ്ങനെ? എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട് നിങ്ങൾ പറയണം, മുസ്ലിങ്ങളോടോ, നീ ഒരു ലോക്കലല്ല, നീ ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവനാ. നീ ആരാ? നീ ലോകത്തിന് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവൻ. എങ്ങനെ? ഖുർആൻ പറയുന്നു മുസ്ലിങ്ങൾ ആരാ? തിന്നും കുടിച്ചും ഭോഗിച്ചും നല്ല വെള്ളഷർട്ടിട്ടും അങ്ങനെ ജീവിച്ച് കാറിലും കൊട്ടാരത്തിലും ജീവിക്കേണ്ടവർ എന്നല്ല. നിങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവർ. ഈ ഉമ്മത്തോടെ കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, അന്നാസ്, മാസ്, പീപ്പിൾ. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി. മുസ്ലിങ്ങൾക്ക് കിട്ടിയില്ല, മുസ്ലിങ്ങൾക്ക് ഇത് കിട്ടിയില്ല എന്ന് വിലപിക്കേണ്ടവരല്ല മുസ്ലിങ്ങൾ. മുസ്ലിങ്ങളിൽ നിന്ന് ഹൈന്ദവർക്ക് കിട്ടിയില്ല, മുസ്ലിങ്ങളിൽ നിന്ന് ക്രൈസ്തവർക്ക് കിട്ടിയില്ല, മുസ്ലിങ്ങളിൽ നിന്ന് ദരിദ്രർക്ക് കിട്ടിയില്ല, മുസ്ലിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയില്ല എന്നതേ പറയാൻ പാടുള്ളൂ.
മുസ്ലിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലാതെ ജനങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ല. അല്ല അല്ല അതാണ്. ഒരു തിന്മ കണ്ടാൽ കൈകൊണ്ട് തടുക്കേണ്ടവർ അത് തടുക്കണം, നാവ് കൊണ്ട് ഉപദേശിക്കേണ്ടവർ ഉപദേശിക്കണം, അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കണം. അങ്ങനെ നന്മയുടെ വാഹകരായി തീരാനാണ് അള്ളാഹു നമ്മളോട് പറയും. നിങ്ങളൊരു ഉത്തമ സമുദായമാണ്. ആ സമുദായം നിങ്ങൾക്കറിയില്ലേ, മാത്യു അർണോൾഡ്, തോമസ് മാത്യു അർണോൾഡ്, ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം, ആ പുസ്തകത്തിൽ അദ്ദേഹം പറയും, ലോകത്ത് പ്രവാചകന്റെ ഹജ്ജത്തുൽ വിദായിലെ ഖുത്ബത്തുൽ വിദാ, മാനവ ചരിത്രത്തിലെ പെർട്ടിക്കുലർ ഡേ ദുൽഹജ്ജ് 9, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കും അൽ ഇസ്ലാമ ദീന. ദൈവം തൃപ്തിപ്പെട്ട മതം അത് പൂർത്തീകരിച്ച പെർട്ടിക്കുലർ ഡേ ദുൽഹജ്ജ് 9. ആ 9-ന് മാനവ ചരിത്രം കണ്ടതിലെ ആദ്യത്തെ മേഘനാക്കാർട്ട മനുഷ്യാവകാശ പ്രഖ്യാപനം പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു. എന്തേ? 100,000-ഓളം വരുന്ന സ്വഹാബികൾ ആ അറഫ കുന്നിന്റെ തായ്വരയിൽ പ്രവാചകൻ അവരുടെ ഉച്ചസ്ഥായിയിൽ എഴുന്നേറ്റ് നിന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ആ അറഫ കുന്നിനെ സ്പീച്ചിങ് സ്റ്റേജാക്കി മാറ്റി റസൂൽ അവിടെ കയറി നിന്ന് ഈ 100,000-ഓളം വരുന്ന അനുയായി വൃന്ദത്തോട് പറഞ്ഞു, അല അറിയുക, ഇവിടെ ഹാജറുള്ളവർ ഇത് ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. കണ്ടോ, ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. പാതയമില്ലാതെ, വഴിയറിയാതെ, ദിഭാഷികളില്ലാതെ, വാഹനങ്ങളില്ലാതെ ആ സമൂഹം കൂട്ടം കൂട്ടമായി ലോകത്തിന്റെ നാനാദിക്കുകളിൽ വന്നു. മാലിക് ബിൻ ദീനാറും കൂട്ടരും ഇന്ത്യയിൽ വന്നു. അവിടുന്ന് അവർ പെട്ടെന്ന് കൊടുങ്ങല്ലൂർ വന്നു. മംഗലാപുരത്ത് വന്നിറങ്ങിയപ്പോ അവർക്ക് ഇളനീര് വെട്ടിക്കൊടുത്തു. ഇളനീര് മനസ്സിലായല്ലോ, ആ ഇളനീരിന്റെ മുഖം വെട്ടിയിട്ട് അവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. ഇവിടുത്തെ ഹൈന്ദവർ, അന്നിവിടെ മുസ്ലിങ്ങളില്ല, ആലോചിക്കണം. പക്ഷെ വാണിജ്യ ബന്ധമുണ്ട്, അറേബ്യയുമായി വാണിജ്യ ബന്ധമുണ്ട്. കാബയുടെ പല ഭാഗങ്ങളും അതുണ്ടാക്കാൻ ഉപയോഗിച്ച മരങ്ങൾ ഇന്ത്യയിൽ നിന്നും നിലമ്പൂരിൽ നിന്ന് വരെ കൊണ്ടുപോയിട്ടുള്ളതാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അത്ര വലിയ ബന്ധമുണ്ടായിരുന്നു ഇന്ത്യക്ക് അറേബ്യയുമായി. മാലിക് ബിൻ ദീനാറും കൂട്ടർ ഇവിടെ വന്നു. അവരുടെ കയ്യിൽ ഇളനീര് വെട്ടിക്കൊടുത്തു. അവർ പറഞ്ഞു, ഞങ്ങൾ കുടിക്കില്ല. എന്തേ, നിങ്ങൾക്ക് വല്ല അയിത്തമുണ്ടോ? അതുകൊണ്ടല്ല. ഈ ഇളനീര് ആരുടേതാണ്? ശരിക്കും ശ്രദ്ധിച്ചോളൂ മുസ്ലിങ്ങളെ. ആരാണ്? നിങ്ങൾക്കറിയാലോ, അറബ് രാജ്യത്ത് പോയിട്ട് കുഞ്ഞാക്കാന്റെ മോൻ ബഷീർ 2 കൊല്ലം കൊണ്ട് കോടീശ്വരനായി. അതെങ്ങനെ? അതോ അവിടുത്തെ അറബിയെ യത്തീംഖാനെ ചേർത്തിട്ടാ ഓൻ പോകുന്നത്. അത് മനസ്സിലായില്ല. അറബിനെ യത്തീംഖാനെ ചേർത്തിട്ട് അറബി സമ്പന്നനായിരുന്നു. ഇവൻ പോക്കറ്റടിച്ച് അയാൾ യത്തീംഖാനെ ചേർന്നു. മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ടാക്കിയ പൈസക്കാരോടാ പറയുന്നത് അല്ലേ? സൗദി അറേബ്യയിലെ കേരളത്തിൽ ഒരു ജില്ലക്കാരൻ, ഞാൻ ജില്ല പറഞ്ഞ ചിലപ്പോൾ ചൂടാവും, അതുകൊണ്ട് പറയില്ല. ആ ജില്ലയിലുള്ള ഒരു വ്യക്തി ഓൻ അറബിനോട് എന്നും 100 ദിർഹം എടുക്കും, 100 റിയാൽ എടുക്കും. അപ്പൊ ഈ 100 റിയാല് അറബിനോട് പറയുകയും വേണം, എന്നാ അറബിക്കിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പൊ ഓന്റെ അവസ്ഥ ഓൻ എങ്ങനെ പറയോ? അസ്സലാമു അലൈക്കും, 100 എടുത്ത് കിട്ടാ. അപ്പൊ അറബി വിചാരിച്ചെന്തറിയോ? ഈ ചെങ്ങായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അറബിനെ അനാഥാലയത്ത് കൊണ്ടുപോയി ചേർത്തിവര്. ഞാൻ പറയുന്നത്, മാലിക് ബിൻ ദീനാറും കൂട്ടരെയും വളർത്തിയ റസൂലുള്ളാഹി എവിടെ? ആലോചിച്ചേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് പഠിച്ച മാലിക് ബിൻ ദീനാറും കൂട്ടരും പറയാൻ, ഞങ്ങൾക്ക് ഈ ഇളനീര് വേണ്ട, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയണം. ഈ ഇളനീര് അനുവദിക്കപ്പെട്ട പറമ്പിലുള്ളതാണോ? ഇതിന്റെ ഓണർ ഇത് അറിഞ്ഞിട്ടാണോ? അന്യന്റെ ഒരു സ്വത്തും ഞങ്ങൾ ഭക്ഷിക്കില്ല, ഞങ്ങൾക്ക് പാടില്ല, ഞങ്ങൾ കഴിക്കില്ല. അത്ഭുതത്തോടുകൂടി നാട്ടുരാജ്യം ഭരിച്ച രാജാക്കന്മാർ മുസ്ലിങ്ങളുടെ തൊള്ളയിലേക്ക് നോക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടം മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇനിയോ ആ മാലിക് ബിൻ ദീനാറും കൂട്ടരെയും സൽക്കരിച്ച് ഭക്ഷണം കൊടുത്തിട്ട് പല്ല് തോണ്ടാൻ ഈർക്കൽ കൊടുത്തപ്പോ അവര് ചോദിച്ചു, അല്ല ഈ ഈർക്കലും അനുവദിക്കപ്പെട്ടതാണോ, അന്യന്റേതാണോ, ഇഷ്ടമില്ലാത്ത പറമ്പിലെ ഓലയിലുള്ളതാണോ എന്ന ചോദ്യം. ഞാൻ പറയുന്നത്, ഒരു മുസ്ലിമിന്റെ ക്വാളിറ്റി അതാണ്. മാർമെഡിക് പിക്താൾ, ലോകപ്രസിദ്ധനായ മാർമെഡിക് പിക്താൾ, ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റർ, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ ഒരു കാരണമുണ്ടായി. എന്താ കാരണം? മാർമെഡിക് പിക്താൾ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ താഴെ അപ്പുറത്തെ പുരയിലെ കുട്ടി, ഒരു ചെറുപ്പക്കാരൻ, ഒരു വേലക്കാരൻ, ആ ഭൃത്യൻ യജമാനാൽ തല്ലപ്പെടുന്ന രംഗമാണ് മാർമെഡിക് പിക്താൾ കാണുന്നത്. ഇത് ഞാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി പറയാൻ. അതോടൊപ്പം അമുസ്ലിങ്ങളെ, നിങ്ങൾ ഇസ്ലാം യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കണം.
യഥാർത്ഥ ഇസ്ലാം എന്താ നിങ്ങൾ മനസ്സിലാക്കണം. അത് അറിഞ്ഞു വേണം പെരുമാറാൻ. അല്ലെങ്കിലേ നിങ്ങളുടെ മതത്തെ ഇരിക്കും നിങ്ങൾ അവഗണിക്കുക. നിങ്ങളുടെ മതം ഇസ്ലാം നിങ്ങളുടെ മതമാണ്, ഞങ്ങളുടേതല്ല, മനുഷ്യകുലത്തിൻ്റെതാണ്. ഞങ്ങൾക്ക് അവകാശപ്പെട്ടതൊന്നും അതിലില്ല, മാനവകുലത്തിന് അവകാശപ്പെട്ടതേ അതിലുള്ളൂ. അല്ല എന്ന അഭിപ്രായം ഉണ്ടോ? ഇവിടെ മറ്റുള്ളവർക്ക് പറ്റാത്ത എന്തെങ്കിലും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ഇവിടെ നിന്ന് പറയുന്ന ഇതേ കാര്യം അതേ എനിക്ക് ഇരുട്ടറയിലും ജനങ്ങളോട് പറയാനുള്ളൂ. ഇരുട്ടിൽ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പരസ്യമായിട്ട് ഇതൊക്കെ പറയും, ഉള്ളിൽ ഭീകർ ഇല്ല. കൂട്ടരെ, എന്തിനാവശ്യമില്ല? എന്തേ ആവശ്യം? അതിന് ആവശ്യം ഇസ്ലാമിനില്ല. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കേട്ടോ, മാർമെടുക്കു പിക്താൽ അദ്ദേഹം എങ്ങനെ കാണുകയാണ്. എന്ത് യജമാനൻ ഈ ഭൃത്യനെ തല്ലുന്നിറങ്ങും. സഹിക്ക വയ്യാതായപ്പോ മാർമെടുക്ക് പിക്താൾ ഓടി ഇറങ്ങുകയാണ്. അതിന്റെ കോണിപ്പടികൾ ദ്രുതഗതിയിൽ ഓടി ഇറങ്ങിയിട്ട് ചോദിച്ചു, മോനെ, ഈ യജമാനിൽ നിന്ന് എന്തിനാ മോനെ നീ ഇങ്ങനെ അടികൊള്ളുന്നത്? നിനക്കൊന്ന് തടുത്തൂടെ? യജമാനേക്കാളും മസിൽ പവർ ഉണ്ടല്ലോ നിനക്ക്, ഒന്ന് തിരിച്ചു തല്ലിക്കൂടെ? അറ്റ്ലീസ്റ്റ് അതൊന്ന് തടഞ്ഞൂടെ നിനക്ക്? എന്തിനാ നീ ഇങ്ങനെ തല്ലുകൊണ്ടത്? അപ്പൊ ഈ ഭൃത്യം പറയാണ്, അതെ എനിക്ക് കേട്ടോ, ഓരോ മുസ്ലിമും ഇന്ന് ഉറങ്ങരുത്, ഇന്ന് രാത്രി കേട്ടോ. ഈ ശിഷ്യം പറയണ, ഈ ഭൃത്യം പറയണം, രണ്ട് തെറ്റ് ഒരേ സമയത്ത് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കണില്ല. അപ്പൊ മാർമെടുക്ക് പിത്താള് ചോദിച്ചു, രണ്ട് തെറ്റോ? എന്താ മോനെ അത്? അപ്പൊ ഈ കുട്ടി പറയണ, ഞാൻ എന്റെ യജമാനനോട് എന്റെ ജോലിക്ക് കിട്ടുന്ന ശമ്പളത്തിന് പുറമെ ഞാൻ കുറച്ച് ക്യാഷ് കടം വാങ്ങിയിരുന്നു. ശ്രദ്ധിച്ചോളിയേ, വളരെ മുസ്ലിം ആരാന്ന് പഠിച്ചോളി. കായംകുളത്ത് ചിലപ്പോ ഇവിടുത്തെ മറ്റുള്ളവരെ പറ്റിച്ച കുറെ മുസ്ലിങ്ങൾ ചിലപ്പോ പ്രസംഗം കേൾക്കുന്നുണ്ട്. ഓലെ മുഖത്തേക്കാട് നോക്കിക്കളാ, ഓലെ മുഖത്ത് ഇങ്ങനെ നോക്കി കള്ളാ, അന്റെ ഇസ്ലാമും യഥാർത്ഥ ഇസ്ലാമും ഞങ്ങൾക്ക് അറിയാമെന്ന് തിരിച്ചെടുത്ത് പറഞ്ഞാളാ. എടാ, ഞാനിത് പറയുന്നത് ഒരു മാറ്റം ഉണ്ടാവണം, സമൂഹത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാവണം. പ്രസംഗമൊന്നും നടക്കാത്ത നാടല്ല കായംകുളം. എത്ര പ്രസംഗിച്ച് എന്നിട്ട് അന്നും കളവ് നടത്തുന്നവർ ഇന്ന് തന്നെ കളവ് നടത്തുന്നു. അന്ന് നിസ്കരിക്കാത്തവൻ ഇന്ന് നിസ്കാരമില്ല. മാറിയിട്ടില്ല ആരും ഒന്നല്ലോ പറഞ്ഞതിന്റെ അർത്ഥം. സമൂല പരിവർത്തനം ഉണ്ടാവണില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. എനിക്ക് കേട്ടോ, രണ്ട് തെറ്റ് ഒരേ സമയത്ത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, മോനെ എന്താ രണ്ട് തെറ്റ്? അതോ, ഞാൻ എന്റെ യജമാനോട് കുറച്ച് പണം കടം ചോദിച്ചു. അയാൾ എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് തന്നു. ഡേറ്റ് ഫിക്സ് ചെയ്തിരുന്നു. ഞങ്ങള് ഡേറ്റ് ഇട്ടിട്ടാ വാങ്ങിയത്. കാരണം ഇസ്ലാം അത് പറഞ്ഞിട്ടുണ്ട്. ഡേറ്റ് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തുദ്ദൈൻ, കടബാധ്യതയെ കുറിച്ച് പറയുന്ന ആയത്തുദ്ദൈൻ, ഖുർആനിലെ 282-ാമത്തെ വചനം, ഏറ്റവും വലിയ ആയത്ത്. കടം വാങ്ങലും കൊടുക്കലും എഴുതലും രേഖപ്പെടുത്തലും ഒക്കെ പഠിപ്പിക്കുകയാണ് ഖുർആൻ മനുഷ്യരെ. ഞങ്ങൾ എഴുതി വെച്ചു. പക്ഷേ ഞാൻ എത്ര ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും എനിക്ക് എന്റെ യജമാനന് ആ കൃത്യ ഡേറ്റിന് പണം കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ ഡേറ്റ് ഇന്നലെ അവസാനിച്ചു. അതുകൊണ്ട് അതിന്റെ പേരിലാണ് എന്റെ യജമാനനെ മർദ്ദിക്കുന്നത്. ആ സമയത്ത് ഞാൻ അയാളെ തിരിച്ചു തല്ലിയാലോ? രണ്ട് തെറ്റ് ഒരേ സമയത്ത് ചെയ്തവൻ ഞാനാകും. എന്റെ പ്രവാചകൻ എന്നോട് ഇത്തരം രംഗത്ത് ക്ഷമിക്കാനാ പറഞ്ഞത്. അതുകൊണ്ട് ഞാനത് ചെയ്യില്ല. അയാളുടെ പൈസയും വാങ്ങി ഡേറ്റിന് കൊടുത്തതുമില്ല. പിന്നെ ഞാൻ ചോദിച്ചതിന് അയാളെ തല്ലി. അതൊരിക്കലും ഞാൻ ചെയ്യില്ല. ഞാൻ മുഹമ്മദ് നബിയെ അനുസരിക്കുന്നവനാണ്. ഈ വാചകം കേട്ടപ്പോ മാർമെടുക്ക് പിക്താള് ചോദിച്ചു, മോനെ, ആ നബി ആരാ മോനെ? ആ യജമാനനാ, പ്രവാചകൻ ആരാ മോനെ? ഒരൊറ്റ ചോദ്യം. കരുണാവാൻ നബി, മണിമുക്തി രക്തമോ എന്ന് ശ്രീനാരായണ ഗുരു മഹചരിതമാലയിൽ എഴുതിയ ആ പ്രവാചകനെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ആ പ്രവാചകനെ പറ്റി മാർമെടുക്ക് പിക്താള് പഠിക്കുകയാണ്. ഇനി ഇങ്ങക്ക് കേൾക്കണ്ടേ, ഈ മാർമെടുക്ക് പിക്താള് ഇസ്ലാമിലേക്ക് വന്നത് ഈ ഭൃത്യന്റെ സൽസ്വഭാവം കണ്ടിട്ടാണ്. എന്നാൽ മാർമെടുക്ക് പിക്താളിന്റെ വിജ്ഞാനത്തിലൂടെ 100 കണക്കിന് ആളാ ഇസ്ലാം സ്വീകരിച്ചേ. പക്ഷെ ആ മാർമെടുക്ക് പിക്താളിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതോ ഒരു നാടൻ ഭൃത്യൻ. മനസ്സിലായോ? സത്യസന്ധത കൊണ്ട്, ജീവിത വിശുദ്ധി കൊണ്ട്. മുതലാളിയെ പറ്റിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നീ സസില് എത്രയാ വൈകുന്നേരം എത്രയ്ക്കപ്പോ ആളുകൾ വരുന്നതെന്നാ നിങ്ങൾ വിചാരിക്കണം? ഇന്നത്തെ പണിക്കാരൊക്കെ ക്ഷമിക്കണം, കേറി തല്ലിവിടരുതേ. തൊള്ളയിൽ നോക്കി വർത്താനം പറഞ്ഞ് ശീലിച്ച പാരമ്പര്യമായി പോയി. അത് രാജാവിന്റെ മുഖത്തും ബാപ്പാന്റെ മുഖത്തും നോക്കി പറഞ്ഞ് ശീലിച്ചു. അതുകൊണ്ടാ പറയുന്നത്, വൈകുന്നേരം 5 മണി വരെയാണ് നമ്മൾ. 8 മണി മുതൽ 5 മണി വരെ ഇന്ത്യയുടെ ഒരു പൊതു നിയമം, തൊഴിലാളികൾക്കൊക്കെ ഉള്ളൊരു നിയമം. അതെല്ലാം മാറി ഇപ്പൊ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു. എന്നാലും ആളുകൾ വരെപ്പോഴറിയോ? 9 മണിയൊക്കെ ആളുകൾ വരാൻ. 9-9:30 വരെ എത്തിയിട്ടൊരു ദിനേശ് പീടിയൊക്കെ വലിച്ചിട്ടായിരിക്കും വരിക. അതിങ്ങനെ വലിച്ചാവുന്ന അവിടെ വെച്ച് ആ കള്ളിമുണ്ടൊക്കെ ഒന്ന് എടുത്താവുമ്പോഴേക്ക് 9:45. അത് കഴിഞ്ഞിട്ട് 10 കാലം ആവുമ്പോഴേക്ക് ഓൻ എന്ത് കിട്ടണോ? കപ്പയും മത്തിയോ എന്തെങ്കിലും പൊറാട്ടയോ ഒക്കെ കിട്ടി. അതൊരു 1/2 മണിക്കൂറൊക്കെ തിന്നണീക്കുമ്പോഴേക്ക് എത്രയും 1 മണി. അപ്പോഴേക്ക് ഓന് ചോറ് കിട്ടണം. പിന്നെ 3:30 വരെ വിശ്രമം. പിന്നെ 4:30 തുണി കുപ്പായി ഇട്ട് പോവുക. ഇടക്ക് മോനെ നീ എത്ര അധ്വാനിച്ചു?
കഷ്ടിച്ചരിഷ്ടിച്ച് 2.5 മണി വാങ്ങുന്ന കൂലിയോ 850, 900 തൊള്ളയിൽ വരുന്ന സംഖ്യ അല്ലേ? അതല്ലേ ഇന്ന് അവിടെ ഇസ്ലാം പഠിപ്പിച്ച എന്താ? മുതലാളി കണ്ടാലുമില്ലെങ്കിലും യജമാനൻ അറിഞ്ഞാലുമില്ലെങ്കിലും അല്ലേ, നിന്നെ സൃഷ്ടിച്ച നിന്റെ സിട്ടാ പറയുന്നു ചതിക്കരുത്. ഈ പാഠം ഏത് മതദർശനമല്ലാതെ ഏത് പ്രത്യയശാസ്ത്രം നൽകും? വോൾട്ടയർ, വിശ്വവിഖ്യാതനായ വോൾട്ടയർ, ഇസ്ലാമിനെ വിമർശിച്ച വോൾട്ടയർ, ആ വോൾട്ടയർ പറയുന്നൊരു കാര്യമുണ്ട്, എന്റെ പാൽക്കാരൻ ഒരു ദൈവവിശ്വാസിയായത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താ സന്തോഷം? എന്റെ പാൽക്കാരൻ ദൈവവിശ്വാസിയായത് കൊണ്ട് അവൻ ഒരിക്കലും പാലിൽ വെള്ളം ചേർക്കൂല. പാലിൽ വെള്ളം ചേർക്കുന്നത് വോൾട്ടയറിന്റെ വാക്കാണ്. നിങ്ങൾക്കറിയില്ലേ, KEN കുഞ്ഞഹമ്മദ് ജീവിച്ചിരിപ്പുള്ള ആളാ, എല്ലാവർക്കും അറിയാലോ. ദേശാഭിമാനിയിലൊക്കെ ലേഖനം ഇങ്ങനെ കടിച്ചാ പൊട്ടുന്ന ലേഖനം എഴുതുന്ന KEN കുഞ്ഞഹമ്മദ് എന്ന നിരീശ്വരവാദി. കുഞ്ഞഹമ്മദ് എന്നൊക്കെ കേൾക്കും, നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ മുസ്ലിമാണ്, മനസ്സിലായോ? പേരുകൊണ്ടല്ലോ, കർമ്മധർമ്മം കൊണ്ടും വിശ്വാസ സമ്പത്ത് കൊണ്ടുമാണ് ഒരാൾ വിശ്വാസിയാ. മനസ്സിലായോ? നിങ്ങൾ മനസ്സിലാക്കണം. KEN കുഞ്ഞഹമ്മദ് KT സൂപ്പി മാഷയുടെ മകൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. KT സൂപ്പി മാഷ മകൻ മരിച്ചപ്പോ സൂപ്പി മാഷയായിട്ട് നല്ല കണക്ഷനാ KEN കുഞ്ഞഹമ്മദിന്. ഞാൻ പറയല്ല, KEN കുഞ്ഞഹമ്മദ് എഴുതിയതാ ദിനപത്രത്തില്. അതിലെന്താ പറയണോ? സൂപ്പി മാഷ വീട്ടിൽ ചെന്നു. ഈ പോയിന്റ് എല്ലാരും ഒന്ന് മനസ്സിലായിക്കോളി, ഈ നെഞ്ചകത്ത് കൊത്തിവെച്ചോളി. KEN കുഞ്ഞഹമ്മദ് ഇന്ന് നിഷേധിച്ചാൽ നിങ്ങൾ എന്നോട് പറയും, നമുക്ക് ഒന്നിച്ചു പോവാം. KEN കുഞ്ഞഹമ്മദ് പറയണെന്ത്? ഞാൻ സൂപ്പി മാഷ എടുത്ത് എന്നിട്ട് തൊള്ളയിൽ നോക്കി ഇങ്ങനെ നിന്ന് എനിക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഞാൻ എന്താ പറയാ? നിങ്ങളുടെ മകൻ മരിച്ചത് പടച്ചോന്റെ വിധിയാന്ന് പറയാൻ ഞാൻ പടച്ചോനെ വിശ്വസിക്കുന്ന ആളല്ല. സൂപ്പി KEN കുഞ്ഞഹമ്മദ് പറയണം, നിങ്ങളെ മകൻ നിങ്ങൾക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം, അത് പറയാനും എനിക്ക് അവകാശമില്ല. നിങ്ങളെ മകൻ ഇതൊരു ദൈവത്തിന്റെ പരീക്ഷണമാണ്, നിങ്ങൾ ക്ഷമിക്കണം, അത് പറയാനും എനിക്കില്ല. പ്രവാചകന്മാരുടെ വഴി ക്ഷമയുടേതാണ്. മുഹമ്മദ് നബീന്റെ മോൻ മരിച്ചിട്ടില്ലേ, സാരല്ല നിങ്ങൾ ക്ഷമിച്ചാളി എന്ന് പറയാൻ ഞാനത് വിശ്വസിച്ചാളുമല്ല. അങ്ങനെ ഞാനിങ്ങനെ മുഖത്ത് നോക്കി ഇളിച്ച് ഞാനിങ്ങ് പോന്ന് എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. എന്റെ മനസ്സ് ഇത്ര വേദനിച്ചൊരു കാലം ഉണ്ടായിട്ടില്ല. KEN കുഞ്ഞഹമ്മദ് പറയാൻ തീർന്നില്ല. KEN കുഞ്ഞഹമ്മദ് തുടർന്ന് എഴുതുകയാണ്, KEN കുഞ്ഞഹമ്മദിന്റെ മകന് ആക്സിഡന്റ് പറ്റി. ആർക്ക്? KEN കുഞ്ഞഹമ്മദിന്റെ മകന് ആക്സിഡന്റ് പറ്റി. ആക്സിഡന്റ് പറ്റിയപ്പോ നിരീശ്വരവാദികളും യുക്തിവാദികളും മതനിഷേധികളും ഒക്കെ കുഞ്ഞഹമ്മദിന്റെ കൂട്ടുകാരാണല്ലോ, അവര് വന്നിട്ട് ഇങ്ങനെ തൊള്ളയിലോക്കും പോകും. ആശ്വസിപ്പിക്കാൻ വാക്കില്ല. നിരീശ്വരവാദിക്ക് ആശ്വസിപ്പിക്കാൻ എന്ത് വാക്കാള്? എന്തുകൊണ്ടോ? എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? നിങ്ങളൊന്ന് ആലോചിച്ചു. ഒരു വ്യക്തിയെ, മകൻ മരിച്ച ഒരു വ്യക്തിയെ നിരീശ്വരവാദി എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? നിങ്ങൾ ശരിക്കും ഒന്ന് വിലയിരുത്തണം. എന്നിട്ട് KEN കുഞ്ഞഹമ്മദ് പറയാൻ, നിരീശ്വരവാദികളും യുക്തിവാദികളൊക്കെ വന്ന് അണ്ണവായന്മാരുമായി തൊള്ളയിൽ നോക്കിയിട്ടെടുക്കും. എന്നാൽ വിശ്വാസികളായ, മതവിശ്വാസികളായ, ദൈവവിശ്വാസികളായ ചില സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അവര് വന്നിട്ട് എന്റെ ഷോൾഡറിൽ തട്ടിയിട്ട് പറഞ്ഞ്, പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളെ മോൻ രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാ എന്നൊക്കെ. എന്നിട്ട് കുഞ്ഞഹമ്മദ് പറയാട്ടോ, KEN കുഞ്ഞഹമ്മദ് പറയാൻ, പടച്ചോനാണ് നിങ്ങളെ മോനെ രക്ഷപ്പെടുത്തിയെന്ന് പറയുമ്പോ എനിക്കൊരു സമാധാനം. പിന്നെ എന്തിനാ നിരീശ്വരവാദിയായത്? പടച്ചോനിലെ വിശ്വസിക്കുമ്പോ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ. നിങ്ങൾക്ക് കാർൽ മാർക്സിനെ അറിയോ? ജീവിതം പഠിച്ചിട്ടുണ്ടോ? ചുവന്ന കൊടിയുടെ മുദ്രാവാക്യം മുഴക്കുന്നവര്. ഈ കാർൽ മാർക്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനായിരുന്നു മുഷ് എന്ന ഓമന പേരിൽ വിളിക്കുന്ന കുട്ടി. നല്ല ബുദ്ധിജീവി. അവന് രോഗായപ്പോ കാർൽ മാർക്സ് എംഗൽസിന് കത്തെഴുതി. ഞാൻ പറയുന്നല്ല, അലക്സാണ്ടർ ബെക്കിന്റെ സ്വകാര്യ കൃതികളിൽ ഈ ലെറ്റർ ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എംഗൽസിന് കാർൽ മാർക്സ് അയച്ച ലെറ്റർ. ഇത് ബഡായി പറയല്ല, വിജ്ഞാനം വിളമ്പുകയാണ്. മനസ്സിലായോ? ഇത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഓരോന്നും നെല്ലും പതിരും വേർതിരിച്ച്. നാളെ വിജ്ഞാനം കിട്ടിയില്ല എന്ന് പറയരുത്, ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയരുത്, മനസ്സിലാക്കിയില്ല എന്ന് പറയരുത്. കാർൽ മാർക്സ് എഴുതി, എംഗൽസ്, എനിക്ക് എന്റെ മോന്റെ അസുഖം സഹിക്കാൻ വയ്യടോ, ഞാൻ എന്ത് പറഞ്ഞിട്ടാണോ സമാധാനിക്കുക? ഏതൊരു നിരീശ്വരവാദിയും ആലോചിക്ക്, നിനക്ക് ജീവിതത്തിൽ സ്വസ്ഥതയില്ല. കേരളത്തിലെ യുക്തിവാദികളും ലോകത്തിലെ യുക്തിവാദികൾക്കാണ് ഏറ്റവും അസമാധാനം. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. തീർന്നില്ല. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ പ്രിയപ്പെട്ടവരെ. ഈ മുഷ് മരിച്ചപ്പോയോ കാർൽ മാർക്സിന്റെ മാനസിക നില തെറ്റി. മിസ്റ്റർ എംഗൽസ്, അതേ മുണുകത്തെഴുതി, എംഗൽസ്, ഞാൻ ഇവിടെ ഏകാന്തനാണ്, എന്റെ മോന്റെ വിയോഗം എന്നെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നടോ, ഞാൻ എന്ത് പറഞ്ഞാണോ സമാധാനിക്കേണ്ടത്, ഞാൻ ആകെ വിഭ്രാന്തിയിലാണ് എന്ന് കാർൽ മാർക്സ്. തീർന്നില്ല. ലോകം കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ദാർശനികൻ VI ലെനിൻ
ഇതൊന്നും എന്റെ വകയല്ല, പഠിച്ചു നോക്കേ. VI ലെനിന് വാതരോഗം വന്നു, ഒരു ഭാഗം അങ്ങോട്ട് ഡൗണായി, ഒരു ഭാഗം ഡൗണായി കൊഴിഞ്ഞുപോയി വാതരോഗം വന്നിട്ട്. നമ്മൾ പറയുന്ന ഇന്ന് ആധുനിക ഭാഷ്യം വേറെ, ഇന്ന് ആധുനിക ഭാഷ്യം വേറെ. വാതരോഗം വന്ന് തളർന്നു. എന്നിട്ട് VI ലെനിൻ ജോസഫ് സ്റ്റാലിന് കത്തെഴുതുകയാണ്. സ്റ്റാലിൻ, എന്റെ ഒരു ഭാഗം തളർന്നടോ, എന്റെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ലടോ, നീ എന്റെ അടുത്ത് സൈനൈഡ് കൊണ്ടുവെക്ക്. ഇനി ഞാൻ ചോദിക്കുകയാണ്, ചെഗുവേര എന്ന അമേരിക്കൻ ഗറില്ല പോരാളി അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ആർത്തിരമ്പുന്ന തെരബാലകളോടും മല്ലിട്ട് ആഴക്കടലിൽ കൊമ്പൻ സാവിനെ പിടിച്ചു കൊണ്ടുവരുന്ന ധീരനാണ് കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പ്രഖ്യാപിച്ച ചെഗുവേരയെ കുറിച്ച് നിങ്ങൾ പഠിക്കുക. VI ലെനിൻ എന്ന ലോകം കണ്ട വിപ്ലവ ദാർശനികന് ഒരു വാതരോഗം സഹിക്കാൻ കഴിയുന്നില്ല. എന്തേ കാരണം? എന്നാൽ ഞങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, ലോകത്ത് മുസ്ലിം നേതാക്കന്മാർ എത്ര പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മോതിരം വിഴുങ്ങിയും അല്ലാതെയും സ്വന്തം പണ്ടത്ത് കത്തികേറ്റിയും ആത്മഹത്യ ചെയ്ത ആളുകളും മുസ്ലിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? മുസ്ലിം നായകത്വം വഹിച്ചൊരൊറ്റ കുട്ടിയും ആത്മഹത്യ ചെയ്തിട്ടില്ല. പഠിക്ക്, മതത്തെ പറ്റി പഠിക്കും, അങ്ങനെ പഠിക്ക്. എന്തുകൊണ്ട്? ഞാൻ ചോദിക്കട്ടെ, മലയാളം വീക്കിലി എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ വായിക്കണില്ലേ? നിങ്ങൾ വായിച്ചോ? അതിലെ ആത്മഹത്യകളുടെ പേരുകൾ തേടി കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമിയിൽ വന്ന ലേഖന, ശ്രീകുമാറിന്റെ ലേഖനം. ആ ലേഖനത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ജനത ഹൈന്ദവരാണ്. ഏറ്റവും കുറവ് ആത്മഹത്യ കുറവ് ലോകാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളാണ്. ഇപ്പൊ സൗദി അറേബ്യയിലെ അറബ് രാജ്യങ്ങളിലൊക്കെ ആത്മഹത്യയുടെ പത്രവാർത്ത അറിഞ്ഞാൽ ഒന്നെങ്കിൽ കേരളക്കാരനായിരിക്കും ഫുള്ള്. സത്യം. അങ്ങനെ ഈ അറബികൾ പറയാറില്ല, എന്നെ അറിയും. ലിപ്ടൺ ചായ കണ്ടിട്ട് നിങ്ങള് അറബികൾ പറയും, ആ ലിപ്ടൺ ചായ ഇങ്ങനെ ഉയർത്തിയിട്ട് കേരളീയൻ ഹിന്ദി ഇങ്ങനെയാണ്, പെട്ടെന്ന് ഒന്ന് അറിഞ്ഞ് രണ്ടിന് കയറുമ തൂങ്ങിക്കളൂ. ഏയ്, എത്ര അറബികൾ ആത്മഹത്യ ചെയ്തു? മുസ്ലിങ്ങളെ, ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ കുറഞ്ഞ ജനത മുസ്ലിങ്ങളാ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇവിടുത്തെ ഭൗതികം തുറന്ന പുസ്തകമായിട്ട് ചോദിക്കാൻ, ഞാൻ ഒരു വക്രതയില്ലാതെ മനുഷ്യൻ നന്നാകണം എന്ന ഉദ്ദേശത്തിൽ ഞാൻ ചോദിക്കാൻ, എന്തുകൊണ്ട് ലോകത്ത് മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ പോരാട്ട ശക്തിയുള്ളവരായി? ആ ദർശനത്തിന്റെ പ്രത്യേകതയാണ്. ജീവിതത്തിന്റെ ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള നെഞ്ചു എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് കിട്ടി? ബാക്കിയുള്ള പലർക്കും എന്തുകൊണ്ട് കിട്ടിയില്ല? അതിന് ശ്രീകുമാർ കണ്ടെത്തിയ മറുപടിയെ ഞാൻ പറയും. ശ്രീകുമാർ മുസ്ലിം അല്ലല്ലോ, എഴുത്തുകാരനാണല്ലോ, മാതൃഭൂമിയിലും മലയാള മനോരമയിലും എഴുതിയിട്ടുണ്ടല്ലോ. മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചകൾ തോറും കിട്ടുന്ന മതബോധം ലോകത്ത് വേറൊരു വിഭാഗത്തിനും കിട്ടണില്ല. അതുകൊണ്ടാണ്. ഇനി ഞാൻ ചോദിക്കുന്നു, ആത്മഹത്യയുടെ പേരിൽ കേരളത്തിന് എത്ര രൂപ മുടക്കേണ്ടി വരും? 9,000 ആത്മഹത്യയാണ് വർഷം, ഓരോ വർഷം അല്ല ഓരോ മാസം കേരളത്തിൽ നടക്കുന്നത്. 9,000 ആത്മഹത്യ. അതിന്റെ എത്രയോ ലക്ഷമിരട്ടി ആത്മഹത്യാ ശ്രമം നടക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. 5 പേരൊന്നിച്ച്, 6 പേരൊന്നിച്ച്, 3 പേരൊന്നിച്ച്. അമേരിക്കയിലെ ബിസിനസ്സുകാരൻ, കേരളക്കാരൻ, കോട്ടയത്തുകാരൻ അമേരിക്കയിൽ ആത്മഹത്യ ചെയ്യുന്നു. ഞാൻ ചോദിക്കുന്നത്, ആത്മഹത്യ കുറയാൻ മുസ്ലിങ്ങൾക്ക് എന്തേ കാരണം? അവർ കണ്ടിട്ടില്ലാത്ത, എന്നോട് നിങ്ങൾ മനസ്സിലാക്കണം, അവർ കണ്ടിട്ടില്ലാത്ത മുഹമ്മദ് നബിയോട് അവർ എത്ര അനുസരിക്കുന്നു എന്ന് നിങ്ങളൊന്ന് പഠിപ്പിച്ചു നോക്കിയേ. മുഹമ്മദ് നബി പഠിപ്പിക്കുകയാണ്, ഖാലിദൻ മുഖല്ലദൻ ഫീഹി അബദാ. ആത്മഹത്യ ചെയ്താൽ നരകത്തിൽ അവൻ അത് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചാൽ പരലോകത്തവൻ കുന്നിന്റെ മുകളിൽ നിന്ന് ചാടിക്കൊണ്ടേയിരിക്കും. കത്തികൊണ്ട് കുത്തിയൊരുത്തൻ മരിച്ചാൽ ദൈവസന്നിധിയിൽ കുത്തിക്കൊണ്ടേയിരിക്കും. ഇസ്ലാം പഠിപ്പിച്ചതാ. ഇസ്ലാം ഖുർആനിലൂടെ പ്രഖ്യാപിച്ച പ്രഖ്യാപനം അറിയോ നിങ്ങൾക്ക്? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനക്സിൻ മിനൽ അംവാലി വൽഅൻഫുസ് വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിമുസ് സ്വലവാതു മിർ റബ്ബിഹിം. അല്ലാഹു പറയാണ് ഖുർആനിലെ 2-ാം അധ്യായം 155, 156, 157 വചനം. ഖുർആനിലെ 2-ാം അധ്യായത്തിൽ പറയാൻ, വലനബ്ലുവന്നകും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും രോഗം കൊണ്ട്. മാ യസാലുൽ ബലാഉ ബിൽ മുഖ്ബിരി വൽ മുഖ്ബിരാത്തി ഫീ നഫ്സി വമാലിഹി വവലദിഹി ഹത്താ യൽഖല്ലാഹു തആല വമാ അലൈഹി ഖതിയത്തുൻ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരു യഥാർത്ഥ മതവിശ്വാസി പരീക്ഷണങ്ങൾ ആയിക്കൊണ്ടേയിരിക്കും. ഒരു കണ്ടിന്യൂസിംഗ് പ്രോഗ്രാമായി. പെട്ടെന്ന് ഉമ്മ മരിച്ചു, തൊട്ടപ്പോ തന്നെ ബാപ്പ മരിച്ചു, സ്വന്തം മക്കൾ ആക്സിഡന്റിൽ മരിച്ചു. ഇങ്ങനെയൊക്കെ പരീക്ഷിച്ചിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം
എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗദിയിൽ ഉണ്ടായിരുന്ന ഒരു മുജാഹിദ് സുഹൃത്ത് മുജാഹിദ് സെന്ററിൽ വെച്ച് എന്നെ കണ്ടപ്പോ സലാം എന്നോട് പറഞ്ഞു, പടച്ചോൻ ഈ അടുത്ത കാലത്ത് എനിക്കൊരു അനുഗ്രഹം തന്നു. ഞാൻ ഞെട്ടിപ്പോയ. അയാൾ എന്താ പറഞ്ഞു വരുന്നത്? എന്റെ മോള് മരിച്ചുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മുജാഹിദ് പ്രവർത്തകൻ പറയാണ്, എന്റെ മോള് മരിച്ചത് എനിക്ക് അള്ളാഹ് തന്നൊരു അനുഗ്രഹമാണ്. ഇസ്ലാം പഠിപ്പിച്ച അതെന്തേ കാരണം? അതെന്താ കാരണം? എനിക്ക് കേട്ടോ പഠിപ്പിക്കാം. ഈ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ പ്രഗൽഭനായ കർമ്മശാസ്ത്ര പണ്ഡിതനാണ്. ഉർവത്ത് ബിൻ സുബൈറിന്റെ വലതുകാല് മുറിക്കാൻ തീരുമാനിച്ചു ഡോക്ടേഴ്സിന്റെ. കാരണം പഴുപ്പ് ബാധിച്ച് തുടയിലേക്ക് പഴുപ്പ് കയറാനുള്ള ഒരു പ്രത്യേക ഘട്ടം. അതുകൊണ്ട് കാല് മുട്ടിൽ വെച്ച് മുറിക്കണം. ഉർവത്ത് ബിൻ സുബൈർ പറഞ്ഞു, ആയിക്കോട്ടെ, അതിനെന്താ പ്രശ്നം? പക്ഷെ ഒരു കണ്ടീഷൻ. എന്താണ് ആ കണ്ടീഷൻ? ഉർവത്ത് ബിൻ സുബൈർ പറയാണ്, എന്നെ ബോധം കെടുത്തരുത്, എന്നെ അനസ്തേഷ്യ ചെയ്യരുത്. സ്ത്രീകളെ പ്രത്യേകം മനസ്സിലാക്കണം, എന്നെ അനസ്തേഷ്യ ചെയ്യരുത്. കാരണം അബോധാവസ്ഥയിൽ ഞാൻ എന്റെ ദൈവത്തെ, അള്ളാഹുവിനെ, പടച്ചതമ്പുരാനെ, അല്ലിലാഹിനെ ഞാൻ മറന്നുപോകും. അതുകൊണ്ട് എന്റെ കാല് മുറിക്കുമ്പോ എനിക്ക് പടച്ചോനെ ഓർക്കണം, എന്റെ റബ്ബിനെ ഓർക്കണം. അങ്ങനെ പച്ചക്കാല് ഡോക്ടേഴ്സ് മുറിച്ചു മാറ്റി ഉർവത്ത് ബിൻ സുബൈറിന്റെ. എന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോ ഒരാൾ ഓടി വന്നിട്ട് പറയാണ്, ഉർവത്ത് ബിൻ സുബൈർ, നിങ്ങളുടെ മകൻ ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചു 5 മിനിറ്റ് മുമ്പ്. ഇത് കേട്ട ഉർവത്ത് ബിൻ സുബൈർ അൽഹംദുലില്ലാ അത്ഭുതത്തോടുകൂടിയ ജനത ചോദിച്ചു, ഉർവത്ത് ബിൻ സുബൈർ, നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റപ്പെട്ടു, അപ്പോഴും നിങ്ങൾ പുഞ്ചിരിച്ചു. നിങ്ങളുടെ 6 മക്കളിൽ നിങ്ങൾക്ക് പ്രിയങ്കരനായ മകൻ ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചു, അപ്പോഴും നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചു. എന്തുകൊണ്ടാണ് ഉർവത്ത് ബിൻ സുബൈർ? മുസ്ലിങ്ങളെ, ഇവിടെ ജീവിക്കുന്ന സുന്നി, മുജാഹിദ്, ജമാഅത്ത്, NDF തുടങ്ങി മുഴുവൻ മുസ്ലിങ്ങളെ പറഞ്ഞു കൊടുക്ക് ആ മുസ്ലിങ്ങളോട് ഉർവത്ത് ബിൻ സുബൈറിന്റെ ഈമാൻ എന്താ. ഉർവത്ത് ബിൻ സുബൈർ പറയാൻ, ഞാൻ എന്തിനു ദുഃഖിക്കണം? എനിക്ക് എന്റെ അള്ളാഹു 2 കാല് നൽകി, 2 കൈ നൽകി. വേണമെങ്കിൽ അവന് 2 കൈയും 2 കാലും എടുക്കാമായിരുന്നു, എടുത്തില്ല. ഒരു കാലും അവശേഷിപ്പിച്ചു, ഒരു കാലിന്റെ മുട്ട് വരെ അവൻ എനിക്ക് തന്നു, 2 കൈകളും എനിക്ക് അവൻ അവശേഷിപ്പിച്ചു. ഞാൻ എന്തിനു ദുഃഖിക്കണം? ഈ ചിന്തയാണ് മതത്തിന്റെ പ്രത്യേകത, ഈ ചിന്തയാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. എനിക്ക് അബ്ദുള്ള അടിയാർ ഇസ്ലാം സ്വീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, ആത്മഹത്യകളുടെ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. ആ സംഭവത്തിൽ എന്താ വെച്ചാൽ, ഒരു ഹിന്ദു സഹോദരൻ രാവിലെ എഴുന്നേക്കാണ് 4-4:30. എന്തിനറിയോ? ആത്മഹത്യ ചെയ്യാൻ. അങ്ങനെ എഴുന്നേറ്റ് അയാൾ ഇങ്ങനെ കയറൊക്കെ കെട്ടി ആത്മഹത്യ ചെയ്യാൻ ഇങ്ങനെ ആ ഒരു കസേരയിലേക്ക് ഇങ്ങനെ കേറി ആ കഴുത്ത് കയറിലേക്ക് ഇടാൻ നേരിട്ട് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കും. ആ ബാങ്കിന്റെ ലഫ്ള് അയാളുടെ കർണപടത്തിൽ മുഴങ്ങിയപ്പോ അയാൾ അറിയാതെ അയാളുടെ മനസ്സിൽ ഒരു വലിയ ആശ്വാസം, ആ ബാങ്കിന്റെ പദം. അയാൾ ഉടനെ ആ കയറ് മാറ്റി ഇവിടെ നിന്ന് ഇറങ്ങി. അന്ന് അയാളുടെ മനസ്സിൽ ആ ബാങ്കുലി ഉണ്ടാക്കിയ പ്രതിധ്വനി അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് എത്തിച്ചു. ആത്മഹത്യയിൽ നിന്ന് അദ്ദേഹത്തെ കരകയറ്റി. ഞാൻ പറയുന്നത്, ജീവിതത്തിൽ പ്രതീക്ഷ നൽകി മതം. എന്നിട്ട് ഉർവത്ത് ബിൻ സുബൈർ പറയാൻ, എനിക്ക് അല്ലാഹു 6 മക്കളെ തന്നു. 6 മക്കളിൽ 5 എണ്ണത്തെ അവൻ അവശേഷിപ്പിച്ചു, 1 എടുത്തു. നമുക്ക് എപ്പോഴെങ്കിലും ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? 1 ഏക്കർ ഭൂമിയിൽ ഹൈവേയിലെ 50 സെന്റ് നഷ്ടപ്പെടുമ്പോ അതിന്റെ പേരിൽ തൂങ്ങി മരിക്കാൻ ശ്രമിക്കുന്നവരോട് ഒരു തുണ്ട് ഭൂമിയില്ലാത്തവർ ഈ മണ്ണിൽ ജീവിക്കുന്നില്ലേ? ചേരി പ്രദേശങ്ങളിൽ, ഓവുചാലുകളിൽ വലിയ സാരിയുടെ കഷ്ടുപയോഗിച്ച് മറച്ച് ചളിപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആദമിന്റെ മക്കളില്ലേ? പ്രവാചക തിരുമേനിയുടെ വചനം. നിങ്ങളിൽ താഴ്ന്നവരിലേക്ക് നോക്കണം, നിങ്ങളിൽ താഴ്ന്നവരിലേക്ക്, കഷ്ടപ്പെടുന്നവരിലേക്ക്. 2 കൈയില്ലാത്തവൻ, 2 കൈയുള്ളവനെ നൊടുവിൽപ്പെടണ്ട. 2 കാലും 2 കൈയില്ലാത്തവനെ നോക്കൂ, ഈശ്വരൻ എനിക്ക് 2 കാല് തന്നു, 2 കയ്യേ ഇല്ലാത്തതുള്ളൂ. ഇത് പഠിപ്പിച്ച മതം. ഓടുമേഞ്ഞ ഒരു വീട് എനിക്കുണ്ട്, 3 നിലയുള്ള വാർപ്പില്ലാന്നേ ഉള്ളൂ, അതില്ലാത്തവൻ ഇവിടെയുണ്ട് എന്ന് ചിന്തിക്കാൻ പഠിപ്പിച്ച മതം. ഞാൻ ചോദിക്കുന്നു, ജീവിതത്തിൽ ഇത്ര പ്രതീക്ഷ നൽകിയ ഒരു മതത്തെ എറണാകുളത്ത് സാൽവേഷൻ നടക്കുന്നു. അപ്പോ ഭവൻസ് സ്കൂളിലെ എനിക്ക് പരിചയമുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു മാത്സിന്റെ ടീച്ചർ, പ്രഗത്ഭയാണ് അവര്. എറണാകുളത്ത് വളരെ പ്രഗത്ഭയായ ടീച്ചറാണ് അവര് എറണാകുളം സാൽവേഷനിൽ വന്നില്ല. ആദ്യത്തെ 6 ദിവസം അവര് വന്നില്ല.
പലരും ക്ഷണിച്ചു. അപ്പൊ അവര് ചോദിച്ചു, എന്ത് മുസ്ലിങ്ങളെ ഇതല്ലേ, തീവ്രവാദികളുടെ ഇത് കേൾക്കാനാണ്, ഇത് കാണാനാണ് എന്നാണ് സ്ത്രീയുടെ ചോദ്യം. 7ാമത്തെ ദിവസം അവരുടെ ക്ലാസ് അവരുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു അധ്യാപകൻ, ഒരു ഹിന്ദു അധ്യാപകൻ ടീച്ചറോട്, ടീച്ചറെ, ലൈഫിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും ഈ സാൽവേഷനിൽ പോകാതെ നിങ്ങൾ വീട്ടിലിരുന്നാൽ. നിങ്ങളുടെ ലൈഫിലെ വിജ്ഞാന ലോകത്ത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത മനുഷ്യ ജീവിതം എന്ന വിജ്ഞാനം വിളംബരം ചെയ്ത മഹാവിജ്ഞാനത്തെ തൊട്ടറിയാൻ ഭാഗ്യമില്ലാത്തവളാവും നിങ്ങൾ എന്ന് ഈ അധ്യാപകൻ ആലോചിക്കുന്ന ഒരു ഹിന്ദു അധ്യാപകൻ. അന്ന് വൈകുന്നേരം 6 മണിക്ക് ഈ സ്ത്രീ വരികയാണ് സാൽവേഷൻ. ഞാൻ ഓർക്കുന്നത് എന്റെ മുമ്പിലായിരുന്നു കൗൺസിലിംഗ് സെന്ററിൽ ആ സ്ത്രീ ഇരുന്നത് എന്നുള്ളത്. ആ സ്ത്രീ ഞങ്ങൾ 5-6 മുജാഹിദ് പ്രവർത്തകർ ഇരിക്കുന്ന ആ സദസ്സിലേക്ക് കണ്ണുനീർ വാർത്തുകൊണ്ട് കരഞ്ഞിട്ടാണ് ആ സ്ത്രീ വരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ടീച്ചറെ എന്തിനാ കരയണത്? എന്തെങ്കിലും ദുരനുഭവം ഈ ടെന്റിൽ, ഈ പവനിയലിൽ ആരെങ്കിലും അപമര്യാദയായി പെരുമാറി, എന്തെങ്കിലും അനിഷ്ടകരമായ സംഭവം ഉണ്ടായോ ടീച്ചർ? ടീച്ചർ പറഞ്ഞു ഇല്ല. പിന്നെ എന്താ ഉണ്ടായത്? ഇവിടെ എഴുതിയ ഫ്ലക്സുകളിലെ ചില ഫ്ലക്സ് എന്റെ കണ്ണുകളെ ഈർന്നണിയിച്ചു. ഞാൻ കരഞ്ഞു. ഉണ്ടായില്ലേ? ഇവിടെയും ഉണ്ടായില്ലേ കരഞ്ഞവർ? ഈ സാൽവേഷനിൽ, ഈ എക്സിബിഷൻ പവനിയലിൽ കയറി കണ്ണുനീരൊഴിച്ചവർ ഇവിടെ ഉണ്ടായില്ലേ? 5000-ത്തിലധികം വരുന്ന ജനങ്ങൾ ഇക്കഴിഞ്ഞ 6-7 ദിവസം കയറിയിറങ്ങിയപ്പോ അവരുടെ കണ്ണിനെ ഈർണണിയിച്ച ബോർഡുകൾ അതേ ഖുർആനിലുള്ളൂ, അതേ സുന്നത്തിലുള്ളൂ. അപ്പൊ ഭവൻസ് സ്കൂളിലെ ടീച്ചറിനോട് ഞാൻ ചോദിച്ചു, എന്തിനാ കരയണത്? അങ്ങനെ അവരെവിടെ ഇരുന്നു, കസേരയിലിരുന്നു, അവരുടെ ജീവിതം പറഞ്ഞു. ഞാൻ ഭവൻസ് സ്കൂളിലെ ഏറ്റവും പ്രഗത്ഭയായ, എന്റെ സ്കൂളിൽ ഒരു ഹീറോ ആണ് ഞാൻ. പക്ഷേ ഞാൻ എത്ര മോശക്കാരിയാണ് എന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. എന്റെ ജീവിതത്തിൽ ഞാൻ അഹങ്കാരത്തിലായിരുന്നു, ഞാൻ വലിയ അഹങ്കാരത്തിലായിരുന്നു. എന്റെ അഹങ്കാരം ഇവിടെ ഇല്ലാതായി. ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് എഴുതിയ ബോർഡുകൾ എന്റെ കണ്ണുകളെ കരയിച്ചു. കാരണം ഞാനൊരു നല്ല ടീച്ചറായിരുന്നു, പക്ഷേ ഞാനൊരു നല്ല ഭാര്യയായിരുന്നില്ല. ഞാനൊരു നല്ല ടീച്ചറായിരുന്നു, പക്ഷെ ഞാനൊരു നല്ല ഭാര്യയായിരുന്നില്ല. ഞാനൊരു നല്ല ടീച്ചറായിരുന്നു, പക്ഷെ ഞാൻ നല്ലൊരു അമ്മയായിരുന്നില്ല. അപ്പൊ ഞാൻ വിശദീകരണം തേടി. അപ്പൊ അവര് പറഞ്ഞു, രാവിലെ 7 മണിക്ക് തുടങ്ങും ഞങ്ങളുടെ സ്കൂള്. 5 മണിക്ക് എഴുന്നേറ്റ് സാരി ഉടുക്കാൻ തുടങ്ങും. ഞാൻ കുളിച്ചിട്ട് സാരി ഉടുത്ത് അണിഞ്ഞൊരുങ്ങി പൊട്ടും തൊട്ട് ഭർത്താവിന് ജീവിതത്തിൽ ഭക്ഷണം വെച്ചു കൊടുത്ത ഓർമ്മ എനിക്ക് പ്രഭാതത്തിലില്ല. വീട്ടുജോലിക്കാരിയാണ് എന്റെ ഭർത്താവിന് ചപ്പാത്തി വെച്ചു. അതുകൊണ്ട് എന്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടം അവളോടാണ്, പ്രേമമല്ല, ഭക്ഷണം കൊടുക്കുന്ന ഒരു പെണ്ണ് എന്നുള്ള നിലയിൽ. ഞാനുമായി എന്റെ ഭർത്താവിനുള്ള ബന്ധം രാത്രി 11 മണിക്ക് ഫ്രീ ആകുമ്പോൾ ഞങ്ങൾ പറയുന്ന 2 മിനിറ്റ് വർത്തമാനമാണ്. എനിക്ക് എന്റെ മക്കളുമായി ബന്ധമില്ല. രാവിലെ ഒരു യൂണിഫോം ഇടുന്ന ആ സ്ത്രീ ഭക്ഷണം കൊടുക്കുന്നു, എടുത്തു കൊടുക്കുന്ന എല്ലാം വീട്ടുവേലക്കാരിയാണ്. എനിക്കൊരു റോളുമില്ല. ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു ഞാനൊരു അമ്മയല്ലെന്ന്. ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു ഞാനൊരു നല്ല ഭാര്യയല്ലെന്ന്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്ന് പഠിക്കണമെങ്കിലും അത് ആദരിക്കണമെങ്കിലും എന്റെ മക്കൾക്ക് ഞാൻ ഒരു നല്ല അമ്മയായിട്ടില്ല. പിതാ രക്ഷിതി കൗമാരേ ഭർത്താ രക്ഷിതി യൗവനേ പുത്രോ രക്ഷിതി വാർദ്ധക്യേ രക്ഷന്തി സ്തവരേ പുത്ര നസ്ത്രീ സ്വാതന്ത്ര്യമർഹിതി എന്ന ഭാര്യ എന്ന ആ മഹത്തായ സങ്കല്പത്തിലെത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ഭവൻസ് സ്കൂളിലെ എന്റെ ജോലി ഒഴിവാക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സഹോദരങ്ങളെ, എന്തേ ഈ പെണ്ണിന്റെ ഹൃദയം ഈർണണിഞ്ഞത്? എന്തേ ഈ പെണ്ണിന്റെ മനസ്സുണർന്നത്? ആരെ ഈ പെണ്ണിന്റെ മനസ്സുണർത്തിയത്? ആരാ? മലേഷ്യയിൽ നിന്ന് മണികണ്ഠൻ വിളിക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധകരെ, നിങ്ങളുടെ സാൽവേഷൻ ഞാൻ ഇവിടെ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് ഒരു നിമിഷവും ആലോചിക്കാനില്ല. ഇസ്ലാം സ്വീകരിക്കാൻ, ദൈവത്തിന്റെ മതം സ്വീകരിക്കാൻ ഇനി എനിക്കൊരു മിനിറ്റ് കാത്തു നിൽക്കേണ്ടതില്ല എന്ന് വിളിക്കുന്നു. എന്താണ് കാരണം? അത് ആലോചിക്കേണ്ടതാണ് നമ്മൾ. വേദഗ്രന്ഥങ്ങൾ ലോകത്ത് ചെലുത്തിയ സ്വാധീനം എന്താണ്? ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഇതര വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ഖുർആനിന്റെ മാസ്മരികത എന്തെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നു, ശ്രീമദ് ഭഗവത്ഗീത അവതരിച്ചതിനു ശേഷം ഭീഷ്മപർവം മുതൽ 25 മുതൽ 42 വരെ നീണ്ടുകിടക്കുന്ന മഹാഭാരതത്തിലെ 18 അധ്യായമുള്ള ശ്രീമദ് ഭഗവത്ഗീത ക്രോഡീകരിക്കപ്പെട്ടിട്ട് അതിലെ ഒരു സൂക്തം കേട്ടിട്ട് ഹിന്ദു ജനത മുഴുവനും മദ്യം ഒഴിവാക്കിയിട്ടുണ്ടോ?
ഉണ്ടോ? ഉണ്ടോ? ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദങ്ങൾ, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, ഏറെ ശ്രദ്ധേയമായ ദശോപനിഷത്ത്. ഈ ഉപനിഷത്തുക്കളുടെ വാചകം കേട്ടിട്ട് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും പട്ടാളമില്ലാതെ, തോക്കില്ലാതെ, ആയുധമില്ലാതെ, എക്സൈസ് ഉദ്യോഗസ്ഥരില്ലാതെ, പോലീസ് ഇല്ലാതെ, കോടതിയില്ലാതെ ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളും വേദം കേട്ടിട്ട് മദ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ? പഠിക്കണം. എന്നാൽ ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ് ഉൾക്കൊള്ളുന്ന ബൈബിളിലെ മദ്യവിരുദ്ധ വാചകങ്ങൾ കേട്ടിട്ട് ക്രിസ്ത്യാനിറ്റി മദ്യത്തിൽ നിന്ന് മുക്തായിട്ടുണ്ടോ? ചാലിട്ട് കുടിക്കുന്ന സ്ഥലം. ക്രിസ്ത്യാനികളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മദ്യപിക്കുന്നത് ചാലക്കുടിയിൽ. അപ്പേര് സൂചിപ്പിക്കുന്ന പോലെ ചാലിട്ട് കുടിക്കുകയാണ്. ക്രിസ്തുമസിന് ബൈബിള് എതിർത്തു. ബൈബിളിലെ മനുഷ്യന്റെ കൈകടത്തലുണ്ടായി, അത് വേറെ വിഷയം. ബൈബിള് മദ്യത്തെ എതിർത്തു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ബൈബിളിലെ സൂക്തം അവതരിച്ചിട്ട് ഒരു ലോകത്തെ മുഴുവൻ മനുഷ്യരും മദ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ? തെൽമൂദ്, സെന്നവസ്, ഇതൊക്കെ വേദമാണ്. എന്റെ ചോദ്യം, നിങ്ങൾക്കറിയുമോ ഖുർആനിലെ, വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തം അവതരിച്ചപ്പോ ആ സൂക്തം ഒരു പയ്യൻ, ഒന്നുകൂടെ, ഈ കായംകുളത്തിന്റെ പട്ടണത്തിലൂടെ ഒരു കുട്ടി ഓടി നടക്കുക. എന്താ വാചകം? അവൻ പറയാണ്, ദൈവവിശ്വാസികളെ, മദ്യം നിങ്ങൾക്ക് നിരോധിച്ചു നിങ്ങളുടെ ദൈവം എന്നിങ്ങനെ പറയാൻ. ഞാൻ ചോദിക്കുന്നു, ഇവിടെ വിദേശ മദ്യം ഇല്ലാതാകുമോ? കുടിയന്മാരില്ലാതാകുമോ? ആകുമോ? എന്നാൽ പ്രവാചകൻ ജീവിച്ച കാലത്ത് ഒരു സംഭവം അറിയുന്നു. ഖുർആൻ എന്ന ഗ്രന്ഥത്തിന്റെ മാസ്മരികത അറിയാൻ വേണ്ടിയാ പറയുന്നത്. മദീനത്തെ തെരുവിൽ മഹാനായ ജാഫർ ബിൻ അബി ത്വാലിബ് അബ്കാരി കോൺട്രാക്ടറായിരുന്നു. ജാഫർ ബിൻ അബി ത്വാലിബ് വലിയ മദ്യഷാപ്പ് നടത്തിയ ആളായിരുന്നു, അബ്കാരി കോൺട്രാക്ടർ. ആ ജാഫർ ബിൻ, പിന്നെ മഹാനായ അബൂതല്ലത്തിൽ അൻസാരി അബ്കാരി കോൺട്രാക്ടറായ കള്ളുഷാപ്പിൽ മദ്യം വിളമ്പിയ സഹാബിയായിരുന്നു അനസ് റളിയല്ലാഹു അൻഹു. ഓർക്കണം, ഇനി ഞാൻ പറയുന്ന വാചകം ശരിക്കും ശ്രദ്ധിക്കണം. അനസ് റളിയല്ലാഹു ഇങ്ങനെ കേൾക്കുകയാണ്, മദീനത്തെ തെരുവിൽ ഒരു ചെറുപ്പക്കാരൻ ഒരായത്ത് ഇങ്ങനെ ഓതിപ്പോവുകയാണ്, ഖുർആനിന്റെ ഒരു വചനം. അപ്പൊ മഹാനായ അബൂതല്ലത്തിൽ അൻസാരി ചോദിച്ചു, അതെന്താ? അപ്പൊ അനസ് റളിയല്ലാഹു അങ്ങോട്ട് റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് അതിങ്ങനെ കേട്ടു നോക്കി. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിർ, ഖുർആനിലെ 5-ാം അധ്യായം 90-91 വചനം. ഈ വചനം ഇങ്ങനെ ഓതിക്കൊടുക്കുകയാണ്. ഒന്ന് സങ്കല്പിച്ചു നോക്കി, കേരളത്തിന്റെ തെരുവിൽ പൊന്നാനി, കോട്ടക്കൽ, തിരൂര്, എറണാകുളം, മുക്കം തുടങ്ങി ഈ പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു വാചകം. എന്താ വാചകം? ഏയ് മനുഷ്യരെ, നിങ്ങൾക്ക് മദ്യം ദൈവം നിരോധിച്ചിരിക്കുന്നു എന്നൊരു വാചകം ഓതിക്കൊടുത്താൽ ഈ കൗമ രക്ഷപ്പെടും. എന്നാൽ മദീനയിൽ ഈ ഒരു സൂക്തം ദൈവം അവതരിപ്പിച്ച അന്ന് എന്തുണ്ടായി എന്ന് കേട്ടോളി. ഇത് കഥയല്ല, സാഹിത്യമല്ല, ചാനലിലെ വിടുവായിത്തല്ല, ചരിത്രമാണ് പറയുന്നത്. ആ ആയത്ത് ഇങ്ങനെ ഓതിക്കൊടുത്തപ്പോ അനസ് റളിയല്ലാഹു പറഞ്ഞിട്ട് പറയാണ് അബൂതല്ലത്തിൽ അൻസാരിയോട്, ഒന്നുമില്ല, മദ്യം നിരോധിച്ചു പടച്ചോൻ മദ്യം വിലക്കി. അപ്പോ അനസ് പറയണം, എന്ത്? ഓ, പള്ളക്കടിച്ചു. ഇനി ഒരു ചെത്ത് തൊഴിലാളി യൂണിയൻ ഒരു സമരം വേണം, അല്ലെങ്കിൽ റമ്മിലുള്ള കള്ള് വിൽക്കാനെങ്കിലും നബീനോടൊരു അവസരം ചോദിക്കണം. കേട്ടോളി, ലോകം തിരിച്ചറിയണം. ഞാനൊരു കാര്യം പറയാം, ഇസ്ലാമിലൂടെ അല്ലാതെ ലോകത്തിന് രക്ഷയും മോക്ഷവും ഇല്ല. ഇത് തീവ്രവാദമല്ല, ഒരു സത്യം നെഞ്ചകത്ത് നോക്കി ഇങ്ങോട്ട് പറയും. ആ ഇസ്ലാം ദൈവം അവതരിപ്പിച്ചാണ്, മുഹമ്മദ് നബിയുടെ മതമല്ല, ഞങ്ങളാരും അവതരിപ്പിച്ചല്ല. നിങ്ങൾക്കൊക്കെ വായും വെള്ളവും നൽകി ഏതൊരു പടച്ചോനാണോ ആ പടച്ചോൻ അവതരിപ്പിച്ച ഇസ്ലാം സ്വീകരിക്കലല്ലാതെ മോക്ഷത്തിന് വേറൊരു ദർശനവുമില്ല. അല്ലാഹു അക്ബർ. ഇനി ഞാൻ പറയാം, ഈ സൂക്തം ഓതിക്കൊടുത്തപ്പോ അബൂതല്ലത്തിൽ അൻസാരി പറയാണ്, എടുമഴു കോടാലിയുടെ എടുത്തിട്ട് കള്ളിന്റെ ചഷകങ്ങൾ അടിച്ചൊടച്ച് തൂഫാനാക്കി. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങട്ട് തിരിഞ്ഞു നോക്കിയില്ല. മാത്രാണോ, മദ്യപിച്ചുകൊണ്ടിരുന്നവർ വായിലേക്ക് കൈയിട്ടിട്ട് മദ്യം കണ്ട് ഛർദിച്ചു. വല്ല ഡ്രസ്സിൽ എവിടെങ്കിലും മദ്യമായിട്ടുണ്ട്, ആ ഭാഗം കട്ട് ചെയ്ത് കളയും. ഞാൻ ചോദിക്കുന്നത്, ലോകത്തേതെങ്കിലും ഒരു മതഗ്രന്ഥമോ ഒരു മതാചാര്യനോ ഇങ്ങനൊരു സൊസൈറ്റിനെ തീർക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറ. ലോകത്തേത് പ്രത്യയശാസ്ത്രത്തെയും വിനീതമായി വെല്ലുവിളിക്കുകയാണ് ഞാൻ, സ്നേഹത്തോടെ, നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി. ഇതെങ്ങനെ സാധിച്ചു? അതിലേക്കാണ് എന്റെ പോയിന്റ്. ഇതെങ്ങനെ സാധിച്ചു? വേശ്യാലയമില്ലാത്തൊരു നാട്,
പലിശാലയമില്ലാത്തൊരു നാട് ഉണ്ടോ ലോകത്ത്? ലോക ചരിത്രത്തിൽ മുഹമ്മദ് നബിയുടെ ജനതയല്ലാതെ ഇതെങ്ങനെ സാധിച്ചു? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയട്ടെ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി 1ാം വോള്യം 195 മുതൽ 206 വരെയുള്ള പേജ്. അതിൽ നെഹ്റു പറയാൻ 3 കാര്യങ്ങൾ. അതാ മുഹമ്മദിന്റെ വിപ്ലവം. മുഹമ്മദിന്റെ വിപ്ലവത്തിന്റെ രഹസ്യം എന്താ? 3 കാര്യം. എന്തേ? 1, ഏകനായ ദൈവത്തിലേക്കുള്ള ക്ഷണം, അതവർക്കിടയിൽ വിപ്ലവം ഉണ്ടാകും. 2, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ചുള്ള ആഹ്വാനം. 3, പ്രവാചകനെ അനുസരിക്കുമ്പോഴുണ്ടാകുന്ന വിപ്ലവത്തെ കുറിച്ചുള്ള ചിന്ത. ഈ 3 കാര്യങ്ങളാണ് അറബ് ജനതയിൽ മാറ്റുണ്ടാക്കി. നിങ്ങൾ ഓർക്കണം, മുഹമ്മദിന് ആയിഷ ബീവി ഇത് മുസ്ലിങ്ങളോടാണ്. അതോടൊപ്പം മുസ്ലിങ്ങൾക്ക് മനസ്സിലാക്കാം, മുസ്ലിങ്ങളോട്, പോപ്പുലർ ഫ്രണ്ടിനോട്, ജമാഅത്തെ ഇസ്ലാമിയോട്, സമസ്തയോട്, തബ്ലീഗിനോട്, എല്ലാവരോടുമാണ് പറയുന്നത്. ആയിഷ ബീവി കേരള നദ്വത്തുൽ മുജാഹിദീന്റെ MGM-ന്റെ വനിതകളുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് അല്ല. നമ്മളെ ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത് നബിയുടെ ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീവി പറയാണ്, മുഹമ്മദ് നബി മക്കത്ത് വന്നു, എന്നിട്ട് അദ്ദേഹം കള്ളു കുടിക്കരുത് എന്നായിരുന്നു പ്രസംഗിച്ചതെങ്കിൽ ഈ ജനത മദ്യത്തിൽ രക്ഷപ്പെടുമായിരുന്നില്ല. തീർന്നില്ല. പിന്നെയോ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായ കാര്യം എന്താണ്? അതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം അദ്ദേഹത്തിന്റെ ദഅവത്തിനെ കുറിച്ചുള്ള പരാമർശം. അതെന്താണ്? നമ്മൾ മനസ്സിലാക്കി. അതെന്താണ്? ആയിഷ ബീവി പറയാൻ, പ്രവാചകൻ വ്യഭിചരിക്കരുത്, മദ്യപിക്കരുത്, പലിശക്ക് വാങ്ങരുത് എന്നായിരുന്നു പറഞ്ഞതെങ്കിൽ, അങ്ങനെയായിരുന്നു പറഞ്ഞതെങ്കിൽ തീർച്ചയായും ഈ ജനത മാറുമായിരുന്നില്ല. പിന്നെ എങ്ങനെ മാറി? എങ്ങനെയാ മാറിയത്? അതാണ് ആയിഷ ബീവി പറയുന്നത്. 13 കൊല്ലം അല്ലാഹു ആരാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. പടച്ചോൻ ആരാണ് ഇത് പഠിപ്പിച്ചു കൊടുത്തപ്പോ അവര് രക്ഷപ്പെട്ടു. അള്ളാനെ ശരിക്കും അവര് ബോധ്യപ്പെട്ടപ്പോ എല്ലാ തിന്മകളിൽ നിന്ന് രക്ഷപ്പെട്ടു. അറബിയിൽ മുഹമ്മദ് നബി വരുമ്പോ അറബികൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു, പടച്ച തമ്പുരാനിൽ വിശ്വാസം ഉണ്ടായിരുന്നു, അള്ളാഹുവിനെ അവരിൽ ആരാധിച്ചിരുന്നു. പക്ഷേ അവനെ മാത്രം ആരാധിക്കുക എന്നത് അവർ അംഗീകരിച്ചിരുന്നില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. മുഹമ്മദ് നബി വരുന്ന കാലത്ത് ഖദീജ ബീവി റസൂലുള്ളാഹിനോട് പറഞ്ഞ വാക്ക്, അല്ലാഹു ആണ് സത്യം, അല്ലാഹു നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ല, കയ്യൊയ്യുകയില്ല. കാരണം അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നവനാണ്, കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നവനാണ്. ഖദീജ ബീവി ഇതെവിടുന്ന് പഠിച്ചു? ഖദീജ ബീവിക്ക് ഇതെവിടുന്ന് കിട്ടി? ഏത് മദ്രസയിലാണ് അവർ പഠിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പാനെ കണ്ടിട്ടില്ല? ഉണ്ടോ? ഇല്ല. നബിയുടെ വാപ്പാനെ കണ്ടിട്ടുണ്ടോ? നബി ആ വാപ്പാന്റെ പേര് അബ്ദുള്ള, അള്ളാന്റെ അടിമ. അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, പടച്ച തമ്പുരാനിൽ അവർക്ക് വിശ്വാസമുണ്ട്. പക്ഷേ അള്ളാഹനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയില്ല. വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അള്ളാഹനെ കണക്കാക്കേണ്ട രൂപത്തിൽ അവർ കണക്കാക്കിയില്ല. ഇതായിരുന്നു അവരുടെ പ്രശ്നം. ഏതുപോലെ? കേരളത്തിലെ വിഖ്യാതമായ ഒരു ദർഗയിൽ നിന്ന് 50,000 രൂപ മോഷണം പോയി. കേരളത്തിലെ അറിയപ്പെട്ട ഒരു ദർഗയിൽ നിന്ന് 50,000 രൂപ കളവ് പോയി. 50,000 രൂപ കളവ് പോയപ്പോ ആ നാട്ടിലെ കുറച്ച് മുസ്ലിം ചെറുപ്പക്കാരാണ് ഇതെടുത്തത് എന്ന് മനസ്സിലായി. മുസ്ലിം ചെറുപ്പക്കാര്. അപ്പൊ അവിടുത്തെ ആളുകൾ വന്നിട്ട് പള്ളി പ്രസിഡന്റ് മുസ്താദ് എല്ലാം കൂടെ അവരെ മീറ്റിംഗിൽ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, കുട്ടികളെ നിങ്ങളാണ് 50,000 രൂപ ഈ ദർഗയിൽ നിന്ന്, കാണിക്ക വഞ്ചിയിൽ നിന്ന് എടുത്തത് എന്നൊരു ടോക്കുണ്ട്, ഒരു സംസാരമുണ്ട്. നിങ്ങൾ പറയണം നിങ്ങളല്ല. അപ്പൊ ആ കുട്ടികൾ വല്ലാഹി ഞങ്ങളല്ല എടുത്തത്, ഒരു സത്യം പറഞ്ഞു. അവർ അള്ളാഹിനെ വിളിച്ച് സത്യം ചെയ്തു. ഉടനെ ഉസ്താദ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പുറത്തൊരു ജീപ്പ് നിർത്തിയിട്ടുണ്ട്, നിങ്ങൾ അതിൽ കയറണം. അപ്പൊ എന്തിനാ ഉസ്താദ് എന്ന് ചോദിച്ചു. അത് ഇന്ന് പ്രസിദ്ധമായ ഒരു ദർഗയിലേക്ക് പോകാനാ. ആ ദർഗയിലെ ഷെയ്ഖിനെ വിളിച്ച് നിങ്ങൾ സത്യം ചെയ്യണം, നിങ്ങളല്ല എടുത്ത്. അപ്പൊ കുട്ടികൾ പറഞ്ഞു, ഞങ്ങളാ എടുത്ത്. ആ ഷെയ്ഖിനെ വിളിച്ച് സത്യം ചെയ്ത ഞങ്ങളെ കയ്യോ കാലോ പൊട്ടും. അല്ലയോ, അതൊരു ലോക്കൽ അല്ല. ഇതെങ്ങനെ ഉണ്ടായി? മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം ചെയ്യുന്നവരാരാ? ഞാൻ തുറന്നു പറയണം, മുജാഹിദുകളല്ല,
താരതമ്യേന മുസ്ലിം കേരളത്തിൽ കുറ്റകൃത്യം ഏറ്റവും കുറവുള്ള ജനത മുസ്ലിങ്ങളിൽ മുജാഹിദുകളാണ്. ഇത് ഞാനല്ല പറഞ്ഞു, മലയാള മനോരമ നടത്തിയ സർവേയുടെ റിപ്പോർട്ട്. നേരെ മറിച്ച് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം നിർവഹിച്ചത് ഈ മാനവികത ഉണർത്തുന്ന ഉസ്താദിന്റെ ടീമാണ്. ആ ടീമിൽപ്പെട്ട ആളുകൾ ജീവിക്കുന്നിടത്താണ്. ഏറ്റവും കൂടുതൽ മദ്യപാനികളുള്ള പൊന്നാനിയില 84 പള്ളി അവിടെ ഉള്ളത്. 2 പള്ളിയെ മാതൃഭാഷയിൽ കുത്തുമർത്തുന്ന പള്ളിയിൽ 2 പള്ളി. എന്തേ കാരണം? മാതൃഭാഷയിൽ കുത്തുമർത്തുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊക്കെ ഇവിടെ തടിച്ചുകൂടിയല്ലോ, ഞാൻ അറബിയിലോ ഇംഗ്ലീഷിലോ വേറെ ഏതെങ്കിലും ഭാഷയിലോ ആണ് ഇത് പ്രസംഗിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്ര കൂടാൻ കഴിയില്ല. ജനങ്ങളെ മനസ്സിലാക്കി കൊടുത്തു. ബാക്കിലെ നിങ്ങൾ നോക്കി, മുസ്ലിങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി, കുറ്റകൃത്യം ചെയ്യുന്ന മുസ്ലിങ്ങളുടെ ഒരു നീണ്ട പട്ടിക തയ്യാറാക്കിയിട്ട് ആ പേരുള്ള മുസ്ലിങ്ങളുടെ വീട്ടിലേക്കൊന്ന് കയറിച്ചല്ലേ, ഒരു മുജാഹിദ് കുടുംബത്തിലെ മെമ്പർ ആയിരിക്കില്ല. അവരിൽ 99% ആളുകൾ അറബി ഭാഷയിൽ കുത്തുബ നടക്കലാണ് ദീനിന്റെ വിധി എന്ന് വിശ്വസിക്കുന്ന സുന്നി മഹലിലെ ആ മഹലിൽ ജീവിക്കുന്നവനായിരിക്കും ഈ ചട്ടമ്പികളിലും തമ്മാടികളിലും ഭൂരിപക്ഷ ആളുകൾ. മാനവികത ഉണർത്താൻ നടക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയണ്ടേ. ഇനി ഇപ്പൊ സംശയം എന്താണെന്നറിയോ? ഉസ്താദിന് എന്നെ ബോധ്യപ്പെട്ടു, AP സുന്നിക്ക് മാനവികത അല്ല, അത് ഉണർത്തി കൊടുക്കണം എന്നാണെങ്കിൽ സ്വാഗതം. ഏത് മാനവികത ഞാൻ വളർത്തിയ സമൂഹത്തിന് തീരെ ഇല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടാണോ എന്നാ സ്വാഗതം. അതല്ല, ലോകത്തിന് ഉണർത്തി കൊടുക്കാനാണെങ്കിൽ പാടില്ല. നിങ്ങളോട് അതാ പറയാം, നിങ്ങൾക്ക് അതിനുള്ള അവകാശമില്ല. ഇല്ല. ഇനി ഈ ഉസ്താദ് ആദ്യം നടത്തിയ കേരള യാത്ര നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അതെപ്പോഴായിരുന്നു? ചേകന്നൂർ മൗലവിന്റെ തിരോധാനത്തിന് ശേഷം മർക്കസു സഖാഫത്ത് സുന്നിയില് CBI-യും ക്രൈംബ്രാഞ്ചും പോലീസും ഒക്കെ കയറി നിറങ്ങിയപ്പോഴാണ് ഉസ്താദ് ആദ്യത്തെ കേരള യാത്ര നടത്തിയത്. അത് ഏത് ആളുകളും അങ്ങനെയാണ്. ലാൽ കൃഷ്ണാദ്വാനി എന്തിനാ രഥയാത്ര നടത്തി? അത് ബാബരി പള്ളി പൊളിക്കാൻ മൂപ്പർ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള യാത്ര. ഏത് പെരുങ്കള്ളന്മാരും നടത്തിയിട്ടുള്ള യാത്രകളൊക്കെയും ഈ ലക്ഷ്യത്തിനായി. അവരുടെ തെമ്മാടിത്തം മൂടിവെക്കാനും കുറെ തെമ്മാടികളെ സൃഷ്ടിക്കാനാണ് ഈ യാത്ര. നിങ്ങൾ ശരിക്കും മനസ്സിലൊക്കെ പറയുമ്പോൾ ചൂടാവും, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. വസ്തുത മനസ്സിലാക്കുന്ന കുറെ ജനങ്ങൾ നാട്ടിലുണ്ടോ, അത് അറിയണം, അവരെ അത് അറിയിക്കണം, അവരത് മനസ്സിലാക്കണം. ഈ യാത്ര എന്തിനാ? അന്ന് തടി രക്ഷിക്കാനായിരുന്നു കേരള യാത്ര. ആരെടുത്തിയ ഉസ്താദ്? ഇന്ന് മുടി രക്ഷിക്കാനാണ് ഉസ്താദിന്റെ യാത്ര. ഇന്ന് മുടി രക്ഷിക്കാനാ ഉസ്താദിന്റെ യാത്ര. അതായത് ഒരു മുടി കൊണ്ടെന്ന് ജാലിയൻവാലായിൽ നിന്ന് ഒരു മുടി വാങ്ങി ബോംബെന്ന്, അതോടൊപ്പം ലബനാനി പെണ്ണിന്റെ മുടിയാണോ എന്ന് സംശയം. ഏതോ ആട്ടെ, ഒരു മുടി അത് ക്ലിക്ക് ചെയ്തില്ല. AP സുന്നികൾക്കിടയിൽ പോലും മുടി ക്ലിക്ക് ചെയ്തില്ല. അപ്പൊ അതിന് ഒരു വെള്ള പൂശാൻ. 2 മുജാഹിദുകൾ കേരളത്തിൽ ഭീകരവാദികളാകുന്നു എന്ന് പറയാൻ അതിനാണ് ആ യാത്ര. മുജാഹിദുകൾ ഭീകരവാദികളാകുന്നു. ഞങ്ങളോ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം അറിയാവുന്ന ആരെങ്കിലും അറിയോ? ഈ കായംകുളത്തിൽ ഞാൻ ഒരുപാട് പ്രസംഗങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ മുസ്ലിങ്ങളും ഒരുവിധം ഈ പ്രസംഗങ്ങളൊക്കെ കേൾക്കാറുണ്ട്. മുജാഹിദുകളുടെ ഏതേത് പ്രസംഗങ്ങളും. മുജാഹിദുകൾ നിർമ്മാണാത്മകമായ കാര്യങ്ങളല്ലാതെ, ഈ സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാകുന്ന കാര്യങ്ങളല്ലാതെ മറ്റൊരു കാര്യം മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടില്ല. മാനവികത ഉണർത്തുന്നവരോട് ചില ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. അതെന്താ? തിരുവനന്തപുരത്തെ ഭീമാപള്ളിയിൽ നടക്കുന്നത് മാനവികതയാണോ? തിരുവനന്തപുരം ഭീമാപള്ളി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയോ? കേരളത്തിന്റെ നിയമസഭയുടെ തൊട്ട് താഴെ ഇവിടുത്തെ ചാണ്ടി സർക്കാരിന്റെ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മൂക്കിന് താഴെയുള്ള ഭീമാപള്ളിയിൽ നടക്കുന്ന നരനായാട്ടം എന്താണെന്നറിയോ നിങ്ങൾക്ക്? AP സുന്നികൾ എന്ന് പറയുന്നവർ അവിടെ 27 മുജാഹിദ് കുടുംബത്തെ ഊരുവിലക്കി. എന്തിനാ ഊരുവിലക്കിയത്? അവർ കള്ളുടിക്കുന്നില്ല അത്രേ. പള്ളിക്കാരുടെ കൂടെ കൂടി കള്ളുടിക്കുന്നില്ല. 1. 2, അവര് സെക്സ് കേസറ്റ് വെക്കുന്നില്ല. നമ്പർ 2. 3, അവർ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നില്ല. 3, 4, അവർ സെക്സിന് കൂട്ടു നിൽക്കുന്നില്ല. പിന്നെയോ എല്ലാ തിന്മക്കും ഞങ്ങളെ കമ്മിറ്റിക്കാരുടെ കൂടെ കൂട്ടു നിൽക്കുന്നില്ല എന്നാണ് അവർ കാരണം പറഞ്ഞത്. പോലീസുകാർ ചോദിച്ചു, എന്തിനാ 27 കുടുംബത്തെ ഊരുവിലക്ക്? ആ ഊരുവിലക്ക് അവർ ഭീകരവാദികളാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഞാൻ ചോദിച്ചു, സർ എന്റെ ഒരു ക്ലിപ്പിംഗ് ആണ് അവിടെ ഇടുന്നത്, ഞാൻ അവരെ ഗുണ്ടകൾ എന്ന് വിളിച്ചു. ആരെ? അവിടുത്തെ ആളുകളെ ഒരു വിഭാഗത്തെ ഗുണ്ടകൾ എന്ന് വിളിച്ചു. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തിനറിയോ? നിങ്ങൾ അറിഞ്ഞോളി എന്താ ഭീമാപള്ളിയിൽ നടക്കുന്നത്. ഭീമാപള്ളിയിലെ സുന്നി പള്ളിയിൽ മുജാഹിദുകൾക്ക് നിസ്കരിക്കാൻ പെർമിഷൻ ഇല്ല. അവർ കയറി അവരെ തള്ളിയിടുക, അവരെ അടിക്കുക, അവര് നെഞ്ചത്ത് കൈകെട്ടി അത് പിടിച്ച് പള്ളമ കെട്ടിക്കുക, എന്നിട്ട് അവരെ പിടിച്ചിട്ട് പള്ളിയിൽ നിന്ന് പുറത്തിടുക. ഇത് ആവർത്തിച്ചപ്പോ അവരെന്ത് ചെയ്തു?
ഒരു 2 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള റമദാനിൽ അവർ മുജാഹിദുകാരന്റെ വീട്ടിൽ അവന്റെ മുറ്റത്ത് നിസ്കരിച്ചു. നിങ്ങൾ മനസ്സിലായത് AP സുന്നികൾ മനസ്സിലാക്കണം, ചെറുപ്പക്കാരെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എനർജി നഷ്ടപ്പെട്ട് പരലോകത്ത് കൈകടിക്കരുത്. അതിനാ പറയുന്നത്. ആ മുജാഹിദ് പ്രവർത്തകന്റെ വീട്ടിൽ നിസ്കരിക്കണം. ആ നിസ്കാരം തറാവി പരിശുദ്ധ റമദാനിൽ തറാവി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മുജാഹിദിന്റെ ഗേറ്റ് തള്ളി തുറന്ന് AP സുന്നികൾ എന്ന് പറയുന്ന ആളുകൾ ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് ഇമാമത്ത് നിന്നവരെയും മൗമൂമിനെയും തല്ലി തലച്ചോറ് പുറത്തു ചാടുമാറ് അവരുടെ തല പൊട്ടി 28ഉം 24ഉം സ്റ്റിച്ചുള്ള 3 പേർ ഹോസ്പിറ്റലിൽ മരണത്തിന്റെയും ജീവിതത്തിന്റെ ഇടക്ക് കടന്നു. നിങ്ങളോട് കായംകുളത്ത് വിവരമുള്ള മനുഷ്യരോട് ഞാൻ ചോദിക്കുന്നു, പരിശുദ്ധ റമദാനിൽ സ്വന്തം വീട്ടിൽ വെച്ച് ഇന്ത്യൻ ഭരണഘടന നൽകിയ മതസ്വാതന്ത്ര്യം ഉപയോഗിച്ച് സാധുക്കളായ മുജാഹിദുകൾ നമസ്കരിക്കുമ്പോ അവരെ തല്ലിച്ചതച്ച് തലച്ചോറ് പുറത്തു വരാൻ ഇരുമ്പ് തട്ടുകൊണ്ടടിച്ചവരെ സ്വാത്വികന്മാരെന്ന് വിളിക്കാൻ ആണും പെണ്ണ് കെട്ടവനല്ല ഈ മുജാഹിദ് പ്രവർത്തകർ എന്നത് ഇവര് മനസ്സിലാക്കണം. അവർ ഗുണ്ടകളാണ്, അവർ രാജ്യദ്രോഹികളാണ്, അവർ ഭരണഘടന വിരോധികളാണ് എന്ന കാര്യത്തിൽ അത് പറയാൻ ഒരു ചേകന്നൂർ മൗലവിന്റെ തിരോധാനവും ഞങ്ങളെ പോലുള്ളവർക്ക് ഭീഷണിയാകുന്നില്ല. ഞങ്ങൾ ആർക്കും അച്ചാരം കൊടുത്തിട്ടില്ല. ഇത്ര കാലം ജീവിച്ചോളാൻ ഞാനോടും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യം, മുജാഹിദ് പ്രസ്ഥാനവുമായി AP സുന്നികളും രാഷ്ട്രീയക്കാരും കൈകോർക്കുമ്പോ ഒരു കാര്യം ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അക്രമത്തിന്റെ വഴി ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ മസിലില്ലാത്തത് കൊണ്ടല്ല, അതൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അള്ളാഹു വിലക്കി, അതുകൊണ്ടാ അക്രമം ഉണ്ടാകരുത് എന്ന് പടച്ചോൻ പറഞ്ഞു, ക്ഷമിക്കാൻ പറഞ്ഞു. അല്ലെങ്കിലേ കൈയിങ്ങനെ ചുരുട്ടിപ്പിടിച്ചൊരൊറ്റ പഞ്ച് 600 പ്ലാസ്റ്റിക് സർജറി നടത്തിയാലോ മുഖം നേരാവൂല. അങ്ങനത്തെ ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ചെയ്യാറില്ല. എന്ത് ചെയ്യാത്തത്? വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കാതില്ല. അതുകൊണ്ട് മുജാഹിദുകൾ ഏറെ കിട്ടി. നിങ്ങൾക്കറിയില്ല, ഭീമാപള്ളിയിലെ പൂന്തുറയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ സ്പീച്ച് സ്റ്റാൻഡ് 2ആയി പിളർന്നു. ആ കേസറ്റ് കണ്ടോലുണ്ടാവും. മൈക്ക് കടന്നു, സ്റ്റേജ് തല്ലിപ്പൊളിച്ചു. അപ്പൊ മൈക്ക് ഊരി പിടിച്ചു. അരമണിക്കൂർ പ്രസംഗിച്ചു. പോലീസുകാരന് പ്രസംഗിക്കും. ഇവരെ അവിടെ നടത്തുന്ന നരനായാട്ടം നിങ്ങൾ മനസ്സിലാക്കി. എന്താ അവിടെ 27 കുടുംബത്തെ ഇനി ആരെ ഇവരെ AP സുന്നികളായിരുന്നു. ഭീമ ഉമ്മച്ചിയെ വിളിച്ച് പ്രാർത്ഥിച്ചവർ, കള്ളു കുടിച്ചവർ, സെക്സ് CD ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സ്ഥലം ഏതാ? ഭീമാപള്ളി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പള്ളിന്റെ ഉള്ളിലാന്ന്. ഭീമാപള്ളി പ്രദേശം അങ്ങനെ പറയാ, മനസ്സിലായോ? അതിന് ഏറ്റവും രസം എന്തറിയോ? ആ പള്ളിയുടെ മെയിൻ ഗേറ്റിന്റെ തൊട്ടടുത്താണ് ഏറ്റവും കൂടുതൽ സെക്സ് കേസ്. ഇത് പള്ളി കോമ്പൗണ്ടിനോട് ചേർന്ന ബിൽഡിംഗിൽ. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് അവിടെ പോയി നിങ്ങൾ പഠിക്കണം. പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലും നമുക്കത് പറഞ്ഞു തന്നാൽ ആ പ്രദേശത്ത് നിന്ന് ഇതൊക്കെ നിർത്തി വെച്ചു മുജാഹിദ്. അതായത് സുന്നി ആയിരുന്നിട്ട് ഇതൊന്നും ശരിയല്ല എന്ന് മുജാഹിദുകളുടെ പ്രസംഗം കേട്ട് അവര് മാറി. ഇത് അവര് ചെയ്ത തെറ്റ് കള്ളുടിക്കൂലാൻ തീരുമാനിച്ച്, തോന്നിയാസം ചെയ്യൂലാൻ തീരുമാനിച്ച് കറക്റ്റായിട്ട് അവർ നിസ്കരിച്ചു. ആ സമൂഹത്തെയാണ് ഇവിടെ തല്ലിച്ചതച്ച് 20. നിങ്ങൾക്കറിയോ, മിൽമ പാല് വെക്കുന്ന ഒരു പ്രവർത്തകൻ രാവിലെ ഓരോ വീടിന്റെ ഡോറിൽ ചെന്ന് ബെല്ലടിച്ചിട്ട് പാല് കൊടുക്കുന്നേ, അവനോട് വാങ്ങരുത്. നമ്മൾ ഗുജറാത്തിലും ബോംബെയിലും ഒക്കെ കാണുന്ന പോലെ ഗല്ലിന്ന് ഇറങ്ങിയിട്ട് പോടുന്നു, അന്നെ ഞങ്ങൾ ഇവിടെ കണ്ട, എന്റെ പാല് ഇവിടെ വേണ്ട, കൊണ്ടുപോയിക്കോ. ഒരു മനുഷ്യന്റെ ജീവിതത്തിനെ ഭംഗം വരുത്തിക്കൊണ്ട് ഉപജീവനത്തെ മുടക്കിക്കൊണ്ടുള്ള ഇവരുടെ തീരുമാനം മാനവികത ഉണർത്താൻ, ആ ബോർഡ് വെക്കാൻ കാസിമി പറഞ്ഞ പോലെ ഊളൂപ്പ് എന്ന് പറഞ്ഞ 3 അക്ഷരം അതുള്ളവർക്ക് സാധിക്കും. തീർന്നില്ല, ബാർബർ ഷാപ്പ് കയറിയിട്ട് മുടി വെട്ടാൻ അനുവാദമല്ല മുജാഹിദിന്. കാരണം ഉസ്താദിന്റെ കയ്യിൽ വലിയ മുടിയുണ്ട്, ഏതായാലും മുജാഹിദുള്ള മുടി വേണ്ട. അതുകൊണ്ട് മുടി വെട്ടാനുള്ള സ്വാതന്ത്ര്യവും കൊടുത്തില്ല. തീർന്നില്ല. 4ാമത്തെ കേൾക്കണ്ടേ നിങ്ങൾക്ക്? ഇപ്പൊ എന്റെ പെങ്ങളെ കല്യാണത്തിന് ഞാൻ എന്റെ വീട്ടിൽ പോവുക, എന്നിട്ട് AP സുന്നികൾ എന്നോട് എന്റെ പെങ്ങളെ കല്യാണത്തിന് പങ്കെടുത്തതിന് 250 റുപ്യ പിഴ വാങ്ങുക. ഇതേതാ നാട്? അഫ്ഗാനിസ്ഥാനും ലബനാനും പാകിസ്ഥാനും അല്ല, കേരളത്തിൽ. കഴിഞ്ഞ ടേമിലെ ഭരണകൂടം ഉണ്ടായപ്പോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത കൊടിയേരി ബാലകൃഷ്ണനോട്, സാറോട് ഞങ്ങൾ ഇരുന്നിട്ട് ചോദിച്ചു, സാർ ഭീമാപള്ളി കേരളത്തിന്റെ ഭാഗമല്ലേ, എന്താടോ നീ എങ്ങനെ ചോദിച്ചു? ഒന്നുമില്ല സാർ, ഭീമാപള്ളിയിൽ ഒരു പ്രത്യേക നിയമമാണ്. അവിടെ പോലീസുകാർക്ക് പ്രവേശനമില്ല, ഡിപ്പാർട്ട്മെന്റിന് പ്രവേശനമില്ല, ചട്ടമ്പികളും കൊട്ടേഷൻ പാട്ടുകളും ജീവിക്കുന്ന ഈ വൃത്തികെട്ട ഫ്രോഡുകൾ ജീവിക്കുന്ന ഈ മണ്ണിൽ എന്താ സാർ നിങ്ങൾക്ക് നിയമം നടപ്പാക്കാൻ പേടിയാണ്? എന്താ കാരണം എന്നറിയോ?
വിദ്യാഭ്യാസമില്ലാത്ത, വിവരമില്ലാത്ത, ലോകപരിചയമില്ലാത്ത ഒരു ടീമിനെയാണ് ഈ മാനവികത ഉണർത്തുന്ന ഉസ്താദ് അവിടെ ഉണ്ടാക്കി. അത് നിങ്ങൾക്ക് അറിയോ? ഒന്ന് പറഞ്ഞാൽ രണ്ടിന് പിച്ചാത്തിക്കളി പരിചയമുള്ള ഒരു ടീമിനെ ഇത് പറയും. നിങ്ങൾ വിചാരിക്കോ, ഓ ഈ ചെങ്ങായി കാര്യമായിട്ടാണല്ലോ പറയുന്നത്. കാര്യമായിട്ട് എന്നെയാ പറയുക, കാര്യമായിട്ട് എന്നെ അവർ മരിക്കണവരെ അല്ല മൈക്കും ജനങ്ങളെയും തന്നാൽ ഇല യൗമിൽ ഖിയാമ വരെ ആയുസിട്ടാലും ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ നരനായൻ. നിങ്ങൾക്ക് മനസ്സിലാവുണ്ട് അവിടെ ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് സംഭവം കേൾക്കണം നിങ്ങൾക്ക്. ആ പള്ളിയുടെ പ്രസിഡന്റിന്റെ, അതായത് സുന്നി പള്ളിയുടെ പ്രസിഡന്റിന്റെ ഭാര്യ മരിച്ചപ്പോ ഒരു മോനെ AP സുന്നി, ഒരു മോന് മുജാഹിദ്. ഈ മോന് ഗൾഫിലാ. ഉമ്മ മരിച്ചു എന്നുള്ള വാർത്ത കേട്ടിട്ട് ഷടേ എന്ന് പറഞ്ഞ മോൻ വന്നു നോക്കുമ്പോ AP സുന്നിയായ മോൻ പറയും, എനിക്ക് മയ്യത്ത് സ്കരിക്കാൻ അറിഞ്ഞൂടെ കാക്ക സ്കരിക്കണോ? അക്ക മുജാഹിദ്, മതൊക്കെ മുജാഹിദും തീറ്റിയൊക്കെ സുന്നിയും തർക്കമില്ല. അപ്പൊ മയ്യത്ത് സ്കരിക്കാൻ മുന്നിലേക്ക് മുജാഹിദ് പ്രവർത്തകൻ നിന്നപ്പോ AP സുന്നികൾ അവന്റെ കോളറ പിടിച്ചു വലിച്ചു. അടി ഉണ്ടായി. AP സുന്നി തല്ലി, അനുജൻ തല്ലി. കാരണം സ്വന്തം മാന്റെ മയ്യത്ത് സ്കരിക്കാൻ സമ്മതിച്ചില്ല. പള്ളിയിൽ വെച്ച് നരനായാട്ടുണ്ടായി. ഞാൻ ചോദിക്കണേ, എന്ത് മാനവികതയാണ് എന്റെ പ്രിയപ്പെട്ട AP സുന്നികളെ നിങ്ങൾക്കുള്ളത്? എന്ത് മാനവികതയാണ്? തീർന്നില്ല. ഈ കഴിഞ്ഞ റമദാനിൽ ഉണ്ടായത് കേൾക്കട്ടെ നിങ്ങൾക്ക്. ഭീമാപ്പള്ളിയില് ഞാൻ അവിടുത്തെ ഭീമാപ്പള്ളിയുടെ തൊട്ടടുത്ത് സെലഫി സെന്ററിലെ ഖതീബ ആധികാരികമായി ഞങ്ങളോട് പറയണേ, ഈ റമദാനില് ഒരു നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് ഭീമാപ്പള്ളി സെന്ററിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 200ഓളം ആളുകൾ വരെയാണ്, 10 ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ. എന്നിട്ട് ഉസ്താദ് അവിടുന്ന് വിളിച്ചു പറയാ, കൊല്ലടോ ആ ഡേസിന്റെ മോനെ. എന്നെ പറ്റി പറയാ, കൊല്ലടോ ആ ഡേസിന്റെ മോനെ. ഉസ്താദ് പറയുമ്പോ കുട്ടികളും ബാല നിർത്തണോ ഡേശേ ഇങ്ങനെ വിളിച്ചു. പരിശുദ്ധ റമദാനിൽ ഒരു കൗമിനെ പറ്റി നിങ്ങൾ ആലോചിക്കുക. പരിശുദ്ധ റമദാനിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ, ഈ റമദാനിൽ എങ്ങനെ വിളിച്ചു പറയാൻ. എന്നിട്ട് കല്ലെറിഞ്ഞിട്ട് നമ്മുടെ പ്രവർത്തകർ നോമ്പ് നോറ്റ് പട്ടിണി കിടന്ന നമ്മുടെ പ്രവർത്തകർ ഈ രക്തം ഇങ്ങനെ കുടുകുടാ വലിക്കുകയാണ്. എന്നിട്ട് അവർക്ക് പോകാൻ പോലും അനുവദിക്കാതെ വലിയ മതിലിലൂടെ അവരെ കേട്ടി തായോട്ടിറക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന അവസ്ഥ വന്നു. എന്നിട്ട് നിങ്ങൾക്ക് കേൾക്കണോ, 5 മണി മുതൽ രാത്രി 9 മണി വരെ ഈ കൗമ നിന്നു. നോമ്പിന്റെ ബാങ്ക് തുറന്ന് ബാങ്ക് കൊടുത്തപ്പോ പോലീസുകാർ ചോദിച്ചു, നിങ്ങൾക്കും നോമ്പുണ്ട് ഇവർക്കും നോമ്പുണ്ട്, ഇനിയെങ്കിലും നിങ്ങൾക്കൊന്ന് പിരിഞ്ഞു പോയിക്കൂടെ? അപ്പൊ ഉസ്താദും ശിങ്കിടികളും പറയാ, ഞങ്ങൾക്ക് നോമ്പൊന്നും ഒരു പ്രശ്നമല്ല, മോനെ വിടരുത്. അങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോ ഒറ്റ കുട്ടിക്ക് നോമ്പില്ല. അങ്ങനെ എങ്ങനെ കേൾക്കണോ, ഈ വണ്ടിയിലേക്ക് കയറി പോലീസുകാർ പിടിച്ചിട്ട് എന്നെ ജീപ്പ് കയറ്റിയപ്പോ കാണുന്ന കാഴ്ച എന്തറിയോ? കുറെ എണ്ണം ജീപ്പിനടിയിലേക്ക് കിടന്നു. ഓനെ കൊന്നിട്ടേ ഞങ്ങൾ വിടില്ല, ഞങ്ങൾ കൊല്ലും. ഇതാണ് അവിടെ നടന്നത്. പൂന്തറ പോലീസ് സ്റ്റേഷനിൽ ഇതിന്റെ ഡീറ്റെയിൽ ഉണ്ട്. നിങ്ങൾ ആലോചിക്കണം. ആ ആളുകളാണ് എന്ത് പറയുന്നത്? എന്തിന് ഈ ആദിക്കാട്ട് കുളങ്ങര പോലും നമ്മൾ പ്രസംഗിച്ചിട്ട് ആളുകൾക്ക് മനസ്സിലായി എന്ന് തോന്നിയപ്പോ സ്റ്റേജിൽ ചോദ്യം ചോദിക്കാൻ അവസരം നൽകി. നമ്മൾ അവിടെയും പ്രശ്നമുണ്ടാക്കി. കേരളത്തിന്റെ നാനാദിക്കുകളിലും മുജാഹിദുകളുടെ പ്രബോധന സ്വാതന്ത്ര്യത്തിന് കത്തിവെച്ചു. 5 BJP പ്രവർത്തകരെ ടൈഗർ സുന്നി അഥവാ ജമിയത്തുൽ ഇഹ്സാനിയ കൊന്നു. ബലിപെരുന്നാൾ ദിവസം ഉരുവിനെ അറക്കേണ്ടതിന് പകരം വയനാട് ജില്ലയിലെ പെണങ്ങോട് EK സുന്നിയെ കഴുത്തറുത്തു കൊന്നു. ആളുകൾ മാനവികത പറയുന്നു. യുവാക്കളെ നിങ്ങൾ ചിന്തിക്കണം. ഒരു മനുഷ്യന്റെ ബോഡി ഏത് മണ്ണിലാണ് എന്ന് പോലും അറിയാത്ത വിധം പുഴുത്തി കൊണ്ടുപോയ ഒരു വല്ലാത്ത കേസ് ചേകന്നൂർ മൗലവിയുടേതായിരുന്നു. ആരാ അതിന്റെ പിന്നിൽ? എല്ലാവർക്കും അറിയാം. തുമ്പിനെ പിടിക്കുക, കിട്ടി അങ്ങനെ തുമ്പിനെ പിടിക്കല്, തുമ്പിന്റെ അടുത്ത് ഇങ്ങനെ അങ്ങനെ ഉസ്താദ് ഇങ്ങനെ പൈസ ഇങ്ങനെ വാരി എറിഞ്ഞ് രക്ഷപ്പെട്ട് ഇപ്പൊ ഇവിടെ എത്തി. ആയിക്കോളൂ, ദുനിയാവ് നിങ്ങൾക്കുള്ളതാണ്. ഖുർആൻ പറയാണ് കേട്ടോ, സ്വർഗ ആർക്കുള്ളതാ? എനിക്ക് കേട്ടോ, സ്വർഗ ആർക്കുള്ളതാ? ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാത്ത, അഹങ്കാരം നടിക്കാത്ത, വിനീതമായി നടന്നു പോകുന്ന കൊല്ലം ജില്ലയിലെ കൊല്ലത്ത് മുജാഹിദ് സ്റ്റേജ് കയ്യേറിയിട്ട് ഇങ്ങനെ ഈ 3 ഫേസിലേക്ക് സൈക്കിൾ ചെയിൻ എറിഞ്ഞിട്ട് തീ ഇങ്ങനെ പറക്കണം. പള്ളിമുക്ക് മറന്നോ? അവിടെ SI-യുമായി ഒരിക്കലും ഒരു ചർച്ച നടത്തിയപ്പോ SI പറയാണ്, എടോ നിങ്ങൾ കുഴപ്പക്കാരല്ല എന്ന് ഞങ്ങൾക്കറിയാം. എടോ മുജാഹിദുകൾ നിങ്ങൾ കുഴപ്പക്കാരല്ല എന്നറിയാം.
നിങ്ങൾ മാറി ക്ഷമിച്ച് നിന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ മറ്റൊരു ഡേറ്റ് തരും. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലാവും. ആര് ഈ അവർ? മാനവികത ഉണർത്തുന്ന ഉസ്താദിന്റെ ശിഷ്യന്മാരെ. SI പറയാണ് മുജാഹിദുകളെ എങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഈ ആലപ്പുഴയിൽ ഒരു SI ഉണ്ടായിരുന്നു, ജോസ്, ഓർക്കുണ്ടോ? പൊൻകുന്നത്തെ സുന്നികൾ സ്റ്റേജ് കയ്യേറുന്നു ഭീഷണി. AP സുന്നികൾ കേട്ടോ, EK സുന്നികളും AP സുന്നികളും ആശയത്തിലും വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പോലെയുള്ള പ്രബുദ്ധമായ ഒരു രാഷ്ട്രീയ സംഘടനയുമായി EK സുന്നിക്ക് ബന്ധമുള്ളതുകൊണ്ട് മനുഷ്യരൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അതിന് വ്യത്യാസമുണ്ട്. ദർഗയും പൂജയും ഒക്കെ ഓൾക്ക് കണക്കാണ്, എല്ലാ ഖുറാഫാത്തും EK സുന്നിക്ക് കണക്കാണ്. പക്ഷെ പെരുമാറ്റത്തിൽ മനുഷ്യനെ തിരിച്ചറിയുന്നിടത്ത് ഒരല്പം മാനവികത നന്നായിട്ടുണ്ടായി. അതിന് കാരണം എന്താ പറയുക? ഗിവ് ആൻഡ് ടേക്ക് പോളിസി സ്വീകരിച്ചു അവര്. ഇവർക്കതില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ ഒരു സംസ്കാരം നമുക്ക് പാടില്ല. നിരീശ്വരവാദികൾ ഇവിടെ പ്രസംഗിക്കില്ലേ? എന്നിട്ട് പൊൻകുന്നത്ത് ജോസ് പറയാണ്, എനിക്ക് മുജാഹിദുകൾ അറിയാം, നീ പ്രസംഗിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ അടിക്കും. ഏത് AP സുന്നികൾ പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞപ്പോ നമ്മളിങ്ങനെ കുറച്ച് ആളുകളെ ഉള്ളു ഇവിടെ. അപ്പം പ്രസംഗിക്കാൻ ഞാനിങ്ങനെ നിൽക്കുമ്പോ സുന്നികൾ പ്രശ്നം ഉണ്ടാക്കും പറഞ്ഞിട്ട് SI പറയാം, പ്രസംഗിച്ചിട്ടില്ല എന്നെ ഞാൻ തല്ലും. കാരണം ഇജ്ജ് പ്രസംഗിച്ചാൽ, മുജാഹിദ് പ്രസ്ഥാനം പ്രസംഗിച്ചാൽ ഞങ്ങളെ പോലീസുകാർക്ക് ഒരുപാട് തലവേദന കുറയും. ഒരുപാട് കൊട്ടേഷൻ പാർട്ടിയെ മാറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്, മുജാഹിദ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രസംഗിക്കുക. ആരും ഒരു ചുക്കും ചെയ്യില്ല, ഒരു ചുക്കും. ഞാൻ പറയുന്നത് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അനുഭവിച്ച ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകൾ, നൊമ്പരങ്ങൾ മനുഷ്യകുലത്തിന് വേണ്ടിയാണ്. ഇപ്പോ നിങ്ങള് ആലോചിച്ചു, ഈ എക്സിബിഷൻ കണ്ട സകല മുസ്ലിങ്ങളും നല്ല അഭിപ്രായം പറഞ്ഞപ്പോ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ എന്താ അറിയോ? ഫ്ലെക്സ് എക്സിബിഷൻ എങ്ങനെയുണ്ട്? ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ജമാഅത്തെ ഇസ്ലാമിക്ക് ചോര തന്നെ കൗതുകം അല്ലേ? ജമാഅത്തെ ഇസ്ലാമിക്കാരെ നിങ്ങളെ ലൈഫിൽ മനുഷ്യന്മാർക്ക് തിരിയുന്ന വല്ല ദൈവത്വങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഉള്ളിലെങ്കിലും റെസ്പെക്ട് ചെയ്യുക. അല്ലാ, ഞങ്ങൾ ചെയ്യാത്തൊരു ദൗത്യം മുജാഹിദുകൾ ചെയ്യുന്നുണ്ട്, പടച്ചോനെ അവർക്ക് നീ തൗഫീക്ക് ചെയ്യണേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം അതിനെ പരിഹസിക്കുക. മടവൂരികളും അങ്ങനെയായിരുന്നു. 2 സാൽവേഷം പ്രസിദ്ധമായി നടന്നപ്പോൾ എന്താ ചെയ്തറിയോ? ദിക്ർ ചെല്ലുന്ന മൈരിയാണ്. ഓല സ്ഥിതി അങ്ങനെയാണ്, വല്ലാത്തൊരു ദിക്ർ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ പറയുന്നത്. ജിന്ന് സീർ പിശാച്, ജിന്ന് സീർ പിശാച്, ജിന്ന് സീർ പിശാച്. ഈ അലീന്റെ ഒക്കെ തൊള്ളേന്ന് ജിന്ന് എന്നുള്ള ഒച്ചയല്ലാതെ വേറൊരു ഒച്ച ഉണ്ടായിട്ടുണ്ടോ? ഈ കൗമിന്റെ ഒരവസ്ഥ. ഇത്രത്തോളം മനുഷ്യർ വന്ന് നിന്നിട്ട് ആ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് കേരളക്കരയിൽ മനുഷ്യരോട് ഹക്കായ ദീൻ. ഒന്നാമത്തെ കാര്യം എന്താ? ഏകദൈവാരാധന. കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും മനുഷ്യ ദൈവങ്ങളും ആരാധിക്കപ്പെട്ടുകൂടാ. സാക്ഷാൽ അല്ലാഹു മാത്രം. മരണാനന്തര ജീവിതം. ആ മരണാനന്തര ജീവിതത്തിലെ രക്ഷാശിക്ഷകളുടെ ലോകം, ആ ലോകത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് മതി വന്നിട്ട് നിർത്തുകയാണ് നിങ്ങൾ വിചാരിക്കരുത്. ഈ എക്സിബിഷൻ നീട്ടിവെക്കാൻ ഇവിടുത്തെ മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടോടുകൂടി അത് നിലനിൽക്കണം. കായംകുളത്തെ മുജാഹിദ് പ്രവർത്തകർക്ക് 2 ദിവസം കൂടെ നീട്ടണം തോന്നണേ ആവാം. ജനങ്ങൾ ആവശ്യപ്പെടുന്നു. കാരണം ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത്, ഈ നാട്ടിൽ ഒരൊറ്റ മുസ്ലിം ഉണ്ടാകരുത് ഇസ്ലാമിനെ കുറിച്ച് സംശയത്തിലായിട്ട്. ഒരൊറ്റ മുസ്ലിം ഉണ്ടായിരുന്നു മുസ്ലിങ്ങളായിട്ട് കച്ചറ അല്ലെങ്കിൽ അവർ തമ്മിൽ അനൈക്യത്തിൽ ജീവിക്കുന്നവർ. എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധം, എല്ലാവരുമായി നല്ലൊരു ബന്ധം. AP സുന്നികളോട് നമുക്ക് പറയാം, നിങ്ങളോട് വിരോധമുള്ളതുകൊണ്ട് പറയല്ല, നിങ്ങൾ ചെയ്തു കൂട്ടുന്ന തിന്മയെ എതിർത്തു എന്ന് മാത്രം. നിങ്ങളുമായും ആരുമായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആശയപരമായ വിയോജിപ്പല്ലാതെ മാനുഷിക പരിഗണനയുടെ വക്കത്ത് എല്ലാവരെയും ഒരു ബൊക്കയിലെ ചെടികളെ പോലെ, ഒരു ചരടിൽ കോർത്ത മുത്തുമണികളെ പോലെ ഒന്നിപ്പിച്ചു നിർത്തുക എന്നതാണ് ഞങ്ങളുടെ പ്രത്യേകത. നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തെ സഹായിക്കുക, അവരുമായി സഹകരിക്കുക, അവരുടെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. മുജാഹിദ് പ്രസ്ഥാനം എന്ന മാനവിക പ്രസ്ഥാനത്തെ നിങ്ങൾ എല്ലാവരും എല്ലാ അർത്ഥത്തിലും പ്രാർത്ഥന കൊണ്ടും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ചിന്ത കൊണ്ടും വർത്തമാനം കൊണ്ടും സപ്പോർട്ട് ചെയ്ത് ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ വിജയിപ്പിക്കുക. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ കർമ്മങ്ങൾ ചെയ്ത് വിശ്വാസങ്ങൾ പൂർത്തീകരിച്ച് ദൈവസന്നിധിയിൽ രക്ഷപ്പെടുന്നവർ നമ്മളാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.
റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.